സ്നേഹത്തോടെ എന്നെ ക്ഷണിച്ച് കൺവെൻഷൻ്റെ എല്ലാ ഔദ്യോഗിക ഭാരവാഹികളോടും ഞാൻ വിശേഷാൽ വന്ദനം അറിയിക്കുന്നു. വിശേഷിച്ച് ഇന്നത്തെ അധ്യക്ഷൻ പ്രിസൈഡ് ചെയ്യുന്ന ബഹുമാന്യ പാസ്റ്റർ കൂടെ എന്നെ ക്ഷണിക്കുകയും എന്നെ വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹം തന്നെ ഇന്ന് രാത്രിയിൽ ഈ യോഗം അധ്യക്ഷം വഹിക്കുന്നു എന്നുള്ളത് സന്തോഷമാണ്. കഥാവനദാസനുള്ള ആദരവ് അറിയിക്കുന്നു. നിരവധി ദൈവദാസന്മാർ സദസ്സിലുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പെന്തക്കോസ്തിൻ്റെ തനത് ശുശ്രൂഷ ഉത്തരവാദിത്വത്തോടും ആത്മഭാരത്തോടും ആക്ഷേപരഹിതമായി നിരപവാദ്യമായി നിർവഹിക്കുന്ന എല്ലാ അഭിഷക്തരായ ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ആത്മീയ ഗുരുക്കന്മാരെന്നും എൻ്റെ പിതാമഹന്മാരെന്നൊക്കെ ഹൃദയം കൊണ്ട് ആദരിക്കുന്നവരാണ്. അവരിൽ മിക്കവരും ഇവരെല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പിതൃതുല്യം ഞാൻ ആദരിക്കുന്ന പാസ്റ്റർ ലൂക്കോസ് ഇന്ന് രാത്രിയിൽ യോഗത്തിനുണ്ടെന്നുള്ളത് സന്തോഷമാണ്. അദ്ദേഹം കൂടെ കോട്ടയം വിസിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളുടെ ചെറിയ സഭയിൽ വരാറുണ്ട്, അനുഗ്രഹീതമായ സന്ദേശങ്ങൾ നൽകാറുണ്ട്. അദ്ദേഹത്തെ ഇന്ന് ഇവിടെ മുഖാമുഖം കണ്ടതിൽ വളരെ സന്തോഷം. മറ്റ് പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, വാത്സല്യ കുഞ്ഞുമക്കൾ എല്ലാവരെയും ഓർത്ത കർത്താവിന് സ്തോത്രം ചെയ്യും. ഈ ശബ്ദപരിധിക്കുള്ളിൽ ശ്രദ്ധിക്കുന്ന വീടുകളിലും വീഥികളിലുമൊക്കെയായി നിന്ന് ഈ സുവിശേഷ ശബ്ദം ശ്രവിച്ച് ഇതുവരെയും ക്രിസ്തുവിൻ്റെ അവദാനങ്ങൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കളെയും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള വന്ദനവും സ്നേഹവും ആദരവുകളും അറിയിക്കുകയാണ്. ഒരുപിടി നല്ല ഗാനങ്ങൾ അനുഗ്രഹീതമായ നിലയിൽ ആലപിച്ച എല്ലാ ഗായകരോടും പ്രത്യേക വന്ദനം അറിയിക്കുന്നു. അവരുടെ ഗാന ശുശ്രൂഷയ്ക്ക് അകമ്പടിയായി മേമ്പടിയായി ഈ വാദിത്രങ്ങളെ, വാദ്യോപകരണങ്ങളെ തനത് നിലയിൽ മീട്ടേണ്ടതിന് ദൈവം കൃപ കൊടുത്ത, കരുത്തു കൊടുത്ത, കല വാരി വിതറിയ അനുഗ്രഹിതരായ പ്രിയപ്പെട്ടവർ, ഇവരെല്ലാവരും എൻ്റെ സ്നേഹിതരാണ്. എൻ്റെ കുഞ്ഞനുജന്മാരെ പോലെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഓരോരുത്തരും, അവരെ ഓർത്ത കർത്താവിന് സ്തോത്രം. ഒത്തിരി വേദികൾ അവരുമായി ഒരുമിച്ച് പങ്കിടാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഇവിടെയും അതിന് ഭാഗ്യമുണ്ടായതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം അവർക്കെല്ലാവർക്കും ഞാൻ എൻ്റെ വന്ദനം അറിയിക്കുന്നു. അനുഗ്രഹിത ഗായകരാണ് അവരെല്ലാവരും, അനുഗ്രഹിത കലാകാരന്മാരാണ്. ക്രൈസ്തവ സമ്മേളന വേദികളിൽ നിന്ന് മാറ്റിവെക്കാനാവാത്ത വിധം ദൈവം ഉപയോഗിക്കുന്നവരാണ്. അവരോട് ഒരുമിച്ച് വേദിയിലായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവർക്കും മുനീർ കൺവെൻഷനിൽ വന്നു ചേർന്നിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ആദരവുകൾ അറിയിക്കുകയാണ്. ഇതിൻ്റെ സംവിധാനങ്ങൾ ചെയ്യുന്ന വാത്സല്യ സുഹൃത്തുക്കൾക്ക് വിശേഷാൽ വന്ദനം അറിയിക്കുന്നു. ഇതിൻ്റെ ശബ്ദ സംവിധാനം വളരെ മികച്ചതാണ്. അത് കൈകാര്യം ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഞാനൊരു ഗ്രാൻഡ് സല്യൂട്ട് നൽകുന്നു. ദൈവം ആദരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ 25 കൊല്ലങ്ങൾ മുടങ്ങാതെ ഈ യോഗ പരമ്പരകളെ ദേശത്തിൻ്റെ സുവിശേഷീകരണാർത്ഥം ഇവിടുത്തെ ദൈവമക്കളുടെ ആത്മീക വർധനവിന് വേണ്ടി ക്രമീകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും അതിലെ ഓരോ തസ്തികകൾ വഹിക്കുന്ന എല്ലാവരോടും പ്രോട്ടോക്കോൾ അനുസരിച്ച് അവരുടെ പേരുകളും അവരുടെ തസ്തികകളും ഒക്കെ ഉള്ള ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരോടും എന്ന് പറഞ്ഞ് ഞാൻ അവർക്കൊക്കെ വന്ദനം അറിയിക്കുകയാണ്. സമർപ്പിതരാണ് അവരെല്ലാവരും, സാമർഥ്യമുള്ളവരാണ്, വിഘടന മനോഭാവമില്ലാതെ ഐക്യത്തോടെ നിലകൊള്ളുന്നവരായതുകൊണ്ടാണ് 4 നൂറ്റാണ്ട് പിന്നിടാൻ കാരണമായത്. ഞാൻ ഉച്ചയോടടുത്ത് ഇവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ഇവിടെ ഒരു സമ്മേളനം നടക്കുകയായിരുന്നു. ഏറിയ കാലങ്ങൾ ഹൈറേഞ്ചിൻ്റെ മലമടക്കുകളിൽ കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി വചനവാഹികളായി സാക്ഷ്യത്തോടെ നിലകൊണ്ട പ്രിയപ്പെട്ടവരെ അനുമോദിക്കുകയും ആശംസിക്കുകയും അവർക്ക് വേണ്ടുന്ന അംഗീകരണങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്ത സന്ദേശങ്ങളും അതിൻ്റെ ശുശ്രൂഷകളുമൊക്കെ ദൂരെ നിന്ന് കാണാനിടയായി. വളരെ സന്തോഷം തോന്നി. നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ മുൻപോട്ട് വെച്ച ആത്മീയതയുടെ ആ പൈതൃകം, ആ സ്പിരിച്വൽ ലെഗസി നിലനിർത്തിക്കൊണ്ടു പോകുവാൻ തലമുറയ്ക്ക് കഴിയുന്നു എന്നുള്ളത് സന്തോഷമാണ്. പ്രിയ മമ്മിമാരെ, പപ്പമാരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നിൻ്റെ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ക്രിസ്തുവിന് വേണ്ടി വളരെ കരുതലോടെ അവർ നിലകൊണ്ടതിൻ്റെ പരിണിത ഫലമാണ് ചെറുചെറുക്കുള്ള ചെറുപ്പക്കാരൊക്കെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ പ്രവർത്തനത്തെ ഇത്രത്തോളം കൊണ്ടുവന്നത്. നിന്റെ മക്കൾ നിന്റെ വഴിയിലല്ല എന്നൊരാക്ഷേപം കേട്ട മഹാമനുഷ്യനാണ് ശമൂവേൽ. ധർമ്മിഷ്ഠനായിരുന്നു, ഉത്തമ പുരോഹിതനായിരുന്നു, ഏറ്റവും വിശ്വസ്തനായ ന്യായാധിപനായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, തലമുറയെ തൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാതെ ആ തലമുറ അന്യാധീനപ്പെട്ടു. അതുകൊണ്ട് നാട്ടുകാർ വന്ന് അദ്ദേഹത്തോട് പറയുന്നു, നിന്റെ മക്കൾ നിന്റെ വഴിയിലല്ല. ആ ഒരു ഗതികേട് നമ്മളാരും കേൾക്കാതിരിക്കേണ്ടതിന് തലമുറയുടെ കയ്യിലേക്ക് ഈ ആത്മീയത കൈമാറുവാൻ കഴിയുന്നു. മുനീർ കൺവെൻഷൻ്റെ 25 വർഷങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചിന്ത കൂടിയാണ്. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ ഒരിക്കൽ കൂടെ എൻ്റെ ആദരവുകൾ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ കർത്താവിനെ സ്തുതിക്കുന്നത് കൊണ്ട്
ദൈവവചനത്തിൻ്റെ മനോഹാരിത നമുക്ക് പ്രകാശിതമാകട്ടെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യമാണ് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് തരുവാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം നൽകിയത്. മുഖവരിയുടെ വാക്കുകൾ ഇനി ഒന്നും പറയാതെ വാക്യത്തിലേക്ക് നേരെ പ്രവേശിക്കുകയും ലഭിക്കപ്പെട്ട അത്രയും സമയം തിരുവചനത്തിൻ്റെ വിശദീകരണത്തിന് വേണ്ടി, വിചാരങ്ങൾക്ക് വേണ്ടി, വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടി, ആത്മീക ചിന്തകളുടെ വിതരണത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം. കഴിയുമെങ്കിൽ ആശയങ്ങളെ, വാക്യങ്ങളെ കുറിച്ചെടുത്ത് പഠിക്കാനിടയാകണം. വാക്യങ്ങൾ വായിക്കാൻ മിടുമിടുക്കുകളും മിടുമിടുക്കന്മാരും മുനേറയിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ പ്രഭാഷണത്തിന് ആവശ്യമായിരിക്കുന്ന വാക്യങ്ങൾ കഴിയുന്നിടത്തോളം ഞാൻ തന്നെ പറയുന്നതായിരിക്കും. ചില വാക്യങ്ങൾ നമുക്ക് അത്യാവശ്യമെങ്കിൽ പ്രിയപ്പെട്ടവരെ വായിച്ചു കേൾപ്പിക്കുന്നതുമാകും. പക്ഷേ ഒറ്റ വാക്യം പോലും നിങ്ങൾ വിട്ടുകളയാതെ ആശയങ്ങളെ വാക്യങ്ങളുമായി കോർത്തിണക്കി അതിൻ്റെ വിശദാംശങ്ങൾ കേൾക്കാൻ ഇടയാകണം, പഠിക്കാൻ ഇടയാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സുവിശേഷ യോഗങ്ങൾ മുനിയറയിലല്ല, ഇനി എവിടെ നടത്തിയാലും അതിന് പ്രഖ്യാപിതമായിരിക്കുന്ന ചില ആത്യന്തിക ലക്ഷ്യങ്ങളുണ്ട്. ചില ചോദിക്കാറുണ്ട്, വൈ കൺവെൻഷൻ, എന്തിനാണ് കൺവെൻഷൻ എന്ന് ചിലരെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്. ആരാധിക്കാൻ ആരാധനാലയങ്ങളില്ലേ, അല്ലെങ്കിൽ വീടുകളില്ലേ? പിന്നെന്തിനാണ് ഇങ്ങനെ പരസ്യസ്ഥലത്ത്, വീട്ടുമുറ്റത്തും കപ്പക്കാലായിലും ഇടവഴിയിലും പെരുവഴിയിലും പട്ടണപ്രാന്തങ്ങളിലും ഗ്രാമവീഥികളിലും പാട്ടും കൊട്ടുമൊക്കെയായിട്ട് കൺവെൻഷൻ എന്തിനാണ് എന്ന് ചോദിക്കാറുണ്ട്. യോഗത്തിൻ്റെ 2-ാമത് ദിനമാണെങ്കിൽ കൂടെ കൺവെൻഷൻ എന്തിനാണ് എന്ന ചോദ്യത്തിന് ന്യായമായ ചില ഉത്തരങ്ങൾ നൽകുക എന്നുള്ളത് സംഘാടകരുടെയും പ്രഭാഷകരുടെയും ഉത്തരവാദിത്വമാണെന്നുള്ളത് കൊണ്ട് അത് നിർവഹിച്ചിട്ട് ഞാൻ വാക്യത്തിലേക്ക് പ്രവേശിക്കാം. എന്തിനാണ് കൺവെൻഷൻ എന്ന പ്രബുദ്ധ മനസ്സുള്ള ആർക്കെങ്കിലും ഉള്ളിൽ തോന്നലുണ്ടെങ്കിൽ ആ തോന്നലുകൾക്ക് ഉത്തമമായ 4 ഉത്തരങ്ങൾ ഞാൻ പറയുകയാണ്. കൺവെൻഷൻ എന്തിനാണ്? 1-ാമത്തെ ഉത്തരം, കൺവെൻഷൻ ഫോർ കൺവിക്ഷൻ എന്നൊരു തത്വമുണ്ട്. ഏത് വ്യക്തികളെയും കൺവിക്ഷനാക്കുക. കൺവിക്ഷൻ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൃഢാവബോധമാണ്. വെറും അവയർനെസ് അല്ല, വെറും അവബോധമല്ല, ദൃഢാവബോധമാണ്. എന്തിനെക്കുറിച്ച്? ദൈവത്തെക്കുറിച്ചല്ല, സത്യദൈവത്തെക്കുറിച്ച്. ഏതെങ്കിലും ഒരു രക്ഷകനെക്കുറിച്ചല്ല, ഏകരക്ഷകനെക്കുറിച്ച്. ഒത്തിരി രക്ഷാമാർഗങ്ങളെക്കുറിച്ചല്ല, ഏകരക്ഷാമാർഗത്തെക്കുറിച്ച്. ജീവിതത്തിൻ്റെ വ്യവസ്ഥാപിതമായിരിക്കുന്ന ചട്ടങ്ങളും വിധികളും കൽപ്പനകളും പ്രമാണങ്ങളും അഗ്നിമയമായ പ്രമാണമാണ് എന്നും ആ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവന് നിത്യശിക്ഷാവിധിയാണ് എന്നും പ്രമാണത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ദൈവപ്രസാദ യോഗ്യം, ക്രിസ്തു കേന്ദ്രീകൃതം, ആത്മനിയോഗിതം, വചനാധിഷ്ഠിതമായി ജീവിക്കുന്നവന് ഇമ്പങ്ങളുടെ തീരമണഞ്ഞ് നിത്യസൗഭാഗ്യം അനുഭവിക്കാം എന്നതിനെക്കുറിച്ച് കൺവിക്ഷനാക്കുക. അതിനാണ് കൺവെൻഷൻ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ജീവിതത്തിൻ്റെ ശരിയും തെറ്റും എന്താണെന്നും, എന്ത് തള്ളണം, എന്ത് കൊള്ളണം, എന്ത് വേണ്ട, എന്ത് വേണം എന്നിത്യാദി വകതിരിവുകൾ, അതിനെക്കുറിച്ചുള്ളൊരു കൺവിക്ഷൻ, അതിനെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടാക്കുക. അതിനാണ് കൺവിക്ഷൻ. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് വേണ്ടി നിരവധി അനവധി ദൈവങ്ങളെ, ദേവതകളെ, പ്രണാമങ്ങൾ, അർപ്പണങ്ങൾ, തർപ്പണങ്ങൾ, യാഗയോഗ കർമ്മകാണ്ഡങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പ്രസാദിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അവയൊക്കെ വ്യർത്ഥമാണ് എന്നും ഈ പ്രപഞ്ചത്തെ ഇത്ര മനോഹരമായി നിർമ്മിച്ചതിനെ നിയന്ത്രിച്ച്, നിയോഗിച്ച്, പരിപാലിച്ച്, പരിരക്ഷിക്കുന്ന സാക്ഷാൽ പരാശക്തി ഏകസത്യ ദൈവമാണെന്നുള്ള വീണ്ടുവിചാരം മനുഷ്യന് കൊടുക്കാനാണ് ഞങ്ങൾ പാടുന്നത്, ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതിനുവേണ്ടിയാണ് 25 കൊല്ലം ഒരുമിച്ച് ഐക്യമായി നിൽക്കുക. അതുകൊണ്ട് മറക്കരുത്, കൺവെൻഷൻ ഫോർ കൺവിക്ഷൻ എന്ന തത്വം മറക്കാതിരിക്കുക. 2-മതൊരു തത്വമുണ്ട്. കൺവെൻഷൻ എന്തിനു വേണ്ടിയാണ്? കൺവെൻഷൻ ഫോർ കൺവേർഷൻ എന്നതാണ്. കൺവേർഷൻ എന്ന വാക്കിൻ്റെ പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് പരിവർത്തനമെന്നാണ്. സാധാരണ അതിന് ഞങ്ങൾ ഉപദേശവർഗം പറയുന്നത് മാനസാന്തരം എന്ന പദമാണ്. ആ പദം നല്ലതാണ്, പക്ഷേ അതിലും അപ്പുറം അല്പം കൂടെ വിശാലമായ സമഗ്രമായ ചിന്ത നൽകുന്നത് പരിവർത്തനം എന്നുള്ളതാണ്. നിലവിലുള്ളതായിരിക്കുന്ന രീതിശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി, അധമമായിരിക്കുന്ന വിചാര വികാര വിക്ഷോഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവോന്മുഖമായിട്ടുള്ളൊരു മാറ്റം, അതിനെയാണ് പരിവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥത്തിനും കുത്തഴിഞ്ഞ ലൈംഗികതയ്ക്കും ആഭാസത്തരങ്ങൾക്കും വൃത്തികേടുകൾക്കും തല്ല്, കൊലവിളി, അക്രമങ്ങൾ, തീവ്രവാദം, ഭീകരവാദം, മതമൗലികവാദം, മറ്റുള്ളതായിരിക്കുന്ന സകലവിധ ദുശീല ദുർഗുണങ്ങളിലും അടിമപ്പെട്ടു പോയതായിരിക്കുന്ന ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ പരിവർത്തനമുണ്ടാകണം. ധാർഷ്ട്യം, ധിക്കാരം, താൻപോരിമ, അഹന്ത, അഹങ്കാരം, വിമർശനം, വിരോധം, വിദ്വേഷം, വിഭാഗികത. പെറ്റമ്മ പോലും തലേ കൈവച്ച് ഇങ്ങനൊരെണ്ണം എൻ്റെ വയറ്റി വന്ന് പിറന്നല്ലോ ഉടേ തമ്പുരാനെ, ഇവനോട് എന്തു വന്ന് വെച്ചാൽ നീതിയായിട്ട് നീ ചെയ്യണേ എന്ന് പ്രാഗി അലയ്ക്കേണ്ടി വരുന്ന തരത്തിലേക്ക്, സ്വഭാവ ദൂഷ്യത്തിലേക്ക് പോയ ഒരു വ്യക്തി സൗമ്യതയും ശാന്തതയും ശാലീനതയും നൈർമല്യതയും ഉള്ളവനായി മാറണം. അതിനെയാണ് പരിവർത്തനമെന്ന് പറയുന്നത്. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, യേശുവിൻ്റെ രക്തചൊവ്വയുള്ള സുവിശേഷത്തെ പ്രഘോഷിക്കുന്ന കൺവെൻഷൻ. അപ്പോൾ കൺവെൻഷൻ ഫോർ കൺവേർഷൻ എന്നുള്ളതാണ്. അതാണ്
ഈ മുനിയറ കൺവെൻഷൻ്റെ ആത്യന്തിക ലക്ഷ്യങ്ങളിൽ രണ്ടാമത്തേത്. ഇനി മൂന്നാമതൊരു കാര്യം കൂടി പറയാം. കൺവെൻഷൻ എന്തിനാണ്? കൺവെൻഷൻ ഫോർ കൺഫെഷൻ എന്നതാണ്. കൺഫെഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റുപറയുക, അനുതാപഹൃദയത്തോടെ ദൈവമുൻപാകെ കണ്ണുനീരോട് വീണ് കിടക്കുക, ഞാനൊരു പാപിയാണ്, എന്നോട് പൊറുക്കണമേ എന്ന് നിരുപാധികം ഏറ്റുപറയുക. മനുഷ്യൻ്റെ മുമ്പിൽ യാതൊരു വിധത്തിലുള്ളത് ഒരു കൂസലുമില്ലാതെ എന്തുമേതും ചെയ്യുവാനും എന്തുമേതും വെട്ടിപ്പിടിക്കുവാനുമുള്ള ധാർഷ്ട്യത്തോടെ പോകുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം ആധികാരികമായി കേട്ടുകഴിയുമ്പോൾ ഞങ്ങളുടെ പ്രിയ ഗായകർ പാടുന്ന അനുഗ്രഹിത ഗാനത്തിൻ്റെ വരികൾ അവരുടെ ഹൃത്തടത്തിലേക്ക് വന്നു പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മതപനമുണ്ട്, ഒരു അനുതാപമുണ്ട്. ആ അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് വന്നിട്ട് വാട്ട് ഷാൽ ഐ ഡു എന്ന് ദൈവത്തോട് ചോദിക്കുന്നു. ഞാൻ എന്തെങ്കിലും എനിക്കിഷ്ടമുള്ളത് ചെയ്യുകയല്ല, കർത്താവ് ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തത്, അവിടുന്ന് പറയൂ ഇനി അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. അത് അനുതാപഹൃദയത്തിലോട്ട് വന്ന ഒരാൾക്ക് മാത്രമേ അത് പറ്റുകയുള്ളൂ. നിൻ്റെ ദൈക്കതക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ എന്ന് പ്രാർത്ഥിച്ച് ഇസ്രായേലിൻ്റെ മഹാരാജാവായിരിക്കുന്ന ദാവീദിന് ലഭിക്കപ്പെട്ടതായിരിക്കുന്ന ആ ഒരു കൺഫെഷൻ, അതിലേക്ക് ജീവിതങ്ങൾ വരാനിടയാകണം. കുരിശിൻ്റെ ചുവട്ടിലേക്ക് വരണം. കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികൾ കൊണ്ട് വിമോചനം പ്രാപിക്കണം. ഒരിക്കലും മാറത്തില്ലെന്ന് അവകാശം മുഴക്കുന്നതായ പാപത്തിൻ്റെ കഠിനമായ അവസ്ഥയിൽ നിന്ന് വിടുതലുണ്ടാകാൻ കൺഫെഷൻ ആവശ്യമാണ്. ഇനി രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന വ്യക്തികളും ഒരു വേള ജീവിതത്തിൽ പിഴവ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അനുകൂലമായ പരിസ്ഥിതിയുടെ മുമ്പിൽ വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാമിലൂടെ തെന്നെന്ന പായിലടിച്ചവിട്ടി മൂക്കുകുത്തി വീണുപോയി ധാർമ്മിക മൂല്യച്യുതി സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ബന്ധങ്ങളിൽ അവിശ്വസ്തത സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, കൺവെൻഷനിലെ വചനം കേൾക്കുമ്പോൾ ഒരു ഏറ്റുപറച്ചിലുണ്ടാകണം. അതിനുവേണ്ടിയാണ് കൺവെൻഷൻ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? പ്രാർത്ഥനയ്ക്ക് കുറവ് വന്നു, ആരാധനയ്ക്ക് കുറവ് വന്നു, വേദപുസ്തകം വായിക്കുന്നതിനകത്ത് പിന്നോക്കമായി, എല്ലാത്തിനോടും കൂടുതൽ അടുത്തപ്പോൾ വേദപുസ്തകത്തോടും പ്രാർത്ഥനാ മുറിയോടും ആരാധനാ മുറിയോടും അകന്നുപോയി എങ്കിൽ, ബന്ധങ്ങളിൽ അസ്ഥിരത വളർന്നു എങ്കിൽ, ദാമ്പത്യത്തിനകത്ത് അവിശ്വസ്തത വളർന്നു എങ്കിൽ ഒരേറ്റുപറച്ചിൽ അനിവാര്യമാണ്. 26ാമത് കൺവെൻഷനോടെ കേട്ടിട്ടാകാം എന്ന് ചിന്തിച്ചാൽ താങ്കൾക്ക് അബദ്ധം പറ്റും. ഏറ്റുപറയുവാൻ ഇന്ന് തന്നെ അതിന് സമയമെടുത്തുകൊള്ളണം. 26ാമതൊരു കൺവെൻഷൻ ഉണ്ടാകുമെന്ന് മുനിയറ കൺവെൻഷൻ്റെ സംഘാടകർക്ക് ഉറപ്പില്ല. ഇന്ന് പ്രസംഗിച്ച എനിക്കുറപ്പില്ല. ഇന്നലെ പ്രസംഗിച്ച എൻ്റെ സ്നേഹിതൻ സജോ തോണിക്കുഴിക്ക് ഉറപ്പില്ല. നാളെ ഇവിടെ വരാൻ പോകുന്നവർക്കാർക്കും ഉറപ്പില്ല. രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ദൈവസഭ പ്രതീക്ഷിക്കുന്ന ക്രിസ്തുവിൻ്റെ പുനരാഗമനവും നമുക്ക് കർത്താവിൻ്റെ അരികിലേക്കുള്ള സമാഗമനവും. അത് സംഭവിച്ചില്ലെങ്കിൽ വേറൊന്നും സംഭവിക്കാം. നമ്മെ ക്യാപ്റ്റൻ മടക്കി വിളിക്കും ഈ കളിക്കളത്തിൽ നിന്ന്. മതി നിൻ്റെ പരേഡ്, മതി നിൻ്റെ പ്രകടനം, കയറിപ്പോരെ എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ മടക്കി വിളിച്ചാൽ പിന്നിവിടെ നിന്ന് കളിക്കാനാവില്ല. ഒന്നുകിൽ നമ്മൾ മടങ്ങിപ്പോകേണ്ടി വരും, അതല്ലെങ്കിൽ കർത്താവ് മടങ്ങി വന്ന് നമ്മെ ചേർത്ത് കൊണ്ടുപോകും. ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് ഏറ്റുപറച്ചിൽ അടുത്ത വർഷത്തേക്കാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുവാൻ നെഞ്ചുറപ്പുള്ള ഒരുത്തനും ഒരുത്തിയും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഈ കൺവെൻഷൻ്റെ ആത്യന്തികമായ ലക്ഷ്യം കൺഫെഷനാണ്. അത് ഏറ്റെടുത്തുകൊള്ളണം. മൂന്നാമതൊരു ഉദ്ദേശമുണ്ട് നാലാമതൊരു ഉദ്ദേശമുണ്ട്. അതെന്തെന്നറിയാമോ? കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളത്. കൺവെൻഷൻ ഫോർ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ സമർപ്പണം, സവിനയ സമർപ്പണം, വിനീത വിധേയരായി ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം. ആർക്കും കുസാതെ, ആരുടെ മുമ്പിലും തലകുനിക്കാതെ. പപ്പാടെ പണി നോക്കുമപ്പ, മമ്മി നമ്മുടെ കാര്യം നോക്കാമേ, അങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യം നോക്കണ്ട എന്നൊക്കെ പറയുന്ന ധാർഷ്ട്യക്കാരുണ്ട്. ധാർഷ്ട്യത്തിൻ്റെ ദുരാത്മാവ് ബാധിക്കപ്പെട്ട അനവധി ആളുകളുണ്ട്. മനസ്സിലായില്ലേ? നീ നിൻ്റെ കാര്യം നോക്ക് എന്ന് ഭാര്യയോട് ആക്രോശിക്കുന്ന, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, എനിക്കറിയാം എങ്ങനെ ജീവിക്കണം എന്ന് ഭർത്താവിനോട് ആക്രോശിക്കുന്ന ഭാര്യയുണ്ട്. ഇവർക്കൊക്കെ ജീവിതത്തിൽ സമ്പൂർണ്ണമായ ഒരു വിധേയത്വം ഉണ്ടാകണം. അതാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ 4 കാര്യം സാധ്യമാകണമെങ്കിൽ ഉപദേശവർഗം നടത്തുന്ന കൺവെൻഷനിലൂടെ നടക്കത്തുള്ളൂ. അല്ലാതെ ഒന്നും ഇവിടുത്തെ ബോധവൽക്കരണ സെമിനാർ, മോട്ടിവേഷൻ ക്ലാസ്സുകളോടൊന്നും ഈ പറഞ്ഞ 4 കാര്യം നടക്കില്ല. അതിനുവേണ്ടിയാണ് എന്ത് ത്യാഗം സഹിച്ചും ഞങ്ങൾ വർഷാവർഷം ഈ കൂട്ടായ്മ ഇവിടെ കൂട്ടുന്നത്. അതുകൊണ്ട് അതിനോട് പ്രതിബദ്ധതയുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാനൊരു കാര്യം ഉറക്കെ പറയാം. 25 കൊല്ലമായി നടന്നു വരുന്ന ഈ മഹത്തായിരിക്കുന്ന ആത്മീയ സമ്മേളനത്തിന് ദൈവാത്മാവിൻ്റെ നിയോഗത്തോടെ ഞാനൊരു ദൂത് പറയാം. ഒരു വലിയ വിളവെടുപ്പുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ മലമടക്കുകളിൽ, ഈ സമതലങ്ങളിൽ, ഈ കുന്നിൻ്റെ നെറുകയിൽ, ഇടവഴികളിലും പെരുവഴികളിലും ഒക്കെയായിട്ട് ഒരു വലിയ വിളവെടുപ്പ് ദൈവം വെച്ചിട്ടുണ്ട്. അത് അനുഭവിക്കാൻ പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് മാത്രമേ സ്തുതിക്കാൻ കഴിയുകയുള്ളൂ. ഏറിയ കാലങ്ങളായി ഉപവസിച്ച് പ്രാർത്ഥിച്ച് അങ്ങും ഇങ്ങുമൊക്കെയായിട്ട് യോഗങ്ങൾ നടത്തി കവലകളിലും മുക്കവലകളിലും നാൽക്കവലകളിലുമൊക്കെ മഴ നനഞ്ഞോ, തണുപ്പടിച്ചോ, പൊടിക്കാറ്റടിച്ചോ, മഞ്ഞുകൊണ്ടോ ഒക്കെ കവലകളിൽ പ്രസംഗിച്ച്
പ്രസംഗിച്ച ഒത്തിരി ദൈവദാസന്മാർ ഇവിടെ എന്നോടൊപ്പമുണ്ട്. എനിക്കവരെക്കുറിച്ച് അഭിമാനമാണ്. വേദികളിൽ പ്രസംഗിക്കുന്ന കൺവെൻഷൻ പ്രസംഗകരോടല്ല കൂടുതൽ ആദരവ്. അധികം ഓഡിയൻസ് ഒന്നുമില്ലാതെ, ഫീഡ്ബാക്കിൻ്റെ സംവിധാനങ്ങളില്ലാതെ, പാട്ടുകാരുടെ അകമ്പടിയില്ലാതെ, നല്ല പന്തൽ, വെള്ളവിരിപ്പിൻ്റെ പന്തലില്ലാതെ, ഇങ്ങനെ തടിച്ചുകൂടിയ ജനാവലിയില്ലാതെ, കപ്പടാമീശക്കാരും കള്ളുകുടിച്ചിട്ട് എന്തും ചെയ്യാൻ ഒരുമാതിരി പരുവത്തിൽ നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ നിന്ന് നെഞ്ചുറപ്പോടെ സുവിശേഷം പ്രസംഗിക്കുന്ന പരസ്യോഗ ശ്രേഷ്ഠന്മാരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പരസ്യവും കൊണ്ട് 5000 പേരെ നേടിയോ 1000 പേരെ നേടിയോ എന്നൊക്കെയുള്ള വങ്കത്തരത്തിൻ്റെ വല്ലാത്ത ചിന്താഗതികൾ ഈ കാലങ്ങളിൽ വല്ലാതെ വ്യാപകമാകുമ്പോൾ ഞാൻ ഏറ്റവും അധികം ആദരിക്കുന്നതും, ഞാനല്ല കർത്താവ് ആദരിക്കുന്നത്, കവലകളിൽ സുവിശേഷം പ്രസംഗിക്കുന്നവരെയാണ്. 5000ൻ്റെയും 1000ൻ്റെയും ഒക്കെ കണക്ക് നമ്മുടെ തലച്ചോറിനകത്തേക്ക് സാമ്പത്തികത്തിൻ്റെ ദുരാത്മാവ് ബാധിച്ചതിൻ്റെ പരിണിത ഫലമാണ്. ഒരാത്മാവിനെ നേടിയാൽ അത് സർവ്വലോകത്തേക്കാൾ വിലയുള്ളതാണ്. അപ്പോൾ പിന്നെ 5000ൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നതേയില്ല. ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ മതി. മനസ്സിലായില്ലേ? അങ്ങനെ കവലകളിൽ പരസ്യോഗത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒട്ടനവധി കർത്തൃദാസന്മാർ ഇടുക്കി ജില്ലയുടെ പുണ്യമായിട്ടുണ്ട്. എനിക്കവരെ നേരിട്ടറിയാം. ഒരു കാലഘട്ടത്തിൽ അവർക്ക് കിട്ടിയ ദർശനമനുസരിച്ച് ഓരോ ഇടങ്ങളിലും കർത്താവിൻ്റെ വചനം തൊണ്ടകീറി പാടുന്നു. ഈ പറയപ്പെട്ടതായിരിക്കുന്ന ഈ വിദഗ്ധന്മാരായ കലാകാരന്മാരാരും പരസ്യോഗത്തിന്, ഇവർ പരസ്യോഗം നടത്തുന്നതാണ്. എൻ്റെ കുഞ്ഞനുജനാണ് ഫിന്നി, റിതംബാഡ് വായിക്കുന്ന ഫിന്നി പരസ്യോഗത്തിൻ്റെ ഒരു പ്രത്യേക ഉത്സാഹമുള്ള കർത്തൃദാസനാണ്. കേരളത്തിൽ അദ്ദേഹം ഇനി പരസ്യോഗത്തിന് നിൽക്കാൻ ഏതെങ്കിലും കവല ബാക്കിയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ ഈ വാദ്യോപകരണങ്ങൾ അകമ്പടിയൊന്നും ഇല്ലാതെ തന്നെ ഒരൊറ്റയാൻ പട്ടാളമായി നിന്നുകൊണ്ട് കവലയിൽ പരസ്യോഗം നടത്തുന്ന ദൈവദാസന്മാരോട് എനിക്കുള്ള ഏറ്റവും വലിയ ആദരവ് ഞാൻ ഇത്തരുണത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ഈ ഹൈറേഞ്ചിൻ്റെ മണ്ണിൽ കൺവെൻഷനുകൾ നടന്നതിനേക്കാൾ കൂടുതൽ പരസ്യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഈ കൺവെൻഷനിലൂടെ, പരസ്യോഗങ്ങളിലൂടെ, വചനപ്രഘോഷണ ശുശ്രൂഷകളിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ 4 അതിപ്രധാന കാര്യങ്ങളാണ്. അത് ഈ മുനിയറ കൺവെൻഷൻ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒന്നുകൂടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വായിച്ച വാക്യത്തിലേക്ക് നേരെ ഞാൻ പ്രവേശിക്കുകയാണ്. പഠനാർഹമായ നിലയിൽ തഞ്ചമായി നിന്നുകൊണ്ട് ആശയങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പാകി വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് പ്രസംഗിച്ചത് എന്ന് ചോദിച്ചാൽ, തീർച്ചയായും വിഷയം അവരെന്ന് പറഞ്ഞു കൊടുക്കാൻ പരുവത്തിൽ അതിനെ കൃത്യതയോടുകൂടെ, സമഗ്രതയോടുകൂടെ, ക്രമീകൃതമായ നിലയിൽ, സമീകൃതമായി നിങ്ങളിലേക്ക് പകർന്നു തരാൻ ആഗ്രഹിക്കുന്നു. വിഷയം മറന്നു പോകരുത്. ക്രിസ്തുവിൽ ആശ വയ്ക്കുക. അതിൻ്റെ കാരണങ്ങൾ എന്താണ്? അത് സന്ദേശത്തിൻ്റെ 1ാം ഭാഗമാണ്. 2ാം പകുതി എന്ന് പറയുന്നത് നാം ചിന്തിക്കുന്നത് ക്രിസ്തുവിലുള്ള നമ്മുടെ ഏറ്റവും വലിയ ആശ എന്താണ് എന്നാണ്. ഒന്നാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ക്രിസ്തുവിൽ എല്ലാവരും ആശ വയ്ക്കുവാനുള്ള കാരണങ്ങൾ എന്താണ്. 2ാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ക്രിസ്തുവിലുള്ള നമ്മുടെ ഏറ്റവും പ്രധാനമായ ആശ എന്താണ് എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. അശ്രദ്ധകളൊന്നുമില്ലാതെ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവ് വചനം കൊണ്ട് നമ്മെ നിറയ്ക്കാനിടയാകട്ടെ. ക്രിസ്തുവിൽ ആശവച്ചവരായ എന്ന അനുഗ്രഹീതമായിരിക്കുന്നൊരു വാക്യം എഫെസ് ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുക. 1-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യമാണ്. എഫെസ് ലേഖനത്തിൻ്റെ ഒരു പൊതു വിശേഷണ നാമമുണ്ട്. ലേഖനങ്ങളുടെ രാജ്ഞി എന്നാണ് അതിനെ വിളിക്കുക. ലേഖനങ്ങളുടെ രാജ്ഞി, ദ ക്യൂൻ ഓഫ് ദ എപ്പിസ്റ്റൽസ് എന്നറിയപ്പെടുന്നത് എഫെസ് ലേഖനമാണ്. കൂടുതലും ഇവിടെ ദൈവമക്കളാണ് വന്നിട്ടുള്ളത്. രക്ഷാനിർണയം പ്രാപിച്ച് ദൈവകൃപ അനുഭവിച്ച് പുനരാഗമിക്കുന്ന കർത്താവിനോടൊപ്പം സമാഗമിക്കേണ്ടതിന് പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒട്ടനവധി ദൈവമക്കളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അഭിഷക്ത ദൈവദാസന്മാരാണ്, വേദവിദ്യാർത്ഥികളാണ്, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളാണ്, സൺഡേ സ്കൂൾ അധ്യാപകരാണ്, യുവജന പ്രസ്ഥാനങ്ങളുടെ മുഖ്യധാരയിൽ നിൽക്കുന്നവരൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു ആത്മീക വിഷയം അതിൻ്റെ തനിമയോടുകൂടി നൽകുന്നു. അപ്പോൾ തന്നെ പൊതുജനങ്ങൾക്ക് കേൾക്കേണ്ടതും അറിയേണ്ടതും പഠിക്കേണ്ടതുമായ ആലോചനകളെ ദൈവത്തിൻ്റെ ആത്മാവ് യഥോചിതം ഭംഗിയായി നമുക്ക് പകർന്നു തരികയും ചെയ്യും. ഓക്കെ, പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. എഫെസ് ലേഖനത്തിൽ ക്രിസ്തു ദർശനങ്ങൾ 6 കാര്യങ്ങളുണ്ട്. അത് ഞാൻ വഴിയാമണ്ണം പറയുന്നതായിരിക്കും. ക്രിസ്തുവിൽ ആശ വയ്ക്കുവാനുള്ള പ്രധാന കാരണം നമ്മുടെ കർത്താവിൻ്റെ ഔന്നത്യമാണ്, നമ്മുടെ കർത്താവിൻ്റെ ഉത്തുംഗ പ്രതാപമാണ്. വെറുതെ കയറി നമ്മളങ്ങ് ആശിക്കുകയല്ല കർത്താവിനെ. നാം എല്ലാവരും കർത്താവിനെ ആശിക്കേണ്ടതിന് ന്യായമായിരിക്കുന്ന കാരണങ്ങൾ, ഔന്നത്യങ്ങളായി ക്രിസ്തുവിനുണ്ട്. അത് ഓരോന്നും നാം ആഴത്തിൽ ചിന്തിപ്പാനിടയാകും. എന്നാൽ അതിനു മുൻപ് ക്രിസ്തുവിൽ ആശ്രയിക്കണം എല്ലാവരും. എന്തുകൊണ്ട് എന്നുള്ളതിന് പൊതുവായ ചില തത്വങ്ങൾ ഞാൻ പറയുന്നു. പൊതുവായി എൻ്റെ പ്രഭാഷണങ്ങളിലെല്ലാം ഞാൻ അക്കമിട്ട് നിരത്തുന്ന കുറേയേറെ ചിന്തകളുണ്ട്. ഒരുപക്ഷെ യൂട്യൂബിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള സന്ദേശങ്ങൾ അതുണ്ടാകാം. ആവർത്തനം വിരസതയായി വരില്ല. കാരണം ക്രിസ്തുവിനെക്കുറിച്ചുള്ളതാണ് എന്നുള്ളത് കൊണ്ട് കൂടുതൽ അതിന് പ്രകാശമുണ്ടാകാനിടയാകണം. ക്രിസ്തുവിൽ എല്ലാവരും ആശ്രയിക്കണമെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന വെള്ളവിരിപ്പിൻ്റെ കീഴിലിരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും, അതുപോലെ തന്നെ പുറത്ത് ഞങ്ങളെ ശബ്ദപരിധിക്കുള്ള ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളും, താങ്കളുടെ ജാതിയോ മതമോ നിറമോ കുലമോ കുടുംബമോ വർണ്ണമോ വർഗമോ എന്താകട്ടെ, താങ്കളുടെ ദിക്കോ ദേശ
ദേശമോ ഭാഷയോ അതൊന്നും വിഷയമല്ല. താങ്കളുടെ പ്രത്യയശാസ്ത്രം, രാഷ്ട്രീയ മീമാംസ, ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് വേണ്ടി താങ്കൾ ആശ്രയിക്കുന്ന ദൈവമോ ദേവതയോ എന്തുമാകട്ടെ, അതിനുവേണ്ടി താങ്കൾ ചെയ്യുന്ന കർമ്മകാണ്ഡങ്ങൾ എന്തുമാകട്ടെ, അതൊന്നും ഞാൻ ഈ പറയാൻ പോകുന്നതിന് തടസ്സമല്ല. അത് താങ്കൾ കേൾക്കണം നിഷ്പക്ഷമായി. മതത്തിൻ്റെ ഫ്രെയിമിലല്ല, ജനസംഘ ശക്തിയുടെ ഫ്രെയിമിലല്ല, താങ്കൾ പഠിച്ചിട്ടുള്ള പ്രത്യയശാസ്ത്രത്തിൻ്റെ ഫ്രെയിമിലല്ല. സ്വതന്ത്രമായി നിന്നുകൊണ്ട് ഞാൻ പറയുന്ന ഈ വിചാരങ്ങളെ കേൾക്കണം. ക്രിസ്തുവിൽ സകല മനുഷ്യരും ആശ വയ്ക്കണം. മുതലാളിയും തൊഴിലാളിയും ഉടമയും അടിമയും എല്ലാം ക്രിസ്തുവിൽ ആശ വെച്ചെങ്കിലേ പറ്റുകയുള്ളൂ. എന്തുകൊണ്ട് എന്നുള്ളതിന് ന്യായമായ ചില ചിന്തകൾ അക്കമിട്ട് ഞാൻ മുനിയറയിൽ അവതരിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. ഒന്ന്, ക്രിസ്തുവിൽ ആശ വയ്ക്കുവാനുള്ള പ്രഥമ കാരണമെന്ന് പറയുന്നത്, ക്രിസ്തു എന്ന അനുഗ്രഹീതമായ ഔന്നത്യം ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവമല്ല, ക്രിസ്തു ഏക സത്യദൈവമാണ്. എത്ര പേര് സമ്മതിച്ചിട്ടുണ്ട്? എല്ലാവരും കേട്ടോ ഞാൻ പറഞ്ഞ ചിന്ത? പുറകിലൊക്കെ കേൾക്കാമോ? ക്രിസ്തു ദൈവങ്ങളുടെ കൂട്ടത്തിലൊരു ദൈവമല്ല, ക്രിസ്തുവാണ് ഏക സത്യ ദൈവം. അത് അംഗീകരിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പലതും ചിലതും ദൈവങ്ങളാണ്. പക്ഷേ ക്രിസ്തു എന്ന ഏക സത്യ ദൈവം, ആ ദൈവത്തെ നാം ആശ വെച്ചേ പറ്റുകയുള്ളൂ. രണ്ടാമത്തെ ചിന്ത കേൾക്കണം. വിവരണമില്ലാതെ ഞാൻ മുൻപോട്ട് പറഞ്ഞു പോകാം. കാരണം എഫെസ്യ ലേഖനം 6 അധ്യായങ്ങളിലൂടെ എനിക്ക് കയറി ഇറങ്ങേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ഔന്നത്യത്തെ വാക്യത്തിൻ്റെ തെളിവോടുകൂടെ നിരത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് അതിനു മുൻപ് പൊതുവായി ചില വിചാരങ്ങൾ പറയുകയാണ്. രണ്ടാമത്തേത് കേട്ടോണം. കർത്താക്കന്മാരുടെ കൂട്ടത്തിലൊരു കർത്താവല്ല ക്രിസ്തു, ക്രിസ്തുവാണ് ഏക കർത്താവ്. എത്ര പേര് സമ്മതിക്കും? അതുകൊണ്ട് ആശ വെച്ചേ പറ്റുകയുള്ളൂ. ഇന്ന് നിലവിലുള്ള നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ലക്ഷോപലക്ഷം കർത്താക്കന്മാർ ലോകവ്യാപകമായിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ കർത്താവ്, ഒരു സംസ്ഥാനത്തിൻ്റെ കർത്താവ്, ഒരു വകുപ്പിൻ്റെ കർത്താവ്, ഒരു ജാതിയുടെ കർത്താവ്, ഒരു കുലത്തിൻ്റെ കർത്താവ്, ഒരു മതത്തിൻ്റെ കർത്താക്കന്മാർ, അങ്ങനെ ഒട്ടനവധി കർത്താക്കന്മാരുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് പറയാനുള്ളത്, സകല കർത്താക്കന്മാരുടെയും മുഴങ്കൽ മടങ്ങുന്ന ഒരേ ഒരു കർത്താവേ ഉള്ളൂ, സകല നാവും ഏറ്റുപാടുന്ന ഒരേ ഒരു കർത്താവേ ഉള്ളൂ, അത് ക്രിസ്തു മാത്രമാണ്. എത്ര പേർ സമ്മതിക്കുന്നുണ്ട്? ഹല്ലേലൂയ. മൂന്നാമത്തെ ചിന്ത കേട്ടോണം. ക്രിസ്തുവിൽ ആശ്രയിക്കുവാനുള്ള മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, രക്ഷകന്മാരുടെ കൂട്ടത്തിലൊരു രക്ഷകനല്ല ക്രിസ്തു, ക്രിസ്തുവാണ് ഏക രക്ഷകൻ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ചരിത്രബോധമുള്ള എനിക്ക് അങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ ചിലർ എന്നെ നിഷേധിച്ചെന്നിരിക്കാം, അവർ എനിക്കെതിരെ വിമർശനം ഉണ്ടാക്കിയെന്നിരിക്കാം. വേറെ രക്ഷകന്മാർ ആരുമില്ലേ എന്ന് ചോദിക്കാം. രക്ഷകന്മാർ ഒത്തിരി പേരുണ്ട്. പക്ഷേ ക്രിസ്തു എന്ന രക്ഷകന് തുല്യം പറയാൻ വേറൊരു രക്ഷകനില്ല. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് ക്രിസ്തു ചെയ്തത് എന്ന് നാം അറിയണം. അക്ഷരാഭ്യാസമില്ലാത്തവർക്ക് അക്ഷരജ്ഞാനം കൊടുക്കേണ്ടതിന് ഈ വരേണ്യവർഗത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അക്ഷരാധികാരം, കീർത്തനാധികാരം, സാഹിത്യാധികാരം, സംഗീതാധികാരം ഒക്കെ വരേണ്യവർഗത്തിന് മാത്രം, സവർണവർഗത്തിന് മാത്രമേ ഉള്ളൂ. താഴ്ന്ന ആളുകളാരും അക്ഷരം പഠിക്കാൻ പാടില്ല എന്നൊരു തീർപ്പൊരു കണീശം, ഒരു തിട്ടൂരമുണ്ടായിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ സാധാരണക്കാരനെയും കൂടെ അക്ഷരം പഠിപ്പിക്കേണ്ടതിന് വേണ്ടി സാമൂഹ്യ തലത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തിയ വമ്പൻ രക്ഷകന്മാരുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്തും പറമ്പിലും അധ്വാനിച്ചാൽ കിട്ടുന്ന കൂലി വളരെ തുച്ഛമായിരുന്നു. പൊഴിഞ്ഞു വീണ് കിടന്ന നാളികേരമോ അല്ലെങ്കിൽ നാഴിയൂരി അരിയോ നെല്ലോ ഒക്കെ കൊടുത്തുകൊണ്ട് ഇത്രയേ ഉള്ളൂ പൊക്കോ എന്ന് പറഞ്ഞ ആ തമ്പ്രാൻ പറഞ്ഞു വിടുമായിരുന്നു. ഓ തമ്പ്ര ഇത് മതി എന്ന് പറഞ്ഞ് അത് പൊതിഞ്ഞു കെട്ടി വീട്ടിലേക്ക് പോവുകയായിരുന്നു സാധാരണ ഒരുമാതിരി കൂലിപ്പണിക്കാരെല്ലാവരും. പക്ഷേ ആ കൂലിപ്പണിക്കാരൻ തിരിഞ്ഞു നിന്നിട്ട് മുതലാളി വർഗത്തിൻ്റെ കണ്ണിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇത് പോരാ, എൻ്റെ കൂലി ഇത് പോരാ എന്ന് പറഞ്ഞ് അർഹമായിരിക്കുന്ന കൂലി ചോദിച്ചു വാങ്ങുവാൻ ഏത് തൊഴിലാളിയെയും പ്രബുദ്ധരാക്കിയ രക്ഷകന്മാർ ഒത്തിരി പേര് സാമൂഹ്യ തലത്തിലുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ ചരിത്രബോധമുള്ള നമുക്കാർക്കും അതിനെ നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ യേശു ഏകരക്ഷകനാണെന്ന് ഞങ്ങൾ ഉറക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? പാപത്തിൻ്റെ അഗാധ തലങ്ങളിൽ നമ്മെ വിടുവിക്കുവാൻ ഒരൊറ്റ രക്ഷകനെ ഉള്ളത് യേശു മാത്രമാണ്. പാപിയുടെ മേൽ വരേണ്ടിയിരുന്നതായി ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കഠോരമായ ഖഡ്ഗം അവന് പരുക്ക് പറ്റിക്കാതെ ആ ദോഷം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, ക്രൂശായി തൻ്റെ ശരീരത്തിൽ മരണമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മെ വിടുവിച്ച ഒരൊറ്റ രക്ഷകനെ ഉള്ളൂ, അത് ക്രിസ്തു തന്നെയാണ്. ഗത്സമനയും ഗബ്ബദ്ധയും ഗോൽഗോഥയും താണ്ടിക്കൊണ്ട് നമുക്ക് നേടിത്തന്ന ഇത്ര വലിയ രക്ഷയ്ക്ക് ഇത്ര വലിയ താഴ്ച, ഇത്ര വലിയ രക്ഷയ്ക്ക് ഇത്ര വലിയ മരണം, ഇത്ര വലിയ താഴ്ചയ്ക്ക് ഇത്ര വലിയ രക്ഷയ്ക്ക് ഇത്ര വലിയ സഹന ത്യാഗങ്ങൾ അനുഭവിച്ച ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ, അത് സാക്ഷാത് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ ആശയും നമ്മുടെ ആവേശവും നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ പ്രത്യാശയുമായ ക്രിസ്തുവാണ് എന്ന് ഞാൻ പറയുമ്പോൾ ആ കരങ്ങളടിച്ച കർത്താവിൻ്റെ രക്ഷണ്യെ പ്രവർത്തിക്കുന്ന സ്തോത്രം ചെയ്യാൻ, മഹത്വപ്പെടുത്താൻ, ആരാധിക്കാൻ കഴിയുമോ? ഇത്ര വലിയൊരു രക്ഷകൻ, ഇത്ര വലിയൊരു രക്ഷ വേറെ ആരും തന്നിട്ടില്ല. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് എനിക്ക് ഉറക്കെ പറയാനുള്ളത്, യേശു രക്ഷകന്മാരുടെ കൂട്ടത്തിൽ രക്ഷകനല്ല, ഏക രക്ഷകനാണ്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 12-ാമത് വാക്യം നാം വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെ: മറ്റൊരുത്തനിലും രക്ഷയില്ല. മറ്റൊരുത്തനിലെന്ന് പറയുമ്പോൾ ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ ധ്വനിയാണ് അവിടെ. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, പറയാതെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ദൈവമക്കൾ അറിയണം: മറ്റൊരുത്തിയിലും രക്ഷയില്ല.
മറ്റൊരുത്തനിലും ഇല്ലെന്ന് പറയുന്ന പോലെ തന്നെ മറ്റൊരുത്തിയിലും ഇല്ല, മറ്റൊരിടത്തുമില്ല, മറ്റൊന്നിലുമില്ല. രക്ഷകൻ യേശു മാത്രമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് അക്കാര്യം? പ്രൈസ് ദി ലോർഡ്. ഈ അപ്പോസ്തലപ്രവൃത്തി 4:12 വാക്യം എന്ന് പറയുന്നത് പത്രോസിൻ്റെ ഡൊണേഷനോ കോൺട്രിബ്യൂഷനോ അല്ല. ആ വാക്യം പത്രോസ് അങ്ങനെ പറയുന്നത് പഴയ നിയമ പരിജ്ഞാനം ഉണ്ടായിരുന്നത് കൊണ്ട്, പഴയ നിയമ തിരുവെഴുത്തുകളെക്കുറിച്ച് പത്രോസിന് അവബോധമുള്ളത് കൊണ്ട്, ആത്മാവ് പത്രോസിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ആ വാക്യം ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. യെശയ്യാപ്രവചനം 43:11 വാക്യമാണ്, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ വേറൊരു രക്ഷിതാവുമില്ല. പഴയ നിയമത്തിൽ അനുഗ്രഹീത പ്രവാചക വരേണ്യനായിരുന്ന യെശയ്യാവിലൂടെ ആത്മാവ് ഉദ്ബോധിപ്പിച്ച പ്രഖ്യാപനം ചെയ്ത് അതിശക്തമായിരിക്കുന്ന ആ വാക്യത്തിൻ്റെ പുതിയ നിയമ ഭാഷയാണ് അപ്പോസ്തലപ്രവൃത്തി 4:12. അപ്പോൾ പഴയ നിയമത്തിലെ യഹോവ, ഞാനാകുന്നവൻ ഞാനാകുന്നു, യഹോശുവ എന്ന് പറയുന്ന മഹാദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ രക്ഷകൻ. അതാണ് നമ്മുടെ ക്രിസ്തു യേശു. ഹല്ലേലൂയ. യേശു 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 എന്നൊക്കെ പറഞ്ഞ നാമത്തിൻ്റെ വില നമ്മൾ കുറച്ചോ എന്ന് എനിക്കൊരു സംശയം. യഥാർത്ഥത്തിൽ പറയേണ്ടിയിരിക്കുന്ന പ്രയോഗം യഹോശുവ എന്നതാണ്. അതാണ് എബ്രായ നാമം. ആ എബ്രായ നാമത്തിൻ്റെ തനിമയാർന്ന അർത്ഥമാണ് യഹോവ എന്ന് പറയുന്നത്. ആ യഹോവ എന്ന് പറയുന്ന ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന എബ്രായ പ്രയോഗം. മോശയോട് സംസാരിച്ചത് ആ ശബ്ദമാണ്. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയുന്നതിൻ്റെ ചുരുക്കെഴുത്താണ് യഹോവേ. അതാണ് യഹോവ എന്ന് പറയുന്നത്. കരങ്ങൾ ഉയർത്തിയ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ആ യഹോവയാണ് രക്ഷകൻ. ആ യഹോവയാണ് പുതിയ നിയമത്തിലെ ഏക കർത്താവ്, ഏകരക്ഷകൻ എന്ന് പറയുന്നത്. അപ്പം ക്രിസ്തുവിൽ ആശ വയ്ക്കാൻ കാരണം ഏക സത്യദൈവം, ഏക കർത്താവ്, ഏക രക്ഷകൻ. ഇനി കേൾക്കണോ? ഏക ആരാധ്യനാണ് ക്രിസ്തു. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ഏക ആരാധ്യനാണ്. അതുകൊണ്ടാണ് നാം ആശ വയ്ക്കുന്നത്. ഒത്തിരി ആരാധ്യന്മാരുണ്ട്, അതിലൊരു ആരാധ്യനാണ് ക്രിസ്തു എന്ന് ചിന്തിക്കരുത്. ക്രിസ്തുവല്ലാതെ ഒരു ആരാധ്യൻ വേറെ ഇല്ല. സകല ജനത്തിനും ആരാധിക്കുവാനും ആത്മസന്തോഷം പ്രാപിക്കുവാനുമുള്ള ഏക ആരാധ്യൻ ക്രിസ്തുവാണ്. ആകാശത്തെ ആരാധിക്കുന്നവർ, സൂര്യനെ ആരാധിക്കുന്നവർ, ചന്ദ്രനെ ആരാധിക്കുന്നവർ, നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവർ, ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും ആരാധിക്കുന്നവരുണ്ട്. മരിച്ചുപോയവരുടെ പ്രേതാത്മാക്കളെ ആരാധിക്കുന്നവരുണ്ട്. ഭൂതപ്രേത പിശാചുക്കളെ, യക്ഷി ഗന്ധർവന്മാരെ ആരാധിക്കുന്നവരുണ്ട്. മണ്ണിനെ ആരാധിക്കുന്നവരുണ്ട്, പെണ്ണിനെ ആരാധിക്കുന്നവരുണ്ട്, ആണിനെ ആരാധിക്കുന്നവരുണ്ട്. കാട്ടുമൃഗങ്ങളെ ആരാധിക്കുന്നു, നാട്ടുമൃഗങ്ങളെ ആരാധിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങളൊരു കാര്യം ഉറക്കം മുനിയറയോട് വിശേഷിപ്പിക്കുകയാണ്. ഇവയെല്ലാം പടച്ച ഒരുവനുണ്ട്. മനസ്സിലായോ? ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ ഒരുവനുണ്ട്. അത് വേറെ ആരുമല്ല, അത് നമ്മുടെ കർത്താവ് തന്നെയാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവാക്കപ്പെട്ടതാണ് ഇവയെല്ലാം. അതുകൊണ്ട് ഉണ്ടായി വന്നതിനെയോ ഉണ്ടാക്കപ്പെട്ടതിനെയോ അല്ല ആരാധിക്കേണ്ടത്. ഇവയെല്ലാം ഉണ്ടാക്കിയ ഒരുവനുണ്ട്. അവൻ ആരാലും ഉണ്ടായതല്ല, ആരാലും ഉണ്ടാക്കപ്പെട്ടതല്ല. അവൻ ഉണ്മയായവനാണ്. അതുകൊണ്ട് സാക്ഷാൽ പ്രപഞ്ച സൃഷ്ടിതാവായ ക്രിസ്തു മാത്രമാണ് ആരാധ്യൻ. അത് ഞങ്ങൾ ചുമ്മാ വായ്ത്താരി പറയുന്നതല്ല, വേദപുസ്തകത്തിൻ്റെ കനത്ത ചിന്തയാണ്. മത്തായി സുവിശേഷം 4:10 പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. മാത്രമെന്ന പദത്തിനിടയിൽ വരയിട്ട് പഠിക്കണം. വേറെ ഒന്നിനെയും ആരാധിക്കരുത്. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം. 4:10 വാക്യം അങ്ങനെയാണ് പറയുക. മത്തായി 4:10. യൂത്ത്സൊക്കെ മറന്നു പോകരുത്. എവിടെയെങ്കിലുമൊക്കെ ഉപരിപഠനത്തിനോ ഉപജീവനത്തിനോ അല്ലെങ്കിൽ ഒക്കെ പോകുന്ന വഴിക്ക് ആരാധ്യനെ മറന്നു പോകരുത്. വേറെ എന്തെങ്കിലുമൊക്കെ ആരാധിക്കരുത്. കാര്യസാധ്യത്തിന് വേണ്ടി വേറെ ഒരു ഇടപാടിലേക്കും പോകരുത്. ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, ദുരാസമൂഹം ഉയർത്തി നിർത്തിയിരിക്കുന്ന മഹാബിംബത്തെ നമസ്കരിക്കുവാൻ ശക്തമായി രാജാവിൻ്റെ കൽപ്പന, അന്നത്തെ രാജസിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ട കൽപ്പനയാണത്. പക്ഷേ അതിനെ തൃണവൽഗണിച്ചുകൊണ്ട് ചെറുപ്പക്കാരിൽ നിന്ന് പറയുന്നു, ഹേയ്, ഞങ്ങൾക്കിതിനെ ആരാധിച്ചുകൂടാ. വീണ്ടും നെബൂഖദ്നേസർ അവരെ നിർബന്ധിക്കുന്നു, മഹാരാജാവേ, ഞങ്ങൾക്കിതിനെ ആരാധിച്ചുകൂടാ എന്ന് ആവർത്തിച്ചു പറയുന്നു. വീണ്ടും വീണ്ടുമുള്ള നിർബന്ധത്തിന് മുമ്പിൽ മഹാരാജാവേ അങ്ങൂന്നേ എന്നൊക്കെയുള്ള രാജകീയ ഭാഷ മാറ്റിവെച്ചിട്ട് പിള്ളേർ കയറി പറയുന്നൊരു പ്രയോഗമുണ്ട്, അല്ലയോ നെബൂഖദ്നേസറേ. ഓ, രാജാവിൻ്റെ പേര് വിളിക്കാന്ന് പറഞ്ഞ ആപാര ധൈര്യമാ, നെഞ്ചുറപ്പ് ഭയങ്കരമാണ്. അല്ലയോ നെബൂഖദ്നേസറേ, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന ദൈവം ഞങ്ങളെ പീഡിപ്പിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇതിനെ നമസ്കരിക്കയില്ല. ഞങ്ങൾക്കൊരാരാധ്യനുണ്ട്, ഞങ്ങൾ ആ ആരാധ്യനെ മാത്രമേ ആരാധിക്കൂ. ആ കാഴ്ചപ്പാട്, തീവ്രതയും തീഷ്ണതയും ക്രാന്ത ദർശനമുള്ളവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ക്രിസ്തു ആരാധ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു ആരാധ്യനല്ല, ക്രിസ്തു ഏക ആരാധ്യനാണ്. നമ്മുടെയൊക്കെ ഒരു തത്വം എന്ന് പറയുന്നത്, കർത്താവിനെ വിടുവിക്കുകയാണെങ്കിൽ കർത്താവിന് വേണ്ടി ഞാൻ അങ്ങ് നിൽക്കാമെന്ന്. വിടുവിച്ചില്ലല്ലോ. വിടുവിച്ചില്ലെങ്കിൽ വിടുവിക്കാൻ താല്പര്യമുള്ള, വിടുവിക്കാൻ സാധ്യതയുള്ള വേറെ ഏതെങ്കിലും ദൈവങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് ഞങ്ങൾ മാറുമെന്നാണ്. പക്ഷേ പിള്ളേരുടെ വർത്തമാനം കേട്ടോ, വിടുവിച്ചാലും ഇല്ലെങ്കിലും.
ചിലരൊക്കെ പറയാറുണ്ട്, നിങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ അച്ഛനെ ഈ കിടപ്പിൽ നിന്ന് അങ്ങ് എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പള്ളിയിലോട്ട് ഞങ്ങൾ വരുവാൻ. അങ്ങനെ വരണ്ട മാമേ, അങ്ങനെ വരാതിരിക്കുന്നതാണ് നല്ലത്. കർത്താവ് എഴുന്നേൽപ്പിച്ചാൽ വരാം, എഴുന്നേൽപ്പിച്ചില്ലല്ലോ. കർത്താവ് വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ കർത്താവിന് വേണ്ടി എന്ന് പറയണം. കാരണം അത് ആരാധനയുടെ വെളിപ്പാടാണ്, ആരാധനയുടെ വെളിപ്പാടാണ്. ഈ മുഴയെല്ലാം മാറണമെന്നൊന്നുമില്ലെന്ന്, തലവേദനയെല്ലാം മാറണമെന്നൊന്നുമില്ല, ക്യാൻസർ മാറണമെന്നൊന്നുമില്ല. മാറ്റണമെന്ന് ദൈവഹിതമാണ്, മാറ്റിക്കോട്ടെ. മാറിയില്ലെങ്കിലും ഈ കർത്താവിനെ വിട്ടു പോകരുത്. എന്താ അങ്ങനെ പറയാൻ കാരണമെന്നറിയാവോ? നാം പുനരുത്ഥാനം ചെയ്ത് പൊങ്ങി വരുമ്പോൾ ക്യാൻസർ ഇല്ല, ട്യൂമർ ഇല്ല, മുഴയില്ല, ഒരിടപാടുമില്ലാത്ത ഒരു ശരീരമാണ് നമ്മൾ പ്രാപിക്കുക. ഈ വേദനയും ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ. പുനരുത്ഥാനം ചെയ്യുന്ന ശരീരത്തിൽ ഇതില്ല. കാരണം നാം കർത്താവിനെ പോലെയാകും, അവൻ ഇരിക്കും പോലെ നാം ആകും. ആ പ്രത്യാശയുള്ളവർ എത്ര പേരുണ്ടെന്ന് രാത്രിയിൽ? അതുകൊണ്ട് രോഗസൗഖ്യമാകുന്നതോ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതോ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നോ ഒന്നും അല്ല വിഷയം. കർത്താവിനെ പോലെയാകാനുള്ള ആശ. അപ്പൊ ക്രിസ്തുവിനെ നാം ആശിക്കുന്നതിൻ്റെ കാരണമാ പറഞ്ഞത്, ക്രിസ്തു ആരാധ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു ആരാധ്യനല്ല, ഏക ആരാധ്യനാണ്. അടുത്ത ഒരെണ്ണം കൂടെ പറയാം മുനിയറയോട്. ക്രിസ്തുവിനെ നമ്മൾ ആശിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിലൊരു മധ്യസ്ഥനല്ല ക്രിസ്തു, ക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ. ഞാൻ ഈ പറഞ്ഞതിനെല്ലാം ഏക 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 എന്ന പ്രയോഗമുണ്ട്. അതില്ലെങ്കിൽ അതൊക്കെ ശൂന്യമായി പോകും, അതില്ലെങ്കിൽ അത് അർത്ഥപൂർണ്ണമല്ലാതെ വരും. മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിലുള്ള മധ്യസ്ഥനാണ് യേശു എന്ന് പറഞ്ഞിട്ട് യേശുവിനെ ആശിക്കുന്നു, വേറെ പല മധ്യസ്ഥന്മാരെയും ആശിക്കുന്നു. അത് ക്രൈസ്തവീകതയല്ല, അത് ബൈബിളീകമല്ല എന്ന് നാം തിരിച്ചറിയണം. ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, അത് ദൈവത്തിനും നമുക്കുമിടയിൽ തന്നെത്താൻ മറുവിലയായി കൊടുത്ത ഒരേ ഒരുവൻ, അത് ക്രിസ്തു തന്നെ. അതിനെത്ര പേര് ആമേൻ പറയുന്നവരായിരിക്കും? ക്രൈസ്തവ സമൂഹം നിരവധി അനവധി മധ്യസ്ഥന്മാരെ അണിയിച്ചൊരുക്കി നിർത്തിയിട്ടുണ്ട്. അവരോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അവരോട് അഭയാചന കഴിക്കുന്നുണ്ട്. വേദപുസ്തകം അതിന് കുഞ്ഞു വാക്യം കൊണ്ട് പോലും തെളിവ് തരുന്നില്ല. ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ഞങ്ങൾ പെന്തക്കോസ്ത് ഉപദേശവർഗം കവലകളിലും ചർച്ചിലും വീടുകളിലും കൺവെൻഷൻ വേദികളിലുമൊക്കെ ഉറക്കെ പറഞ്ഞു, ക്രിസ്തു മാത്രമാണ് രക്ഷാനായകൻ, ക്രിസ്തു മാത്രമാണ് രക്ഷയുടെ ഏക മാർഗമെന്ന് ഉറക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളെ പരിഹസിച്ചവരും പുച്ഛിച്ചവരും വേറെ പലരെയും ഇവിടെ രക്ഷകന്മാരായിട്ട് സഹരക്ഷകരായിട്ടൊക്കെ കാണിച്ചു. ഈ അടുത്ത കാലത്ത് പോപ്പ് വിളംബരം ചെയ്തു, മറിയയ്ക്ക് പോലും സഹരക്ഷാ പ്രവൃത്തിയില്ല, യേശു മാത്രമാണ് രക്ഷകൻ. അപ്പം ബോധമുണ്ടായി. ഉപദേശമാർ പറഞ്ഞപ്പോൾ അംഗീകരിക്കാത്തവർ പോപ്പ് പറഞ്ഞപ്പോൾ ഇപ്പോൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇനിയും വെളിപ്പാടുകൾ ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥന. വേദപുസ്തക ബൈബിളീകമായ വെളിപ്പാടുകൾ ഉണ്ടാകണം. വേദപുസ്തകത്തെ പൂട്ടി വെച്ചുകൊണ്ട് എന്തെങ്കിലും ആരെങ്കിലും പറയുന്നതിൻ്റെ പിന്നാലെ വെറുതെ വരച്ച്, വെറുതെ നമിച്ച്, വെറുതെ കുമ്പിട്ട് പ്രണമിച്ച് പ്രണയിച്ച് പോകുന്നതിനകത്ത് അർത്ഥമില്ല. വേദപുസ്തകം നമുക്കറിയാവുന്ന ഭാഷയിൽ ലിഖിതമാക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ തത്വങ്ങളെ അനുസരിക്കണം. രക്ഷാമാർഗത്തിന് വേറെ സഹയാത്രികരോ സഹരക്ഷകരോ സഹപ്രവർത്തകരോ ഇല്ല. ഉപമുഖ്യമന്ത്രിയുണ്ട്, ഉപപ്രധാനമന്ത്രിയുണ്ട്, ഉപരക്ഷകൻ, ഉപരക്ഷക എന്ന് പറഞ്ഞൊരു ഇടപാട് വേദപുസ്തകത്തിലില്ല. ഒരൊറ്റ രക്ഷകൻ, ആ രക്ഷകനാണ് ഏക മധ്യസ്ഥൻ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? നമുക്ക് വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത ക്രിസ്തു യേശുവും എന്നല്ല, ക്രിസ്തു യേശു തന്നെ. അതാണ് വേദപുസ്തകം. ആ പുസ്തകത്തെ നമ്മൾ നെഞ്ചോടടുപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഈ പറയപ്പെട്ടതായിരിക്കുന്ന ചിന്തകളെല്ലാം തന്നെ ക്രിസ്തുവിൽ ആശ വയ്ക്കുവാൻ ന്യായമായ കാരണങ്ങളാണ്. ഈ പറഞ്ഞ ചിന്തകൾക്കൊന്നും വാക്യത്തിൻ്റെ അകമ്പടി വേണ്ടല്ലോ. നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. ഏക അവതാരമാണ് ക്രിസ്തു. അവതാരങ്ങളുടെ കൂട്ടത്തിലൊരു അവതാരമല്ല, ഏക അവതാരമാണ് ക്രിസ്തു. അവതാര കഥകൾ നമ്മൾ പഠിച്ചാൽ, അവതാരത്തിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചാൽ തല്ലാനോ കൊല്ലാനോ തകർക്കാനോ പിളർത്താനോ ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ തൻ്റെ ചങ്ക് പിളർന്നിട്ട് നമുക്ക് വേണ്ടി രക്തം ചിന്തുവാൻ, തൻ്റെ ജീവൻ അല്പമായിട്ടല്ല സമൃദ്ധിയായി തരാൻ വേണ്ടി വന്ന ഒരൊറ്റ അവതാരമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് തന്നെയാണ്. അതുകൊണ്ടാണ് നാം അവനിൽ ആശിക്കുന്നത്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? നായകന്മാരുടെ കൂട്ടത്തിലൂടെ നായകനല്ല യേശു, യേശുവാണ് ഏക നായകൻ. യോഗ്യന്മാരുടെ കൂട്ടത്തിലൂടെ യോഗ്യനല്ല യേശു, യേശുവാണ് ഏക യോഗ്യൻ. കണ്ടോ? നാഥന്മാരുടെ കൂട്ടത്തിലൂടെ നാഥനല്ല യേശു, യേശുവാണ് ഏകനാഥൻ എന്നറിയണം. പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഒരു പരിശുദ്ധനല്ല യേശു, യേശുവാണ് ഏക പരിശുദ്ധൻ. ന്യായാധിപന്മാരുടെ കൂട്ടത്തിലൊരു ന്യായാധിപനല്ല യേശു, യേശുവാണ് ഏക ന്യായാധിപൻ. വീണ്ടെടുപ്പുകാരുടെ കൂട്ടത്തിലൊരു വീണ്ടെടുപ്പുകാരനല്ല യേശു, യേശുവാണ് ഏക വീണ്ടെടുപ്പുകാരൻ. സ്വതന്ത്രം പറയാൻ പറ്റുമോ ഈ ചിന്തകൾക്കെല്ലാം? ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ക്രിസ്തുവിനെ ആശിക്കുന്നത്. ഹല്ലേലൂയ. ഈ ചിന്തകൾക്കെല്ലാം കൂടെ ഒന്നിച്ച് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത നമ്മൾ വചനത്തിലേക്ക് തിരിയുകയാണ്. വചനത്തിലേക്ക് തിരിഞ്ഞ് എഫെസ്യ ലേഖനം എന്ന് പറയുന്ന മഹത്തായ ലേഖനത്തിൽ നിന്ന്
6 അധ്യായങ്ങളാണ്. 6 അധ്യായങ്ങളിൽ നിന്ന് ക്രിസ്തുവിൽ ആശ്രയിക്കുവാനുള്ള 6 ന്യായമായ കാരണങ്ങൾ അക്കമിട്ട് ഞാൻ വചനത്തിലൂടെ നിരത്തുകയാണ്. ഇനി വചനത്തിലേക്ക് നമ്മൾ മാറുന്നു. ഇതുവരെ ഞാൻ പൊതുവായി ചിന്തകളാണ് പറഞ്ഞത്, അതിനെല്ലാം വചനത്തിൻ്റെ ആധാരമുണ്ട്. എന്നാൽ എഫെസ്യ ലേഖനം 6 അധ്യായങ്ങൾ നാം ആഴത്തിൽ അന്വേഷിക്കാനായിട്ട് പോകുന്നു. ക്രിസ്തുവിൽ ആശ്രയിക്കുവാനുള്ള 6 ന്യായമായ കാരണങ്ങൾ എന്തൊക്കെയാണ്? വേറെ ആരും ഇല്ലാത്തതായ മഹത്വപൂർണമായ ഔന്നത്യങ്ങൾ ക്രിസ്തുവിലുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. പഠിച്ചുകൊള്ളണം, കുറിച്ചെടുത്തുകൊള്ളണം, റഫറൻസ് ഓർത്തിരിക്കണം. പുസ്തകം കയ്യിലുണ്ടെങ്കിലൊന്ന് തുറന്നു നോക്കിയ വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാനിടയാകണം. വായിക്കേണ്ടതിന് വേണ്ടി കർത്തൃദാസ് ഇവിടെ ഉണ്ടല്ലോ. അപ്പം ചില വാക്യങ്ങളെങ്കിലും അങ്ങോട്ട് കൊടുക്കാതിരുന്നാൽ അതൊരു ബുദ്ധിമോശമാകും. ഓക്കെ, അങ്ങനെയും കൂടെ ഒരു ശബ്ദം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ എഫെസ്യ ലേഖനത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. 6 അധ്യായങ്ങളിൽ നിന്ന് 6 വാക്യങ്ങൾ തരുന്നു. അതിലൊന്നാമത്തെ 6 പദങ്ങൾ, 6 പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചോണം. കുറിക്കുന്ന ചിലരെ ഞാൻ കാണുന്നുണ്ട്, അത് സന്തോഷമാണ്. 6 പ്രയോഗങ്ങൾ കുറിച്ചുകൊള്ളണം. 6 പ്രയോഗങ്ങൾ ഞാൻ ആദ്യമേ പറയാം, ഓരോന്നും വിശദീകരിക്കാം. 1-ാം അധ്യായം ആധിപത്യം വഹിക്കുന്ന ക്രിസ്തു. ആധിപത്യം വഹിക്കുന്ന ക്രിസ്തു എഴുതുന്നവർ എഴുതിക്കോണം. ആധിപത്യം വഹിക്കുന്ന ക്രിസ്തു എന്നുള്ളതാണ് നാം അവനെ ആശിക്കുവാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുവാൻ ആ എന്ന അക്ഷരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് 6 കാര്യങ്ങൾ ആയിൽ തുടങ്ങി ഞാൻ പറയുകയാണ്. 1, ആധിപത്യം വഹിക്കുന്ന ക്രിസ്തു. എന്താണ് വിശദീകരണം? ഞാൻ തരാം. 2-ാമത്തെ സംഗതി എന്ന് പറയുന്നത് അടിസ്ഥാനമായ ക്രിസ്തു, സകലത്തിൻ്റെയും അടിസ്ഥാനമായ ക്രിസ്തു എന്നതാണ്. ഓക്കെ. 3-ാമത്തെ സംഗതി എന്ന് പറയുന്നത് അധിവാസം ചെയ്യുന്ന ക്രിസ്തു, നമ്മിൽ അധിവാസം ചെയ്യുന്ന ക്രിസ്തു. പേടിക്കണ്ട, ഓരോന്നിനും വിശദീകരണം തന്നിട്ടേ ഞാൻ പോവുകയുള്ളൂ. ഓക്കെ. അടുത്തത് 4-ാമത്തേത് അനുഗ്രഹദാതാവായ ക്രിസ്തു എന്നതാണ്. അനുഗ്രഹദാതാവായ ക്രിസ്തു, നമ്മെ അനുഗ്രഹിക്കുവാൻ കരുത്തുള്ള ക്രിസ്തുവിനെ നാം കാണുന്നു 4-ാം അധ്യായം. 5-ാം അധ്യായത്തിൽ അർപ്പണം ചെയ്ത ക്രിസ്തു, നമുക്ക് വേണ്ടി അർപ്പണം ചെയ്ത ക്രിസ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. 6-ാം അധ്യായത്തിൽ അമിത ബലദാതാവായ ക്രിസ്തു, അമിത ബലദാതാവ്, ദ മൈറ്റി പവർ, ദാനമായി നമുക്ക് നൽകുന്ന ക്രിസ്തുവിനെ 6-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. ഓക്കെ, ഈ 6 കാര്യങ്ങളുടെ വിശകലനമാണ് ഇനി തരാൻ പോകുന്നത്. കേട്ടുകൊള്ളണം ആ വാക്യം. 1-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടണം. ഓരോ പദങ്ങളും ശ്രദ്ധിക്കണം, ഓരോ പ്രയോഗങ്ങളും ശ്രദ്ധിക്കണം, അതിൻ്റെ സമുന്നയം ശ്രദ്ധിക്കണം. അതിനകത്ത് നമ്മുടെ കർത്താവ് ആധിപത്യം വഹിക്കുന്നവനാണ്, സകലത്തിൻ്റെ മീതെ അതീശത്വമുള്ള ക്രിസ്തുവാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വായിച്ചു കേൾക്കാൻ നമുക്ക് എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. യെസ്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് അവനെ തലയാക്കി വെച്ചുമിരിക്കുന്നു. 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിന് കൊടുക്കാൻ കഴിയുന്ന വിശേഷണമാണ് പറയുന്നത് ആധിപത്യം വഹിക്കുന്ന ക്രിസ്തു. സ്വത്രം പറഞ്ഞില്ലല്ലോ. ആധിപത്യം, അതീശത്വം ഉണ്ടോ, പരമാധികാരം, സർവാധികാരം, ദ സോവറിൻ ഗോഡ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന അനുഗ്രഹീതമായൊരു തലമാണ് ആ വാക്യം. മറന്നു പോകരുത്. നമ്മുടെ കർത്താവിൻ്റെ കീഴെയാണ് സകലതും, കർത്താവിന് മീതെ ഒന്നുമില്ല. എത്ര പേർക്ക് ബോധ്യമുണ്ടാക്കാര്യം? സകല വാഴ്ചകൾക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും ശക്തിക്കും അത്യന്തം മീതെ ഇരുത്തി. അത്യന്തം മീതെ ഇരുത്തി എന്ന് പറഞ്ഞാൽ തന്നെ ആശയം പൂർണ്ണമാണ്. എന്തെങ്കിലും ഡൗട്ട്സ് നമ്മിൽ വരാതിരിക്കേണ്ടതിന് പൗലോസ് പിന്നെയും പറയുന്നു സകലത്തെയും അവൻ്റെ കാൽ കീഴെയാക്കി. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ആശയത്തിൻ്റെ പൂർണ്ണത നമുക്ക് കിട്ടാൻ വേണ്ടി പറഞ്ഞു ഈ ലോകത്തിൽ മാത്രമല്ല വരാനുള്ളതിലും അവനെ തന്നെ. ഇവിടെ ആധിപത്യം വഹിക്കുന്നവരൊക്കെ 5 കൊല്ലത്തേക്കോ 10 കൊല്ലത്തേക്കോ ഒക്കെ അത് കഴിഞ്ഞ പിന്നെ ഇറങ്ങി പുറപ്പെട്ടേ പറ്റത്തുള്ളൂ. വീണ്ടും ജനത്തിൻ്റെ സമ്മതിദാനാവകാശം ഏറ്റുവാങ്ങേണ്ടതിന് കെഞ്ചണം. 1 വർഷം കൂടെ ഞങ്ങൾക്ക്, 1 പ്രാവശ്യം കൂടെ ഞങ്ങൾക്കെന്ന് പറഞ്ഞ് ജനസമക്ഷം അവരെ യാചിച്ചേ പറ്റുകയുള്ളൂ. പക്ഷേ വരാൻ പോകുന്ന ഒരു ഭരണാധിപൻ സത്യം, ധർമ്മം, ന്യായം, നീതി അടക്കമുള്ള സകല സംഗതികളെയും കോർത്തിണക്കിക്കൊണ്ട് ഈങ്കുലാബില്ലാത്ത പട്ടിണി മരണങ്ങളില്ലാത്ത, ഒരു പെണ്ണും പിഴച്ചു പോകാത്ത, ഒരാണിൻ്റെയും വാരിയലിൻ്റെ ഇടയിൽ അവരെൻ്റെ കത്തി കുരുങ്ങിപ്പോകാത്ത വിധത്തിലുള്ള സമാധാനം
നദി പോലെ ഒഴുകുന്ന ഒരു രാജ്യവസ്ഥിതിയുമായിട്ട് ഒരുവൻ ഇവിടെ വരാൻ പോകുന്നു. അവൻ്റെ പേരാണ് ക്രിസ്തു യേശു. ആധിപത്യം കർത്താവിൻ്റെ കയ്യിൽ വരാൻ പോവുകയാണ്. സകല ശക്തികളും വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വവും അവൻ്റെ കാൽ കീഴയായി മാറും. സകലത്തിനും മീതെ എൻ്റെ കർത്താവ് നിൽക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടി വന്നിട്ടുള്ള ദൈവമക്കൾ അറിയണം, ഭയത്തിൻ്റെ ചിന്തകൾ മാറിപ്പോകണം. എൻ്റെ മീതെ ഏതാണ്ടുണ്ട്. എന്നെ തകർക്കാൻ, എന്നെ ഇല്ലാതെയാക്കാൻ, എൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ, എൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ, എന്നെ ഒറ്റക്കിടപ്പ് കിടത്താൻ വെല്ലുവിളിച്ചെൻ്റെ കൂടെ കൂടുന്ന ചില പോരുകളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, ചില ചൈത്യദോഷങ്ങളുണ്ട്, ആവാഹന ശക്തികൾ എൻ്റെ നേരെ പാഞ്ഞെടുക്കുന്നുണ്ടെന്നൊക്കെയുള്ള വിറയലും പേടിയും ഇന്ന് രാത്രിയിൽ ചുരുട്ടിക്കെടുത്ത് കളഞ്ഞിട്ട് പോകണം. കാരണം കർത്താവ് സകലത്തിനും മീതെ ദൈവമാണ്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് ഈ രാത്രിയിൽ? ഹല്ലേലൂയ. തച്ചന് കുത്തിയിരുന്ന ദുർമന്ത്രവാദി ചെയ്യുന്ന ദുർമന്ത്രവാദ പോരുകളും അവൻ ആവാഹിച്ചു വിടുന്ന ചില ദുഷ്ടവ്യാപാര ശക്തികളും നമ്മുടെ പറമ്പിനും നമ്മുടെ വീടിനും നമ്മുടെ തലമുറയ്ക്കും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ശുശ്രൂഷയ്ക്കും നമ്മുടെ ലക്ഷ്യത്തിനും കേടുവരുത്തുവാൻ പരമാവധി പരിശ്രമിക്കുമ്പോൾ ഈ വാക്യത്തിൻ്റെ അന്തരാത്മാവിനെ അകത്തെടുത്തുകൊണ്ട് ആത്മനിറവോടെ ശാസിക്കാൻ കഴിയുന്ന കുറെ ദൈവമക്കൾ ദേശത്തുണ്ടായേ പറ്റുകയുള്ളൂ. ശത്രുവിനെ പേടിച്ച് ഉൾവലിഞ്ഞു പോകുന്നവരായിട്ടല്ല. മന്ത്രവാദിയുടെ അക്ഷരക്കൂട്ടുകളും അവൻ്റെ മന്ത്രോച്ചാരണത്തിൻ്റെ ശക്തിയെയും ഒന്നും നമ്മൾ പുകഴ്ത്തി പറയേണ്ട കാര്യമില്ല. ദുഷ്ടശക്തിയായി ലൂസിഫറും അവൻ്റെ അനുയായികളും കൂടെ ഒരുക്കുന്ന ഒരു കുതന്ത്രങ്ങളും രക്ഷാനിർണയം പ്രാപിച്ച് ദൈവശക്തിയിൽ നിൽക്കുന്ന ഒരു ദൈവവൈതനെ ബാധിക്കയില്ല എന്ന് ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് പറയുമ്പോൾ അത് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. നമ്മുടെ ആ ആത്മീക ശുശ്രൂഷയെ വാടിക്കരിയിച്ച് ഒരുമാതിരി വല്ലാത്ത പരുവമാക്കി ഇനി ഒന്നിനും കൊള്ളാത്ത തലത്തിലേക്ക് നമ്മളെ ചാണ്ടി പോലെ വലിച്ചെറിയാൻ ശ്രമിക്കുന്ന ചില പോരുകളോട് പറയാം, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ കർത്താവ് സർവ്വത്തിനും മീതെ ദൈവമാണ്. വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവരെ കർത്താവിനെ സ്തുതിക്ക്. ഈ രണ്ടാമത് രാത്രി മുനിയറയിൽ രണ്ടാമത് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടണം. ചില ക്ഷീണിച്ചു പോയ അവസ്ഥകളും ചിലർ ഉദ്ധരിക്കപ്പെട്ടേ പറ്റത്തുള്ളൂ. ചില അവകാശവാദങ്ങൾ നേടിയെടുത്തേ പറ്റുകയുള്ളൂ. ലഭിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച പലതും കയ്യിൽ കിട്ടാതെ അകലത്ത് മാറി നിന്ന് നമ്മളെ പല്ലിളിച്ച് കാട്ടുമ്പോൾ ഇന്ന് രാത്രി അതിനെ പ്രാപിച്ചെടുക്കാൻ കഴിയണം. ഇറങ്ങിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന വെളിപ്പാടിൻ്റെ പ്രകാശം എവിടെയോ അണഞ്ഞു പോയില്ലേ? പ്രവചനത്തിൻ്റെ ദൂതുകൾ പറഞ്ഞിരുന്നില്ലേ? ശക്തമായ പ്രഭാഷണത്തിൻ്റെ ചടുലമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇന്ന് അണഞ്ഞിട്ട് ഒരുമാതിരി കരിന്തിരി കത്തുന്നത് പോലെയാണെങ്കിൽ ചിലതിനെ പ്രജ്വലിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന്. ഇതുവരെ നല്ല പ്രസംഗം താങ്കൾ ചെയ്തിട്ടില്ല ദൈവദാസനെ, ഏറ്റവും നല്ലതിന് വരാനിരിക്കുന്നതേ ഉള്ളൂ, ഏറ്റവും നല്ല താങ്കൾ ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഏറ്റെടുത്ത് ദൈവത്തിന്റെ നാമത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കേ. ശക്തമായി ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ശരീരങ്ങളിൽ ബാധിച്ച് നിൽക്കുന്ന ഒളിഞ്ഞും തെളിഞ്ഞു നിൽക്കുന്ന ചില ദുഷ്ടവ്യാപാരങ്ങൾ, അന്ധകാരത്തിന്റെ ചില പോരുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറേണ്ടതിന്, നാഡീ ഞരമ്പുകൾ, അസ്ഥി വ്യൂഹങ്ങൾ, മാംസപേശികളിൽ വ്യാപരിച്ച് നിന്ന് അവകാശം പറയുന്ന ചില രോഗബന്ധനങ്ങൾ വേരോടെ പിഴുതു മാറേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ പന്തലിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വളരെ വിദൂരതയിൽ നിന്നെ ലക്ഷ്യമാക്കി പാഞ്ഞെടുക്കുന്ന ചില ദുഷ്ടപോരുകളുണ്ട്. തകർത്ത് കളയേണ്ടതിന്, വീട്ടുമുറ്റത്തൊരു നീലപ്പടുത വലിച്ചു കെട്ടി നിന്നെ അതിനകത്ത് വെള്ള പുതച്ച് കിടത്തേണ്ടതിന് പരിശ്രമിക്കുന്ന ചില ദുഷ്ടവ്യാപാരങ്ങൾ. മമ്മി, താങ്കൾ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ കുഞ്ഞിന്റെ മരണം നീ കാണേണ്ടതിന്, പപ്പ താങ്കൾ ആരോഗ്യത്തോടിരിക്കുമ്പോൾ നിന്റെ മകന്റെ മരണം കാണേണ്ടതിന് കരുക്കൾ കൂട്ടിവെച്ചിട്ട് അതിനുവേണ്ടി ക്രമീകരിക്കുന്ന ചില പദ്ധതികൾ അതതിന്റെ നിറവിലേക്ക് വരാൻ തുടങ്ങുന്നു. ഇന്ന് രാത്രി എൻ്റെ കർത്താവിന്റെ കരം അതിനെ തട്ടി മാറ്റുകയാണ്. വരേണ്ടിയിരിക്കുന്ന ചില ദുഷ്ടമായ വ്യാപാരങ്ങളെ, നിന്റെ വീട്ടിനകത്തെ ചില ദുരന്തങ്ങളെ സർവത്തിനും മീതെ വ്യാപരിക്കുന്ന എന്റെ കർത്താവ് തട്ടി മാറ്റുകയോ. യെസ് യെസ് യെസ്, ആരാധിച്ചു. ഒരു വലിയ വിടുതൽ ഇന്ന് രാത്രി വ്യാപരിക്കപ്പെടും. തീർച്ചയാണ്. വെറുതെ വാഗ്ദോരണയല്ല, വെറുതെ വാക്കുകളുടെ അതിപ്രസരമല്ല, അനുഭവത്തിലൂടെ ശക്തി പ്രാപിച്ച മടങ്ങാവൂ. Oh, we praise you, God. We praise you, God. We praise you, God. We praise you, God. Hallelujah. Hallelujah. കണ്ടോ, 1-ാം അധ്യായത്തിൽ പറയുന്നത് സർവ്വത്തിനും മീതെ ആധിപത്യമുള്ള കർത്താവ്. ദൈവമക്കൾ ശ്രദ്ധിച്ച് 1-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യത്തോട് ചേർത്ത് വെച്ച് ഒട്ടിക്കേണ്ട ഒരു വാക്യം കൂടെ ഞാൻ പറയട്ടെ. റോമാലേഖനം 9:5 വാക്യം. എൻ്റെ പ്രഭാഷണത്തിൽ എവിടാണെങ്കിലും, അത് വിരുന്ന് വീട്ടിലാണെങ്കിലും, മരണ വീട്ടിലാണെങ്കിലും, വിലാപ വീട്ടിലാണെങ്കിലും മറക്കാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു വാക്യമാണ്. ചില വാക്യങ്ങളുണ്ട്, അതിലൊന്നാണ് റോമർ 9:5. മറക്കരുത്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളടക്കം, നേഴ്സറി പഠിക്കുന്ന കുഞ്ഞുങ്ങളടക്കം ശ്രദ്ധിച്ചോണം മോനെ. റോമർ 9:5 മറക്കരുത്.
മനസ്സിലായില്ലേ? ആ വാക്യത്തിൻ്റെ ആധികാരികത അത്ര ഗംഭീരമാണ്. റോമർ 9:5 അറിയാവുന്ന ദൈവമക്കൾ ആരുണ്ട്? എടുക്കാതെ മനസ്സിലേക്ക് ആ വാക്യം വന്നോ? എന്താ പറയുന്നത്? അവൻ സർവ്വത്തിനും മീതെ ദൈവമാണ്. യേശുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ സർവ്വത്തിനും അത് തന്നെയാണ് എഫേസ്യർ 1:22 പറഞ്ഞത്. അവനെ സർവവും അവൻ്റെ കാൽ കീഴയാക്കി വെച്ചിട്ട് സർവത്തിനും മീതെ അവനെ തലയാക്കി. ആ സർവം എന്ന പദം എടുത്തു വെച്ചിരിക്കുന്ന വേറൊരു വാക്യമാണ് ഞാൻ പറഞ്ഞത്. റോമർ 9:5 പറയുകയാണ്, അവൻ സർവത്തിനും മീതെ ദൈവമാണ്. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? യേശു ദൈവമാണ്, പക്ഷേ സാധാ ദൈവമല്ല. മനുഷ്യൻ കുത്തിയിരുന്ന് തച്ചിന് പണിതുണ്ടാക്കിയൊരു ദൈവമല്ല. കണ്ടില്ലേ? സാധാ ദൈവമല്ല, അവൻ സർവത്തിനും മീതെ ദൈവമാണ്. യേശുവിനെ കുറിച്ചുള്ള ആ ക്രിസ്തു പരിജ്ഞാനം ആകത്ത് കയറുന്നവന് മാത്രമേ പേടി വിറയലൊന്നും ഇല്ലാതെ മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കെലികലിക്കുന്ന കുന്തങ്ങളും വെട്ടിത്തിളങ്ങുന്ന വായ്ത്തലികളുടെ വാളുകളും പാതയോരങ്ങളിലെ പതിയിരിപ്പുകളും നമ്മളെ ഒതുക്കുമെന്ന് ആക്രോശിക്കുന്ന ചില ആക്രന്ദനങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ തൻ്റെ അടുത്തോടെ നെഞ്ചു വിരിച്ച് രണാങ്കണത്തിൽ നിൽക്കാൻ കഴിയണമെങ്കിൽ റോമർ 9:5 ഹൃത്തടത്തിലേക്ക് പാകി വെക്കണം. എൻ്റെ കർത്താവ് സർവത്തിനും മീതെ. സർവത്തിനും മീതെ എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾക്കും മീതെ. രാത്രി ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപനം ചെയ്യട്ടെ, ഇപ്പോൾ അനുഭവിക്കുന്ന സകല സാമ്പത്തിക പ്രതിസന്ധികൾക്കും മീതെ ദൈവമാകർത്ത. മനസ്സിലായില്ലേ? ശരീരത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ക്യാൻസറിൻ്റെ ചില രോഗബന്ധനങ്ങളില്ലേ, കീമോ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്ന ആ കീമോ ചെയ്യുന്നതിന് പകരം ആ ക്യാൻസറിനൊരു വലിയ പരിഹാരമാണ് റോമർ 9:5. ക്യാൻസറിന് മീതെ ദൈവമാണ് നമ്മുടെ കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ട്യൂമറിന് മീതെ ദൈവമാണ്. യൂട്രസിൻ്റെ പ്രോബ്ലം ഇല്ലേ, അതിനിയും വേരോടെ പിഴുത് കളഞ്ഞേ പറ്റുള്ളൂ. യൂട്രസ് തന്നെ വെട്ടി മാറ്റിയേ പറ്റുള്ളൂ എന്നൊക്കെ വൈദ്യശാസ്ത്രം പറയുമ്പം ഒപ്പിട്ട് കൊടുക്കാൻ നമ്മളങ്ങ് ധൃതി കാണിക്കുക. ഒപ്പിട്ട് കൊടുക്കാൻ വെട്ടി കയറേ, ഇനിയിപ്പം വെച്ചിട്ട് കാര്യമില്ലല്ലോ, വെട്ടി കളഞ്ഞേരെന്ന് നമ്മൾ പറയുക. പക്ഷേ വെട്ടി മാറ്റാനുള്ള കത്രിക ഏതാണെന്നറിയാമോ? ഡോക്ടറുടെ കയ്യിലെ മൂർച്ചയുള്ള കത്രികയല്ല, വൈദ്യശാസ്ത്രത്തിൻ്റെ കത്രികയല്ല. റോമർ 9:5 കൊണ്ട് നീ അതിനെ കൈകാര്യം ചെയ്യണം. സർവത്തിനും മീതെ, ഞാൻ അനുഭവിക്കുന്ന എൻ്റെ വ്യതകൾക്ക് മീതെ ദൈവമാണ് എൻ്റെ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. ഹാർട്ടിൻ്റെ വാൽവിൻ്റെ പ്രതിസന്ധിക്ക് മീതെ, ഓ ഹല്ലേലൂയ, കിഡ്നിയുടെ പ്രതിസന്ധിക്ക് മീതെ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ വീട്ടിൽ സൗഖ്യം നടക്കുമെന്ന്. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ വചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ മതി. മകനിലോ മകളിലോ മാതാപിതാക്കളിലോ വ്യാപരിക്കുന്ന ചില രോഗബന്ധനങ്ങൾ അവിടെ അഴിഞ്ഞു മാറുമെന്ന്. അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനം ഈ മുനിയറ പന്തലിനകത്തുനിന്ന് വിവിധ ഇടങ്ങളിലേക്ക് ദൂരങ്ങളിലേക്ക് വ്യാപരിക്കും. വിഷമത്തോടെ ആയിരിക്കാം ഇന്ന് രാത്രി ഇവിടെ വന്നത്. മടങ്ങി ചെല്ലുമ്പോൾ ഒരു വിടുതൽ കണ്ട് സന്തോഷിപ്പാൻ ഇടയായി തീരുമെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വാസത്തോടെ സ്തോത്രം പറയാൻ കഴിയുന്നവരെടുക്കട്ടെ ആ ആരാധന, ആ മഹത്വം. ഹല്ലേലൂയ, യെസ്. റോമർ 9:5 മറന്നുകൊണ്ട് ക്രിസ്തു ജീവിതം നയിക്കല്ലേ. നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരുമാതിരി പാപ്പരത്വമുണ്ട്, അതിലേക്ക് നമ്മളെ തള്ളിയിടാൻ ശ്രമിക്കുന്ന പോരാട്ടങ്ങളുണ്ട്. റോമർ 9:5 കൊണ്ട് അതിന് വെട്ടണം. മനസ്സിലായോ? അപ്പം എഫേസ്യർ 1:20 മുതൽ 23 വരെയുള്ള വാക്യത്തോട് ചേർത്ത് വയ്ക്കണം. റോമർ 9:5. പഴയ നിയമത്തിലൊരു വാക്യം തരട്ടെ, പഴയ നിയമത്തിലെ വാക്യം മറന്നു പോകരുത്. 1 ദിനവൃത്താന്തം 16:25 വാക്യം. 1 ദിനവൃത്താന്തം 16:25. അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ സകല ദേവന്മാർക്കും മീതെ ഭയപ്പെടാൻ യോഗ്യനാണ്. ഭയപ്പെടാൻ ഭയങ്കരനാണ്. ആർക്കും മീതെ? ആർക്കും മീതെ? സർവ്വദേവന്മാർക്കും മീതെ. മുനിയറ എൻ്റേതാണ്, മുനി അറ എൻ്റേതാണ്, ഇവിടുത്തെ കുന്ന് എൻ്റേതാണ്, ഇവിടുത്തെ താഴ്വര എൻ്റേതാണ്, ഇവിടുത്തെ വളവ് എൻ്റേതാണ്, ഇവിടുത്തെ സമതലം എൻ്റേതാണെന്ന് അവകാശപ്പെടുന്ന ദേശാധിപതിയും ദുഷ്ടമൂർത്തികളും ഉണ്ട്. പക്ഷെ വചനം പറയുന്നു അതിന് മീതെയാണ് കർത്താവ്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വചനം കൊണ്ട് അങ്ങോട്ട് കൈകാര്യം ചെയ്ത സന്തോഷത്തിൻ്റെ ആത്മാവിലങ്ങ് ജീവിക്കണം. നിരാശയോടെ ജീവിക്കരുത്, എന്തിനൊന്നും ഭയന്ന് ജീവിക്കരുത്. സർവ്വദേവന്മാർക്കും മീതെ ഭയപ്പെടാൻ യോഗ്യനായ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവെന്ന് അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അപ്പം ഇവിടെ എല്ലാം സർവം 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 എന്ന പ്രയോഗമുണ്ട്. അതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് വാക്യങ്ങളെ ഞാൻ കോർത്തിണക്കുന്ന 1 ദിനവൃത്താന്തം 16:25 മറക്കരുത്. ഓക്കെ, അപ്പോൾ 1-ാം അധ്യായം ആധിപത്യം വഹിക്കുന്ന ക്രിസ്തു എന്ന് മാത്രമേ ആയുള്ളൂ. ഇനിയും കിടക്കുകയാണ് ബാക്കി 5 അധ്യായങ്ങൾ. 2-ാം അധ്യായത്തിലേക്ക് വന്നേ. 2-ാം അധ്യായം വായിച്ചേ. 2-ാം അധ്യായം അതിൻ്റെ 22-ാമത് വാക്യം. എഫെസ്യ ലേഖനം 2:22. ക്രിസ്തു ആരാണ്? അടിസ്ഥാനമായ ക്രിസ്തു. യെസ്. അവനിൽ നിങ്ങളിലും ദൈവത്തിന്റെ നിവാസമാകേണ്ടത്, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ പണിതു വരുന്നു. കണ്ടോ? അവനിൽ നിങ്ങളെയും, നമ്മളെ ഓരോരുത്തരെയും. അവനിൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആരെ കുറിച്ചാണെന്നറിയാവോ? ക്രിസ്തുവിനെ കുറിച്ച്. മലയാള ഭാഷയുടെ ഒരു വൈകല്യമാണ് യേശുവിനെ അവനെന്ന് ഇവനെന്നും ഒക്കെ പറയുന്നത്. എഫെസ്യ ലേഖനത്തിനകത്ത് അങ്ങനെ ഒരു ഭയങ്കര ഗതികേടുണ്ട്. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിനകത്തേ ഉള്ള ഗതികേട്, മൂലകൃതിയിലൊന്നും അങ്ങനെയില്ല.
പിതാവാം ദൈവത്തെക്കുറിച്ചും അവനെന്ന് പറയുന്നുണ്ട്. അവൻ്റെ വിളിയാലുള്ള ആശ. ആ അവനെന്ന് പറയുന്ന ആരാ? പിതാവാം ദൈവമാണ്. അവൻ്റെ ശക്തിയുടെ വല്ലഭത്വം, അതാരുടെ? പരിശുദ്ധാത്മാവ്. അവനിലിരിക്കേണ്ടതിനും, ആരില്ല? യേശുവിലിരിക്കേണ്ടതിനും. അപ്പം പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ അവനെന്നും ഇവനെന്നും വിളിക്കുന്ന മലയാളിയുടെ ആ ഒരു മാതിരി വല്ലായ്മ സമ്മതിച്ചു കൊടുത്തേ പറ്റും. നമ്മളെ ആരും ഇതിന് തിരുത്തിയൊന്നുമില്ല. പണ്ട് മുതലേ ഉപദേശിമാരും ഇങ്ങനെ പറഞ്ഞു വന്നു, നമ്മളത് കേട്ട് പഠിച്ചു വന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലും നമ്മൾ തിരുത്തുന്നില്ല. അവരും പ്രാർത്ഥിക്കുമ്പോൾ അവനെന്നും ഇവനെന്നും അവൻ്റെ എന്നും ഇവൻ്റെ എന്നും നിൻ്റെ ശക്തിയുടെ നിൻ്റെ ദാസനെ നീ തന്നെ ഉപയോഗിക്കണേ എന്നൊക്കെയാണ് പറയുന്നത്. ഓ, എന്തൊരു മൗനം! സമ്മതിച്ചോ? ഞാൻ പറഞ്ഞേ, പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കുഴപ്പം. പാട്ട് പാടുമ്പോഴും ഇതാണ്, നീ മാത്രം മതിയെന്നും പറഞ്ഞ് വിറങ്ങലിച്ചൊരു നിപ്പ് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ശ്വാസം വിലങ്ങിയ പോലെ. നീ മാത്രം മതിയെന്ന്. ആരെയും നീ എന്ന് വിളിക്കുന്നത്? സർവ്വത്തിനും മീതെ ദൈവമായവനെയാണ്. അതാ മലയാളിയുടെ പൊരുത്തക്കേട്. നമ്മുടെ അയൽവാസി ഉണ്ടല്ലോ, തമിഴ്നാട്ടുകാരൻ, അദ്ദേഹം അങ്ങനെ പറയത്തില്ല. അവർ പ്രാർത്ഥിക്കും, അപ്പാ ആണ്ടവരേ യേശു സ്വാമി എന്നൊക്കെ അവർ ഒറ്റ വിളി വിളിച്ചാൽ സ്വർഗം ഇറങ്ങും താഴോട്ട്. അതിനപ്പുറത്ത് ഹിന്ദിക്കാരുണ്ട്, മെര ഖുദാവന്ത്, മെര പരമേശ്വർ, മെര പ്രഭു എന്നൊക്കെ ഒരു വിളി വിളിച്ചാൽ സ്വർഗം മൊത്തം ഇറങ്ങും. അന്നേരം മലയാളി 4 ദിവസത്തെ കൺവെൻഷൻ ഇവിടെ ഇരുന്നുണ്ട്, നീ എന്നും നിൻ്റെ എന്നും അവൻ്റെ എന്നും അവൻ്റെ കൃപ നിൻ്റെ ദാസനെ നീ തന്നെ മൈക്ക്. പിന്നെ കർത്താവ് മൈക്കുകാരനല്ലേ? നീ 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 നിൻ്റെ നിൻ്റെ. അപ്പോൾ കർത്താവ് ദൂതന്മാരോട് എവിടുന്നാ? മുനേറേന്നാ, ഷട്ടർ അങ്ങിട്ടേക്കാൻ പറയും. കാരണം ഇത് കേട്ടോണ്ട് നിൽക്കണ്ടേ 4 ദിവസം പകലും രാത്രിയിലും നീയും നിൻ്റെ എന്നൊക്കെ. ഇതിന് മാറ്റം വരുത്തിയേ പറ്റുള്ളൂ. പഴയ ഇംഗ്ലീഷ് ബൈബിൾ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, ദീ ദൈ ദൗ. ദീ ദൈ ദൗ എന്ന് പറഞ്ഞാൽ അങ്ങ്, അവിടുന്ന്, അവിടുത്തോട് എന്നാണ് ആ പ്രയോഗം. അത് പ്രയോഗിക്കാൻ നമുക്ക് പറ്റണം. നീ നിൻ്റെയൊക്കെ അത്ര വലിയ ഗുരുതരമായ പ്രശ്നമാണെന്ന് ചിലരെന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു. അങ്ങനെ പറയുന്നു, വലിയ കുഴപ്പമാണോ ഇല്ലയോ എന്നറിയാൻ ഇന്ന് രാത്രി ഒരു പരീക്ഷണം ഞാൻ പറയാം. കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ, മോനെ പപ്പായെ നീ വായിച്ച പത്രം എന്തിയെന്ന് ചോദിക്കണേ. മമ്മിയെ നീ എൻ്റെ ഫോൺ എടുത്തായിരുന്നില്ല, എവിടെ കൊണ്ട് വെച്ചെന്ന് ചോദിക്കാവോ? മക്കളെ, അടിയുടെ പെരുന്നാളായിരിക്കും. പിന്നെ പപ്പയും മമ്മയൊക്കെ ആയതുകൊണ്ട് ക്ഷമിച്ചെന്നിരിക്കും. കൺവെൻഷൻ കഴിഞ്ഞ് ഇവിടെ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഇവിടുത്തെ സ്ഥലം SI റോഡിൽ നിൽക്കുക, നീ എന്നെ രാത്രി ഇവിടെ നിൽക്കുന്നത് ചോദിക്കാവോ? വിവരം അറിയും. സംഘാടകർ പിന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി വരും. അപ്പോൾ ഈ നീ നിൻ്റെയൊക്കെ എവിടെ ഉപയോഗിക്കണം നമുക്ക് നല്ല ബോധമുണ്ട്. പ്രാർത്ഥിക്കാൻ വരുമ്പോൾ മാത്രം ഈ ബോധമില്ല. പാട്ടിനകത്തും ഈ ബോധമില്ല. പാട്ടിനകത്ത് മൊത്തം നീയും നിൻ്റെയൊക്കെ ആയിട്ടുണ്ട്. പാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എഴുതിയ പുള്ളി അങ്ങനെ എഴുതിയതുകൊണ്ട്. എനിക്കിഷ്ടമുള്ളൊരു പാട്ടുണ്ട്, ഏതാ? എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി. ആ 2 വരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത വരി, നിൻ്റെ പേരിൽ ഞാൻ കണ്ടോ തരികട ദിത്തയിന്ന് താഴെ പോയി. ആദ്യത്തെ ആ ഒരു ആദരവും ബഹുമാനവും എല്ലാം പോയി. അങ്ങനെയാണ് പല പാട്ടുകളിലും. ഓക്കെ, പല പാട്ടുകളിലും, മിക്ക പാട്ടുകളിലും അങ്ങനെയൊക്കെ തന്നെ. അപ്പം ദൈവത്തെക്കുറിച്ചുള്ളൊരു സംബോധന, പ്രത്യേകിച്ച് സർവ്വത്തിനും മീതെ ദൈവമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു സംബോധന കേട്ടോ. അവനിൽ നിങ്ങളെയും, അവിടെ അവനെന്ന് പറഞ്ഞ ക്രിസ്തുവിൽ നിങ്ങളെയും ആത്മാവിനാൽ ദൈവത്തിന് നിവാസമാകേണ്ടതിന് പണിത് വരുന്നു. അപ്പം നാം ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് ക്രിസ്തുവിൽ അടിസ്ഥാനം എന്നുള്ളത്? ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിൽ അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമായി പോകും. കാറ്റൂറ്റമായി അടിക്കുമ്പോൾ വീണുപോകും, വഴുതിപ്പോകും, പിഴുതുപോകും. അത് വരാതിരിക്കേണ്ടതിന് നമ്മുടെ അടിസ്ഥാനം എവിടെയായിരിക്കണം? ക്രിസ്തുവിൽ ആയിരിക്കണം. എത്ര പേർക്ക് ഉറപ്പുണ്ട്? കുഞ്ഞുങ്ങൾക്ക് ഉറപ്പുണ്ടോ? മക്കളെ, ക്രിസ്തുവിൽ. ഇവിടുത്തെ ദാർശനിക പ്രബോധനങ്ങളിലോ, ഇവിടുത്തെ വേദചിന്തകളിലോ, ഇവിടുത്തെ മതബോധനങ്ങളിലോ, ഇവിടുത്തെ രാഷ്ട്രീയ നിലപാടുകളിലോ ഒക്കെ ആശ്രയം വെച്ച് മുൻപോട്ട് പോയാൽ ഇതെല്ലാം ഇല്ലാതെയായി പോകുന്നതാണ്, ഛിന്ന ഭിന്നമായി പോകുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? അതിലൊന്നുമല്ല നമ്മുടെ ആശ്രയം ഉണ്ടാകേണ്ടതിന്. മുമ്പുണ്ടായിരുന്ന പല രാഷ്ട്രീയ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനുകളും മാറ്റമുണ്ടായിട്ടുണ്ട്, വേദചിന്തകൾക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? എന്നാൽ അന്നും ഇന്നും മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് തന്നെയാണ്. ആ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടണം. ഹല്ലേലൂയ. ദൈവസഭയുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. നമ്മുടെ ഭവനത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാകണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാകണം. അപ്പോൾ അടിസ്ഥാനമാണ് ക്രിസ്തു എന്നാണ് 2-ാം അധ്യായം വെളിപ്പെടുത്തുന്നത്. ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട ഒരു ആത്മീയതയ്ക്ക് ഉടമകളായി നമ്മൾ മാറ്റപ്പെടണമെന്നുള്ളതാണ് 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആത്മീയത ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ പണിയുന്നു. എന്തിനാ പണിയുന്നതെന്നറിയാമോ? ദൈവത്തിന് നിവാസമാകേണ്ടതിനാണ്. ദൈവത്തിന് നിവാസമാകാൻ എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഓരോരുത്തരിലും കർത്താവ് വസിക്കാനാണ് നമ്മെ പണിതുകൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് ഉറപ്പുണ്ട് ക്രിസ്തു എന്നിലുണ്ട്, ദൈവം എന്നിൽ വസിക്കുന്നു, പരിശുദ്ധ തൃത്വം എന്നിൽ ആദിവാസം ചെയ്യുന്നു എന്ന ഉറപ്പ്? ദൈവത്തിന് വസിക്കേണ്ടതിന് നമ്മെ പണിതു വരികയാണ് ദൈവത്തിൻ്റെ മന്ദിരമായി. അപ്പോൾ അടിസ്ഥാനമാണ് ക്രിസ്തു എന്ന് 2-ാം
അധ്യായം പറയുന്നു. അതിനോട് ചേർത്ത് പഠിക്കേണ്ട വാക്യമാണ് 3:17 വാക്യം. 3-ാം അധ്യായം അതിൻ്റെ 17 വാക്യത്തിൽ ക്രിസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അധിവാസം ചെയ്യുന്ന ക്രിസ്തുവെന്നാണ്. നമ്മിൽ അധിവാസം ചെയ്യുന്ന ക്രിസ്തു. വായിച്ച് 3:17 വാക്യം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്, ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്, അതാണ് അധിവാസം ചെയ്യുന്ന ക്രിസ്തു എന്ന് പറയുക. 16-17 വാക്യങ്ങളെല്ലാം പൗലോസിന്റെ പ്രാർത്ഥനയാണ് എന്നുള്ളത് കൊണ്ട് അതിങ്ങനെ ലിങ്ക് ചെയ്ത് കിടക്കുകയാണ്. 17-ാമത് വാക്യത്തെ മാത്രം നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. അവിടെ പറയുന്നത് ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാസം. ഉറപ്പുണ്ടോ ക്രിസ്തു അകത്തുണ്ടെന്ന്? ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ക്രിസ്തു അകത്തുണ്ടെന്ന് ഉറപ്പുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ നല്ല സഹകരണത്തിന് നന്ദി. ഈ ഉയർത്തിയ കരമല്ല ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഉയരണം. ക്രിസ്തു അകത്ത് വസിക്കണമെങ്കിൽ കുശുമ്പ്, കുന്നായ്മ, ഈർഷ്യ, പക, പിണക്കം, അഹന്ത, അഹങ്കാരം ഒന്നുമില്ലാത്തതായിരിക്കണമാകും. സ്തോത്രം. മക്കളെ സ്നേഹിക്കുന്ന മമ്മി, മക്കളെ സ്നേഹിക്കുന്ന പപ്പ, പപ്പയും മമ്മിയും ആദരിക്കുന്ന മക്കൾ, അമ്മാവിയമ്മയെ സ്നേഹിക്കുന്ന കരുതുന്ന മരുമകൾ, മരുമകളെ പ്രണയിക്കുന്ന ചേർത്ത് നിർത്തുന്ന അമ്മാവിയമ്മ, മരുമകനോട് സ്നേഹമുള്ള അമ്മാവിയപ്പൻ, അമ്മാവിയപ്പനെ പ്രണയിക്കുന്ന ആദരിക്കുന്ന മരുമകൻ, ഇങ്ങനെയൊക്കെയുള്ള മനോഭാവം, ബന്ധങ്ങളിൽ അസ്ഥിരത വളർത്താത്ത, ബന്ധങ്ങളിൽ വിഘടനവാദങ്ങളില്ലാത്ത, ബന്ധങ്ങൾ സുതാര്യവും സുശക്തവും സുദൃഢവുമായ നിലവാരം സൂക്ഷിക്കുന്നവരുടെ ഉള്ളിലാണ് കർത്താവ് വസിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സ്വാർത്ഥത, സ്പർദ്ധ, ഈർഷ്യ, പക, പിണക്കം, വിരോധം, വിദ്വേഷം, വിഭാഗിക മനോഭാവം ഒക്കെ അകത്ത് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെയും ഹൃദയത്തിൽ കർത്താവ് വസിക്കുന്നില്ല. മനസ്സിലായോ? ഇനിയും കരമുയർത്തി സ്തോത്രം ചെയ്യാൻ പറ്റൂ? ആമേൻ, ഹല്ലേലൂയ. കർത്താവ് അറിയട്ടെ. ഈ പറഞ്ഞ തുരുമ്പും ക്ലാവും പായലും ഒക്കെ അകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് കർത്താവിന് മാത്രം അറിയാം. കാരണം കർത്താവിൻ്റെ കണ്ണുകൾ അഗ്നിമയമായ കണ്ണുകളാണ്. സ്തോത്രം, ഹല്ലേലൂയ. വൈരുദ്ധ്യതയുമായി അടുത്ത് വന്നിരിക്കുകയും ഒരു കൈ കൊടുക്കുകയും മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുക പോലും ചെയ്യാത്ത ആത്മീകരുണ്ട് ഒരേ ഇടവകയിൽ. മനസ്സിലായില്ലേ? കൈ കൊടുത്തിട്ടില്ല, വിശുദ്ധയുമ്പനം പരസ്പരം കൈമാറിയിട്ടില്ല. എന്തുണ്ട് വിശേഷമെന്ന് ചേർന്ന് നിന്നൊന്ന് ചോദിക്കാതെ മുഖം വക്രിച്ചൊരുമാതിരി നടന്നകന്നു പോകുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷേ താളമുള്ള ഒരു പാട്ടുപാടിയാൽ അവരെ പിടിക്കാൻ 16 പേര് വേണം. ആരാധിച്ചവർ വെളിയിൽ പൊക്കളയും. അതേപോലെയാണ്. അതുകൊണ്ട് നാം തിരിച്ചറിയണം, ക്രിസ്തു അധിവാസം ചെയ്യണമെങ്കിൽ അതിന് പര്യാപ്തമായൊരു ശരീര വ്യവസ്ഥിതി, മാനസിക വ്യവസ്ഥിതി, അവയവ വ്യവസ്ഥിതി നമുക്കുണ്ടായേ പറ്റുകയുള്ളൂ. അരുതരുതാത്തത് മുട്ടിയിട്ടില്ല, തട്ടിയിട്ടില്ല, ഉരുമിയിട്ടില്ല, ഉരഞ്ഞിട്ടില്ല, ചാഞ്ഞിട്ടില്ല, ചരിഞ്ഞിട്ടില്ല, ആവശ്യമില്ലാത്തൊന്നും വാരി അണിഞ്ഞിട്ടില്ല, ആവശ്യമില്ലാതെ കഴിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല. എൻ്റെ അവയവ വ്യവസ്ഥിതികൾ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെയുള്ള ശരീര വ്യവസ്ഥിതിയിൽ 1 ഇഞ്ച് സ്ഥലം പോലും അന്യാധീനപ്പെട്ടു പോയിട്ടില്ല എന്ന ഉറപ്പ്, വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ ശരീരത്തെ സൂക്ഷിക്കുന്നു എന്ന് ഉറപ്പുള്ളവൻ്റെ അകത്താണ് ക്രിസ്തു അധിവാസം ചെയ്യുന്നത്. ഹല്ലേലൂയ. അവിഹിതമായി ഞാൻ എന്നെ വിട്ടുകൊടുത്തിട്ടില്ല. യാതൊരു ആസക്തിയുടെയും മുൻപിൽ എൻ്റെ ജഡം ഉലഞ്ഞിട്ടില്ല, എൻ്റെ മാംസം ഇടറിയിട്ടില്ലെന്ന് ഉറപ്പുള്ളവൻ്റെ അകത്താ കർത്താവ് വസിക്കുന്നേ. ഇസ്രായേലിൻ്റെ മുഴുവൻ ജനത്തിൻ്റെ കാവലാളായി ദൈവം ഒരുവനെ അങ്ങ് അഭിഷേകം ചെയ്തു. പേര് ശിംശോൻ. എന്നാ അനിതര സാധാരണമായ ശേഷിയായിരുന്നറിയാമോ? ഒരു സിംഹം ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ ചാടി വരും. കഴുകൻ പറന്നു വരുന്ന പോലെ ചാടി വരികയാണ്. അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അതിനെ പിടിച്ച് 2ആയിട്ട് കീറി എറിഞ്ഞു കളഞ്ഞു. വായിച്ചിട്ടില്ലേ? 300 കുറുക്കന്മാരെ ചേർത്ത് പിടിച്ചു വെച്ച് കെട്ടി വാലോട് വാൽ ചേർത്ത് പന്തം കൊളുത്തി ഫിലിസ്ത്യരുടെ പാടത്തേക്ക് പറഞ്ഞു വിട്ടു. കുറുക്കന്മാരെ പിടിച്ചെന്ന് 1-2 വണ്ണല 300 എണ്ണത്തെ. ഒരു നഗര കവാടം ഇളക്കിയെടുത്ത് അടുത്ത മലയെ കൊണ്ട് നാട്ടി. കുന്നൊന്ന്, കുന്ന് 2, കുന്ന് 3 എന്ന് പറഞ്ഞ് ശവക്കൂനുകൾ ഫിലിസ്ത്യരുടെ മല്ലന്മാരെ തീർത്ത് കളഞ്ഞു. ശിംശോൻ. ശിംശോന് ഞാനൊരു പേരിടട്ടെ നിങ്ങളുടെ അനുവാദത്തോടെ. കാണാൻ സുമുഖനാണ്, ആരോഗ്യത്തിലുള്ള ഗാത്രനാണ്, ഏത് പ്രതിസന്ധിയും നിസ്സാരമായി അതിജീവിക്കാൻ കഴിയുന്ന അതിജീവന ശേഷിയുള്ളവൻ, ആർജവത്വത്തിൻ്റെ ആളത്വമാണ് ശിംശോൻ. അതുകൊണ്ട് ശിംശോന് ഞാനൊരു പേരിടുന്നു, കോമളൻ. എന്തോന്നാ പേര്? ന്യായാധിപന്മാരുടെ പുസ്തകം തപ്പി കോമളിനെ തപ്പി നടക്കരുത്. ശിംശോന് ഞാനിടുന്ന പേരാണ് കോമളൻ. മനസ്സിലായോ? എല്ലാവർക്കും കണ്ണൽ ഏത് വഴിക്ക് പോയാലും അവിടുത്തെ പെണ്ണുങ്ങൾക്കൊക്കെ ഇവനൊരു ഹരമായിരുന്നു, ആണുങ്ങൾക്ക് ഹരമായിരുന്നു. ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മളൊക്കെ ഈ കോമിക്കിൽ വായിക്കുന്ന ഹൈമാൻ, ഹീമാൻ, സ്പൈഡർമാൻ, സൂപ്പർമാൻ എന്നൊക്കെ പറയുന്നില്ലേ, അന്നത്തെ സൂപ്പർമാനെ ലൈവായിട്ട് അവർ കാണുകയായിരുന്നു. അത്രയ്ക്ക് ഗംഭീരതാരം. അപ്പോൾ അവൻ്റെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും അനിതര സാധാരണമായിരിക്കുന്ന പ്രവൃത്തിയുടെ വൈശിഷ്ട്യത്തിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് കോമളൻ. പക്ഷേ ഒരു നാട്ടിലെ ഒരു സ്ത്രീയുടെ കട്ടിലോട് ചേർത്ത് വെച്ചവനെ കെട്ടുമ്പോൾ കോമളൻ എന്ന പേര് നമ്മൾ വെട്ടിയിട്ടവൻ ഇടുന്ന ഒരു പേരാണ് കോമാളി.
അപ്പോൾ കോമളൻ എന്ന പദവും കോമാളി എന്ന പദവും മലയാള ഡിക്ഷണറിയിൽ അധികം ദൂരമല്ലാത്ത രണ്ട് പദങ്ങളെന്ന് എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് ആത്മീകത്തിൽ ശക്തമായി ശോഭിക്കുന്നവൻ നാളെ കോമാളിയായി പോകാൻ സാധ്യതകളേറെയുണ്ട്. അതുകൊണ്ട് വചനം പറയും, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കോണം. ഇന്നത്തെ കോമളത്വം നാളെ മങ്ങിപ്പോയിട്ട് നിന്നെ കോമാളിയാക്കി ദേശം അപഹസിക്കാൻ പാടില്ല, നിന്നെ ആക്ഷേപിക്കാൻ പാടില്ല. മനസ്സിലായോ? ആക്ഷേപങ്ങൾ ഉണ്ടായേക്കാം. മനസാവാച കർമ്മണ അറിയാതെയുള്ള ദോഷങ്ങൾ ആരോപിക്കുന്നവരുണ്ട്, അവരെ അവരുടെ പാട്ടിന് വിട്ടേരെ. വിമർശനം തൊഴിലാക്കിയവരുണ്ട്, അവരെ അവരുടെ വഴിക്ക് വിട്ടേരെ. നാമും ദൈവവും തമ്മിലുള്ളതായിരിക്കുന്ന മനസ്സാക്ഷി നേർരേഖയിലാണെങ്കിൽ ആർക്കും നമ്മളെ അപഹസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കോമളത്വമുണ്ടല്ലോ, നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം കൊണ്ട് നമുക്ക് ലഭിക്കപ്പെട്ടതായിരിക്കുന്ന ആത്മീക അനുഭവമുണ്ടല്ലോ, അത് മാറിപ്പോകാൻ അനുവദിക്കരുത്. സ്തോത്രം. കർത്താവ് നമ്മുടെ ഉള്ളിൽ അധിവാസം ചെയ്യണം. അത് ഏത് വഴിക്കും, തിമ്ന വഴി പോയാലും, ഇസ്രായേലിൻ്റെ ഏത് സ്ഥലത്തൂടെ പോയാലും, കേരളത്തിൻ്റെ ഏത് ജില്ലയിൽ കൂടെ പോയാലും, ഏത് മലമടക്കുകളിലൂടെ, സമതലങ്ങളിലൂടെ, മരുഭൂമിയിലൂടെ, ഏത് സ്ഥലത്തൂടെ പോയാലും നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തു അധിവാസം മാറിപ്പോകരുത്. കുഞ്ഞുങ്ങൾ കേൾക്കണേ, കോളേജിലോ സ്കൂളിലോ പഠിക്കുന്ന ഇടങ്ങളിലൊന്നും, ഹോസ്റ്റലിലോ അല്ലെങ്കിൽ മറ്റെവിടെയായാലും നിൻ്റെ ഉള്ളിൽ ക്രിസ്തു അധിവാസം ചെയ്യണം, മാറിപ്പോകരുത്. കൂട്ടുകാരുമായി ചേർന്ന് മുട്ടിത്തട്ടി ഒരുമി അവരുടെ ഗെറ്റ് ടുഗദറുകൾ പങ്കെടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ അധിവാസം നഷ്ടപ്പെട്ടു പോകാതെ കാത്തുകൊള്ളണം. എവിടെയും നീ കട്ടപ്പെട്ടു പോകരുത്, എവിടെയും നീ ബന്ധിക്കപ്പെട്ടു പോകരുത്, ഒരു സ്വാധീനതയിലും നീ പെട്ടുപോകരുത്. ഈ ശരീരം നിൻ്റേതല്ല, വിലയ്ക്ക് വാങ്ങിയവൻ്റെ സ്വന്തമാണ്. വില കൊടുത്തത് പണമല്ല, പ്രാണനാണെന്ന് ഓർത്തോണം. അതുകൊണ്ട് അതിനെ പവിത്രമായി, അനന്യമായി, നീതിയായി കാത്തുകൊള്ളാൻ കഴിയണം. ദൈവം സാക്ഷിയാണ് നിൻ്റെ ചലനങ്ങൾക്ക്, ദൈവം സാക്ഷിയാണ് നിൻ്റെ കഴിപ്പിന്, കുടിപ്പിന്, ഉടുപ്പിന് ഒക്കെ ദൈവം സാക്ഷിയാണെന്ന ബോധത്തോടു കൂടെ വേണം ജീവിക്കാൻ. ഓക്കെ. അപ്പോൾ എഫെസ്യ ലേഖനം 3-ാം അധ്യായം 17-ാമത് വാക്യത്തിൽ അധിവാസം ചെയ്യുന്ന ക്രിസ്തു എന്ന് നമ്മൾ കണ്ടു. 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ക്രിസ്തു ആരാന്നറിയാമോ? ക്രിസ്തു അനുഗ്രഹദാതാവാണ്, സ്വർഗത്തിലേക്ക് കയറിയവൻ. 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ദീർഘമായൊരു പാസേജ് ഞാൻ വായിക്കാൻ നേരമില്ല, അത് ഓർത്തുകൊള്ളണം നിങ്ങൾ. 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, അവൻ ഉയരത്തിലേക്ക് കയറി മനുഷ്യർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു. അതാണ് അനുഗ്രഹദാതാവായ ക്രിസ്തു. അനുഗ്രഹം ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവ് തന്നോളും. നമ്മൾ യാതൊരു വിധത്തിലുള്ളതായിരിക്കുന്ന ഊടുവഴികളും തേടി അനുഗ്രഹത്തെ നേടാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല. അനുഗ്രഹം കർത്താവ് തരുന്നതാണ്. ഏറ്റവും വലിയ അനുഗ്രഹമാണ് സഭയ്ക്ക് നൽകിയിരിക്കുന്ന 5 ശുശ്രൂഷക വൃന്ദങ്ങൾ. അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, 5 പേരെ സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങളാണ്. ഈ ശുശ്രൂഷക വൃന്ദങ്ങളെ ഇടവകയ്ക്ക് ബഹുമാനിക്കാൻ കഴിയണം. നിങ്ങളുടെ സ്വോത്രകാഴ്ച കൊണ്ട്, ദശാംശം കൊണ്ട്, മനഃപൂർവ്വദാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബം ഒരു ജീവി എന്ന നിലയിലല്ല അവരെ കാണേണ്ടത്. മനസ്സിലായോ? ആദരിച്ചുകൊള്ളണം അവരെ നന്നായിട്ട്. ദൈവദാസന്മാരെ ആദരിക്കണം. ഇതൊരു ഒട്ടനവധി സഭകളുടെ സംയുക്തമായിരിക്കുന്ന ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ ഉറക്കെ പറയുന്നു, തുറന്നു പറയുന്നു, അഭിഷക്ത ദൈവദാസന്മാരെ, ശുശ്രൂഷ കൊടുത്ത് ദൈവം നിങ്ങളുടെ ഇടയിലേക്ക് വിട്ട ദൈവദാസന്മാരെ, അവരോടൊപ്പം നിൽക്കുന്ന ദൈവദാസിമാരെ നിങ്ങൾ ആദരിച്ചു കൊള്ളണം നന്നായിട്ട്. കാരണം എന്താണെന്നറിയാമോ? അവർ ക്രിസ്തുവിന് പകരക്കാരാണ്. ക്രിസ്തു ചെയ്യേണ്ട ശുശ്രൂഷ, നിങ്ങളുടെ സഭയുടെ ശുശ്രൂഷകൻ ക്രിസ്തുവാകേണ്ടതായിരുന്നു. അതിന് പകരമാണ് ഒരു പാസ്റ്ററേയും കുടുംബത്തെ അവിടേക്ക് വിട്ടിരിക്കുന്നത്. ക്രിസ്തുവിനെ ആദരിക്കുന്നത് പോലെ അവരെ ആദരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഒരു നിലയിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിസ്സഹകരണം കൊണ്ടോ അവരെ അപമാനിക്കാനിടയാകരുത്. ചില വിശ്വാസികളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? കർത്താവേ, ഞങ്ങളുടെ ദാസനെയും കുടുംബത്തെ അനുഗ്രഹിക്കണേ. മേലാൽ അങ്ങനെ പ്രാർത്ഥിച്ചേക്കരുത്. നിങ്ങളുടെ ദാസനല്ല അവർ, കർത്താവിൻ്റെ ദാസന്മാരാ. ഞങ്ങളുടെ ദാസൻ ഇതുവരെ വന്നില്ലെന്ന്. ഞങ്ങളുടെ ദാസൻ, നിങ്ങളുടെ വീട്ടിൽ ഏത് വേലയാണ് അവർ ചെയ്യുന്നതെന്നും കൂടെ പറ. കർത്താവിൻ്റെ വേലയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വലിയൊരു ദാസൻ, കർത്താവിൻ്റെ വലിയൊരു ദാസന്മാരെ, കർത്താവിന് പകരക്കാരാണ്. പിന്നെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ചിലരങ്ങ് ദാസനായിട്ട് അങ്ങ് അതപ്പതിക്കും. ഒരിക്കൽ ഒരു ദാസൻ ഇങ്ങനെ ഭവന സന്ദർശനം നടത്തി വരുമ്പോൾ ഒരു അമ്മാമ്മ തെങ്ങിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്നു. എന്നാ അമ്മാമ്മേ? എന്നാ പറയാനാ പാസേ, തേങ്ങ മുഴുവനും റോഡിൽ വീണ് നാട്ടുകാർ കൊണ്ടുപോവുക. ആ ഗോപിയോട് തെങ്ങലൊന്ന് കയറി 2 കൊല ഇട്ട് തരണമെന്ന് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞല്ലാതെ ഇതുവരെ വന്നില്ല. എന്തോ ചെയ്യാനാ? ആ നിറഞ്ഞു നിന്ന കൊലയിൽ ഇപ്പോൾ 2-3 ഉള്ളൂ. അടുത്ത കൊലയും കൂടെ പൊഴിയാൻ തുടങ്ങുക. എന്തോ ചെയ്യാനാ പാസേ? അമ്മാമ്മ എന്നാ തന്നെ വിഷമിക്കുന്നത്? ആ വെട്ടത്തിങ് എടുത്തുണ്ടോ, ഞാൻ ഇട്ട് തരാമെന്ന്. പാസ്റ്റർക്ക് തെങ്ങ് കയറാൻ അറിയോ? പിന്നെ ഇതൊക്കെ കഴിഞ്ഞല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. അങ്ങനെ കൂടെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഇതൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇത് പറഞ്ഞു തീർന്നപ്പോഴത്തേക്ക് ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ച് അതൊരു കൊന്നക്കമ്പലോട് തൂക്കിയിട്ടു. വെള്ളത്തിനകത്തോട്ട് ഇറങ്ങാൻ പോകുന്ന പോലെ പാൻസ് ചുരുട്ടി മുട്ടറ്റം വരെ അങ്ങോട്ട് കയറ്റി. ഷർട്ട് അഴിച്ചങ്ങോട്ട് മാറ്റിയിട്ടപ്പോഴാണ് 80% കിഴിവുള്ളൊരു ബന്യൻ. വിലക്കിഴിവല്ല, വസ്ത്രത്തിൻ്റെ കിഴിവാണ് പറഞ്ഞത്. ഇങ്ങനൊരു
വികൃത കോലമായിട്ട് അവിടെ നിൽക്കുന്നു. അമ്മാമ്മ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുക. അമ്മാമ്മ പോയി വാക്കത്തി കൊണ്ടു അമ്മാമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി അകത്ത് പോയി കൊണ്ടുവന്ന് വാക്കത്തി കൊണ്ട് കൊടുത്തു. അതും എളിയിലോട്ട് തിരികെ അണ്ണാൻ കയറുന്ന പോലെ മുകളിലോട്ട്. അപ്പം അമ്മാമ്മയ്ക്ക് മനസ്സിലായി വിദഗ്ധനാണ്. സങ്കീർത്തനം വായിക്കാൻ മാത്രമല്ല തെങ്ങേക്കയറാനും വിദഗ്ധനെന്ന് മനസ്സിലായി. അവിടെ ചെന്ന് അമ്മാമ്മ ചൂണ്ടിക്കാണിച്ച് കൊല ഇട്ട് കൊടുത്തിട്ട് അമ്മാമ്മയുടെ ഔദാര്യം, പാസക വേണേൽ 2 കരിക്കൂട് ഇട്ടോളാൻ. അമ്മാമ്മയുടെ കരിക്കിനും അച്ചായൻ്റെ കരിക്കിനും ഒക്കെ പണയപ്പെടുത്താനുള്ളതല്ല കർത്താവിൻ്റെ വേല. അങ്ങനെ 2 കാര്യം ചെയ്ത് കഴിയുമ്പോഴേ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് എഡിറ്റിംഗ് ഉണ്ടായി. ഞങ്ങളുടെ ദാസനെ അനുഗ്രഹിക്കണേ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ഞങ്ങൾ ക്രിസ്തുവിന് പകരം നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആർക്ക് പകരം? 2 കൊരിന്ത്യർ 5:20 മറന്നു. ഒറ്റ ദൈവദാസനും ദൈവദാസിയും ഉണ്ടാകരുത്. കൊച്ചമ്മയുടെ പാത്രം കഴുകാനും തുണി കഴുകാനും ഒന്നും ദൈവദാസിമാർ പോകരുത്. അഭിമാനത്തോടെ നിൽക്കണം, തൻ്റെ ഇടത്തോടെ നിൽക്കണം. ഈ 18 വയസ്സ് 30 വയസ്സ് 40 വയസ്സ് മാത്രമുള്ള പാസ്റ്ററുടെ ഭാര്യമാരെ, അമ്മച്ചിമാർ മദറേന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? പാസ്റ്റർമാമയെന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? എന്താ വിളിക്കുന്നത്? പ്രായത്തിൻ്റെ പരിഗണനയല്ല, സ്ഥാനത്തിൻ്റെ പരിഗണനയാണ്. ആ പരിഗണന വില കുറച്ച് കളയരുത്. ഓക്കെ, ഇതൊരു പാസ്റ്റേഴ്സ് കോൺഫറൻസ് അല്ലല്ലോ, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എങ്കിലും സന്ദർഭവശാൽ ഇത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ ദാസനല്ല, കർത്താവിൻ്റെ ദാസനാണ്, കർത്താവിന് പകരക്കാരനാണ്. ആ ബോധ്യം അത് നിങ്ങൾ 8 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കും. 11-ാം വാക്യത്തിലാണ് ഈ നിയമനം. 12-13 വാക്യം ഏത്? ഈ നിയമനം നാം എല്ലാവരും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത പ്രാപിക്കാൻ, ക്രിസ്തുവിൻ്റെ പുരുഷത്വത്തിൻ്റെ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ താഴെ 13-ാം വാക്യത്തിൽ യഥാസ്ഥാനത്വത്തിൻ ശുശ്രൂഷയ്ക്കാകേണ്ടതിന് തന്നെ. അപ്പം അങ്ങനെ അനുഗ്രഹം തന്ന കർത്താവാണ് 4-ാം അധ്യായത്തിൽ. സ്തോത്രം ചെയ്തിട്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. അപ്പം അനുഗ്രഹദാതാവായ ക്രിസ്തു ദൈവദാസന്മാർ ഉൾത്തടത്തിൽ ഏറ്റുകൊള്ളാനൊരു ചിന്ത കൂടെ ഞാൻ പറയാം. ഞായറാഴ്ച സഭായോഗത്തിന് നിങ്ങളുടെ ചേർച്ചിൻ്റെ പുൾപിറ്റിലിട്ടിരിക്കുന്ന മേശയുടെ പുറകിൽ താങ്കൾ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുമ്പോൾ ഒരു കാര്യം പേടിയോടെ ഓർക്കണം. എന്നീ സഭായോഗം നടത്തേണ്ടത് സാക്ഷാൽ കർത്താവായിരുന്നു. കർത്താവിന് പകരമായി എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വേദിയിൽ കയറുമ്പോൾ നമ്മുടെ ഉൽപ്പന്നം ഏറ്റവും ഭംഗിയായി മാറും. സന്തോഷിപ്പിക്കുന്ന 2 പേരെ പ്രാർത്ഥിക്കാൻ വിട്ടിട്ട് സങ്കീർത്തനം ഉണ്ടാക്കുന്ന ഉപദേശിമാരുണ്ട്, അറിയാമോ? ഇപ്പോൾ ആത്മാവ് ഉത്തേജിപ്പിക്കുന്ന 2-3-4 പേർക്ക് പ്രാർത്ഥിക്കുക. അപ്പം മറിയാമ്മ, അച്ചാമാമ, ചെന്നമ്മാമ 3 പേര്. ഇപ്പുറത്ത് പാപ്പച്ചാനും കറിയാച്ചാനും തങ്കച്ചാനും 2-3 പേരുണ്ട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്ന സമയം കൊണ്ട് സങ്കീർത്തനം മേശയുടെ കീഴിൽ ഇരുന്നുണ്ടാക്കുക. ശരിയാകത്തില്ല സഭ. ഇങ്ങനെ മാത്രം ചിന്തിക്കണം. യേശു ചെയ്തെടുക്കേണ്ട ശുശ്രൂഷയ്ക്ക് പകരം എന്നെ ആക്കിയിരിക്കുന്നു. മുനിയറ കൺവെൻഷൻ്റെ 1-ാമത്തെ ദിവസം ക്രിസ്തു പ്രസംഗിക്കേണ്ടതായിരുന്നു. അതിന് പകരമാണ് എൻ്റെ സ്നേഹിതൻ സജോയെ വിട്ടത്. 2-ാമത്തെ ദിവസം യേശു പ്രസംഗിക്കേണ്ടതായിരുന്നു. എന്നോട് പറഞ്ഞു, നീ പോയി പ്രസംഗിക്കുക, ഞാനുണ്ട് കൂടെ. അങ്ങനെയാണ് ഞാൻ വന്നത്. യേശു പ്രസംഗിക്കേണ്ട പ്രസംഗം ഞാൻ ചെയ്യുമ്പോൾ യേശുവിന് പകരക്കാരനാണെന്ന ബോധത്തോടെ ചെയ്യുമ്പോഴേ ഈ സംഗതി ശരിയാകത്തുള്ളൂ. മുനിയറയിലല്ലേ വല്ല സങ്കീർത്തനം വായിച്ച് എന്തെങ്കിലും 4 കാര്യം പറയാമെന്നും പറഞ്ഞ് വന്നാൽ ക്രിസ്തുവിന് പകരമാകത്തില്ല. ശുശ്രൂഷയെല്ലാം ക്രിസ്തുവിന് പകരം. ഇത് മാത്രമല്ല, ഈ കീബോർഡ് വായിക്കുന്നത്, ദമ്പാട് വായിക്കുന്നത്, ഗിറ്റാർ വായിക്കുന്നത്, ഇവിടെ ഉള്ളതായിരിക്കുന്ന പാട്ടുകൾ പാടുന്നതൊക്കെ ആര് ചെയ്യേണ്ടതെന്നറിയാമോ? യേശു ഏകനായി ചെയ്യേണ്ട കാര്യമാണ്. അതിന് പകരമാണ് എൻ്റെ സ്നേഹിതരെ ഇവിടെ ആക്കിയിരിക്കുന്നത്. അവരാ ഉത്തരവാദിത്വത്തോടെ ചെയ്താൽ മാത്രമേ ഇതിന് ആസ്വാദ്യത ഉണ്ടാകുകയുള്ളൂ, ഇതിന് ഭംഗി ഉണ്ടാകുകയുള്ളൂ. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹദാതാവ് എന്ന് പറയുമ്പോൾ വിസയുടെ കാര്യമല്ല. അനുഗ്രഹദാതാവ് എന്ന് പറയുമ്പോൾ കീശയിലെ സാമ്പത്തികത്തിൻ്റെ കാര്യമല്ല. റിയാൽ, ദിർഹം, ദറംസ്, ഡോളർ, യൂറോ, പൗണ്ടിൻ്റെ കാര്യമല്ല പറയുക. ആത്മീയ ശുശ്രൂഷയുടെ ഉന്നമനമാണ് പറയുക. അത് ക്രിസ്തുവിന് പകരം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന പോലെ ഒരു അനുഗ്രഹം വേറെ ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? 5-ാം അധ്യായം വിശദീകരിക്കുന്നതിൽ അർപ്പണം ചെയ്ത് ക്രിസ്തു 5-ന്റെ 2-ാമത് വാക്യം നോക്കിക്ക്. ക്രിസ്തുവും നമ്മെ സ്നേഹിച്ച് തന്നെത്താൻ നമുക്ക് വേണ്ടി വഴിപാടും യാഗവുമായി. ദൈവം നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നൽകി. പുത്രൻ നമ്മെ സ്നേഹിച്ച് തന്നെത്താൻ നമുക്ക് വേണ്ടി നൽകി. ആത്മാവ് നമ്മെ സ്നേഹിച്ച് മരിച്ചവരുടെ നമ്മെ ഉയർപ്പിച്ച് നൽകി. 3 വാക്യം ഞാൻ പറയട്ടെ. യോഹന്നാൻ 3-ാം അധ്യായം 16-ാമത് വാക്യം. യോഹന്നാൻ 3:16 പിതാവായി ദൈവം നമ്മെ സ്നേഹിച്ചിട്ട് തൻ്റെ പുത്രനെ നൽകി. എഫേസ്യ ലേഖനം 5:2 അതിന് സമാനമായ വാക്യമാണ്. ആ പുത്രൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ വഴിപാടും യാഗവുമായി തീർന്നു. എഫേസ്യർ 1:20 പരിശുദ്ധാത്മാവ് ആ മരിച്ചുപോയ പുത്രനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്നേഹാതിരേകമാണ് ഈ 3 വാക്യങ്ങൾ. യോഹന്നാൻ 3:16, എഫേസ്യർ 5:2, എഫേസ്യർ 1:20. ഈ വാക്യങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ 5-ാം അധ്യായത്തിൽ അർപ്പണം ചെയ്ത ക്രിസ്തു. ഒന്ന് വായിച്ചേരാ വാക്യം, 5-ന്റെ 2-ാം വാക്യം. ഞാൻ പറഞ്ഞ പോലെ തന്നെയല്ലേ? നോക്കിക്കേ, എഫേസ്യർ 5-ന്റെ 2-ാം വാക്യം.
എഫെസ്യ ലേഖനം 5:2 വാക്യം. ഇല്ലേ, കിട്ടിയില്ലേ? നിങ്ങളെ ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ തന്നെ ക്രിസ്തു നമ്മെ അതാണ് അർപ്പണം ചെയ്ത ക്രിസ്തു. ആദ്യം ഓരോന്നോരോന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞു ഒന്ന് മറന്നു പോകരുത്. ആദ്യം പറഞ്ഞത് ആധിപത്യം വഹിക്കുന്ന ക്രിസ്തു, രണ്ടാമത് പറഞ്ഞ അടിസ്ഥാനമായ ക്രിസ്തു, മൂന്നാമത് പറഞ്ഞത് അധിവാസം ചെയ്യുന്ന ക്രിസ്തു, നാലാമത് പറഞ്ഞത് അനുഗ്രഹദാതാവായ ക്രിസ്തു, അഞ്ചാമത് പറഞ്ഞത് അർപ്പണം ചെയ്ത ക്രിസ്തു, ആറാമത് പറയുന്നത് 6:10 വാക്യമാണ് അമിതബലദാതാവായ ക്രിസ്തു. അമിതബലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിപ്പിക്കുന്നു ശക്തി. അത് ദ മൈറ്റി പവറാണ്, അമിതബലത്തിൻ്റെ വ്യാപാരം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പാട്ട് പാടുമ്പോൾ അന്യഭാഷ പറയാനുള്ള ശക്തി പോരാ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ. കണ്ടോ, പ്രൈസ് ആൻഡ് വർഷിപ്പിന് വേണ്ടുന്നതായിരിക്കുന്ന ശക്തി പോരാ. സാത്താന്യ തന്ത്രങ്ങളെ തകർക്കുവാനുള്ള ശക്തി കൊണ്ട് ദൈവം നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അതാണ് കർത്താവിലും അവൻ്റെ അമിതബലത്തിലും എടുക്കുന്നതിൻ്റെ തന്ത്രം യേശുവിൻ്റെ നാമത്തിലെന്ന് പറയാനുള്ള ആർജവത്വം നമുക്ക് തരാനാണ് ഈ അമിതബലം തരുന്നത്. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? സാത്താനെ ശാസിക്കാനും ഭത്സിക്കാനും കെട്ടഴിക്കാനും പൊട്ടിക്കാനും ഒന്നും നീ ആരെയും വാടകയ്ക്കെടുക്കാൻ നടക്കരുത്. എത്ര പേർക്ക് സ്വതന്ത്രം പറയാൻ പറ്റും? ചില വിശ്വാസികൾ ചോദിച്ച് നടക്കുന്നത് കേട്ടിട്ടുണ്ടോ? കൃപയുള്ളൊരു ദൈവദാസൻ്റെ നമ്പർ തരാമോ? കേട്ടിട്ടുണ്ടോ? അങ്ങനെ കൃപയുള്ളൊരു ദൈവദാസൻ്റെ അങ്ങനെ ചോദിക്കുന്നുണ്ട്, വലിയ തെറ്റില്ല. അത് സ്ഥലം സഭ പാസ്വേഡ് തന്നെ ചോദിച്ചോളയും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം രണ്ടർത്ഥമാണ്. ഒന്ന്, കൃപയുള്ളൊരു ദൈവദാസൻ്റെ നമ്പർ പാസ്റ്റർ തന്നെ പരിചയപ്പെടുത്തിയ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. രണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്ന ഈ കൃപ പാസ്റ്റർക്ക് ഇല്ലെന്നും കൂടെ പരിചയപ്പെടുത്തണം അദ്ദേഹത്തെ. ഞാൻ ചോദിക്കുന്നു, ഈ കൃപയുള്ള ദൈവദാസൻ്റെ നമ്പർ തപ്പി നടക്കുമ്പോൾ നമ്മുടെ മേൽ പകർന്ന കൃപ എന്തിയെന്ന് പറ. പ്രാപിച്ച പെന്തക്കോസ്തിൻ്റെ ശക്തിയില്ലേ പിശാചിനുണ്ട് അടങ്ങെന്ന് പറയാൻ, എടുക്കുന്നതിൻ്റെ തന്ത്രമെന്ന് പറയാൻ, ഇറങ്ങ പുറത്ത്. ഈ കടക്ക് പുറത്തെന്ന് പറയാൻ സഖാവ് പിണറായി സാറിന് മാത്രമല്ല അവകാശം, അത് അഭിഷേകം പ്രാപിച്ച ദൈവമക്കളുടെ അവകാശമാണ്. കടക്ക് പുറത്ത് ആരോടാ? വിശ്വാസിയോടും ശുശ്രൂഷകരോടും ഒന്നുമല്ല, പിശാചിനോട് പറയണം കടക്ക് പുറത്ത്. യേശുവിന് നിനക്കെന്ന സഭയ്ക്കകത്ത് അവകാശം, ഈ വീട്ടിനകത്ത് നിനക്കെന്ന അവകാശം, ഈ ശരീരത്തിൽ നിനക്കെന്ന അവകാശം, കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള കൃപയാണ് അമിത ബലം. അത് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യെസ്, അപ്പൊ ക്രിസ്തുവിൽ നാം ആശ വയ്ക്കുന്നതിൻ്റെ 6 കാരണങ്ങളാണ് പറഞ്ഞത്. ആധിപത്യം അവനിലാണ്, അടിസ്ഥാനം ക്രിസ്തുവിലാണ്. കണ്ടോ, അധിവാസം ക്രിസ്തു നമ്മിൽ ചെയ്യുന്നു, അനുഗ്രഹം ക്രിസ്തുവാണ് നൽകുന്നത്, നമുക്ക് വേണ്ടി അർപ്പണം ചെയ്ത് രക്ഷാമാർഗമൊരുക്കിയത് ക്രിസ്തുവാണ്, അമിതബലത്തിൻ്റെ ദാതാവ് ക്രിസ്തുവാണ്. ഇതിലാണ് ആ ക്രിസ്തുവിൽ ആശ വയ്ക്കുന്നത്. ഇനി ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രധാന ആശ എന്താണെന്ന് പറയാൻ പോകുന്നത്. കേൾക്കാൻ താല്പര്യം എത്ര പേർക്കുണ്ട്? അടുത്ത പ്രസംഗത്തിൻ്റെ 2ാം ഭാഗം കേൾക്കാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ടെന്ന്? കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ ഒന്നുകൂടെ. ക്രിസ്തുവിൽ ആശ വയ്ക്കുവാനുള്ള അടിസ്ഥാനപരമായ കാരണങ്ങളാണ് നാം പൊതുവായും എഫെസ്യ ലേഖനദ്വാര ചിന്തിക്കുവാനിടയായത്. ഇനി നാം ചിന്തിക്കുന്ന സന്ദേശത്തിൻ്റെ 2ാം ഭാഗം അനുവദിക്കപ്പെട്ട നേരത്തിനകത്ത് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിലുള്ള നമ്മുടെ ഏറ്റവും വലിയ ആശ എന്താണെന്നുള്ളത്. ക്രിസ്തുവിനെ പലരും നമ്പുന്നത്, സ്നേഹിക്കുന്നത്, ആരാധിക്കുന്നത്, കൂടെ കൂടുന്നത് എന്തോ ഉദ്ദിഷ്ട കാര്യങ്ങളുടെ ലബ്ധിക്ക് വേണ്ടിയാണ്. എന്നാൽ നാം ദൈവമക്കൾ ക്രിസ്തുവിലുള്ള ഏറ്റവും വലിയ ആശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ പുനരാഗമനമാണ്. എത്ര പേര് ആശിക്കുന്നുണ്ടത്? അതേ തുടർന്ന് ചില കാര്യങ്ങൾ വേഗന പ്രസ്താവിക്കുന്നു. ക്രിസ്തുവിലുള്ള നമ്മുടെ ഏറ്റവും വലിയ ആശ പ്രതിപാദിക്കപ്പെടുന്ന 2 വാക്യങ്ങൾ ഞാൻ തരുന്നു. 1-ാമത്തെ വാക്യം, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം വാക്യം. മറ്റൊരു വാക്യം തരുന്നു, കൊലോസ്യ ലേഖനം 3-ാം 4 വാക്യം. നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും ക്രിസ്തുവിനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇതാണ് നമ്മുടെ ആശ. ഈ ആശ അകത്തുള്ളവർക്ക് മാത്രമേ സ്വതന്ത്രം പറയാൻ പറ്റൂ. സ്വർഗത്തിൽ നമ്മുടെ കർത്താവ് രക്ഷിതാവായി വരും എന്ന് നാം ആശയോടെ കാത്തിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുമെന്ന് നാം ആശയോടെ കാത്തിരിക്കുന്നു. കൊലോസ്യ ലേഖനം 3:20-21, ഫിലിപ്പിയ ലേഖനം 3:20-21, കൊലോസ്യ ലേഖനം 3-ാം 4 വാക്യം. ഈ 2 വാക്യങ്ങളെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിലൂടെ നമ്മുടെ ഏറ്റവും ഉജ്ജ്വലമായിരിക്കുന്ന ഒരാശയെ വിവരിക്കുകയാണ് തുടർന്നുള്ള നേരം. വേഗേന ആ ചിന്തകളുടെ സംക്ഷിപ്തം നിങ്ങളിലേക്ക് പകർന്നു തരാൻ ആഗ്രഹിക്കുന്നു. യോഗങ്ങളിൽ പുനരാഗമനത്തിൻ്റെ ചിന്തയുമായി നാം മുൻപോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും. ക്രിസ്തു പുനരാഗമിക്കത്തില്ലെന്ന് പഠിപ്പിക്കുന്നവർ ധാരാളം എഴുന്നേറ്റിട്ടുണ്ട്. പുനരാഗമനം കഴിഞ്ഞു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ഉറപ്പായി വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവ് വരിക തന്നെ ചെയ്യും.
പ്രൈസ് ദ ലോർഡ്. ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള ഈടിട്ട ഖനമുള്ള കാമ്പുള്ള കഴമ്പുള്ള വാക്യങ്ങൾ അനവധി നിരവധിയുണ്ട്. പുതിയ നിയമത്തിലെ 27 ഗ്രന്ഥങ്ങളിൽ 3 ലേഖനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ പുസ്തകങ്ങളിലും ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ തീക്ഷ്ണവും തീവ്രവുമായ തെളിവുകൾ അതിശ്രേഷ്ഠമായ നിലയിൽ നമുക്ക് നൽകി തരുന്നുണ്ട്. ഞാൻ പറയുന്ന വാക്യങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, പറ്റുമെങ്കിൽ കുറിച്ചെടുത്തു. മത്തായി സുവിശേഷം 24-ാം അധ്യായം ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ അധ്യായമാണ്. യേശുവിൻ്റെ പുനരാഗമനം അനന്തര സംഭവങ്ങളും ഇത്ര ഭംഗിയായി വിവരിക്കുന്ന ഒരു അധ്യായം വേറെയില്ല. മത്തായി 24. അടുത്തത് മർക്കോസ് 13-ാം അധ്യായം. യേശുവിൻ്റെ ഒലിവുമല പ്രഭാഷണമാണ് ഈ അധ്യായങ്ങളൊക്കെ. ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്, ആ കാലം എപ്പോഴെന്നറിയായി കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ, 13-ാം അധ്യായത്തിൻ്റെ കനത്ത പ്രഖ്യാപനമാണ്. 13-ാം അധ്യായം മുഴുവനും. അടുത്ത ലൂക്കോസ് 21-ാം അധ്യായം. ലൂക്കോസ് 21 ക്രിസ്തുവിൻ്റെ പുനരാഗമനമാണ് അതിനകത്തെ ആന്തരിക പ്രമേയം. അപ്പോൾ മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. അടുത്ത യോഹന്നാൻ 14:3. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കൽ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതെത്ര മനോഹരമായിരിക്കുന്നൊരു പ്രഖ്യാപനവും വാഗ്ദത്വമാണ്. അതാണ് നാം ആശയോടെ കാത്തിരിക്കുന്നത്, കർത്താവ് ഇരിക്കുന്ന ഇടത്ത് എത്തേണ്ടതിന്. സ്തോത്രം. ഓക്കെ, അടുത്തത് അപ്പോസ്തലരുടെ പുസ്തകം 1:11 വാക്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ടെന്ന് നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത് ഈ യേശു പോയതുപോലെ പിന്നെയും എന്തോ ചെയ്യും? മടങ്ങി വരും. അതാണ് നമ്മുടെ ആശ. കർത്താവ് പോയതുപോലെ മടങ്ങി വരും നമ്മെ ചേർക്കേണ്ടതിന്. യേശു വരും എന്ന് ഒരു ദൂതൻ ഒരിക്കൽ പറഞ്ഞു, മറിയോട് പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിഴലിടും, അപ്പോൾ ഉണ്ടാകുന്ന വിശുദ്ധ പ്രജ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞത് ഒരു ദൂതനാണ്. അത് പറഞ്ഞതുപോലെ സംഭവിച്ചെങ്കിൽ 2 ദൂതന്മാർ ഒരുമിച്ച് നിന്നുകൊണ്ട് പറയുന്നു, ഈ യേശു പോയതുപോലെ മടങ്ങി വരും. 2 പേരുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകും. അതാണ് അപ്പോസ്തലരുടെ 1:11 വാക്യം. അടുത്ത പുസ്തകം എന്ന് പറയുന്ന റോമാലേഖനമാണ്. റോമാലേഖനം 13:11 വാക്യം. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ആ വാക്യം. ആ രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷയാണ്. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിലാണെന്ന് സംഭവിക്കുക. കാഹളനാദം മുഴങ്ങുമ്പോൾ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. ജീവനോടിരിക്കുന്നവർ, മരിച്ചുപോയവർ പുനരുത്ഥാനം പ്രാപിച്ച് പുറത്തു വരാനിടയാകും. മനസ്സിലായി? വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും കൂട്ടായ്മക്കാരെല്ലാം കൂടെ പണിതുറപ്പിച്ച ഭയങ്കര കനത്ത സ്ലാബുണ്ട്. നമ്മളെ കൊണ്ടുവന്ന് അങ്ങോട്ട് തിരികെ കയറ്റി വെച്ച സെല്ലുലാറുണ്ട്. മനസ്സിലായോ? പക്ഷേ അതിനകത്തുനിന്ന് നമ്മൾ പുറത്തു വരിക തന്നെ ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അതാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. അന്നാണ് നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നത്. റോമർ 13:11 വാക്യം, 11-12 വാക്യങ്ങൾ. ഓക്കെ, അടുത്ത പുസ്തകം എന്ന് പറയുന്നത് ഗലാത്യ ലേഖനമാണല്ലോ. ഗലാത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനം. 1 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 8-ാമത് വാക്യം പഠിക്കണം. അവിടെ പറയുന്നത് പുനരാഗമനത്തിൻ്റെ പ്രതീക്ഷയോടെ സഭ കാത്തിരിക്കുന്നു. അവൻ്റെ പ്രത്യക്ഷത വരെ കാത്തിരിക്കുന്ന സഭയെക്കുറിച്ച് 1:8 വാക്യം. അതല്ലെങ്കിൽ 15:52 വാക്യം. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായവർക്കും നാം രൂപാന്തരപ്പെടുമെന്ന് പറയുന്ന 1 കൊരിന്ത്യർ 15:52 വാക്യം യേശുവിൻ്റെ പുനരാഗമനത്തിൻ്റെ കനത്ത തെളിവാണ്. അടുത്തത് 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കൂടാരമായി നമ്മുടെ ഭവനം അടിഞ്ഞു പോകും, കൈപ്പണിയില്ലാത്ത ഒരു ഭവനം നിത്യതയ്ക്കായി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. 10-ാമത് വാക്യം പറയുന്നു, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. പുനരാഗമനത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ഗംഭീരമായ 10 വാക്യങ്ങളാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണാനായിട്ട് കഴിയുക. അടുത്ത പുസ്തകമാണ് ഗലാത്യ ലേഖനം 5-ാം വാക്യം. ഭാവിയിൽ നിവർത്തിക്കപ്പെടേണ്ട അനുഗ്രഹീതമായിരിക്കുന്ന ഭാവി പ്രത്യാശ നിവർത്തിക്കായി നാം കാത്തിരിക്കുന്നു എന്ന് ഗലാത്യർ 5-ാമത് വാക്യത്തിൽ കാണാൻ കഴിയും. അടുത്തത് എഫെസ്യ ലേഖനം 4:30 വാക്യം. വീണ്ടെടുപ്പിൻ നാളിനായി പരിശുദ്ധാത്മാവിനെ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ എന്തോ ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. വരാനുള്ള വീണ്ടെടുപ്പ് യേശുവിൻ്റെ കാഹളനാളിലാണ് സംഭവിക്കുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞു, ദേഹിയുടെ വീണ്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ദേഹത്തിൻ്റെ വീണ്ടെടുപ്പ് പുനരാഗമന നാളിൽ സംഭവിക്കും. ആ വീണ്ടെടുപ്പിനെ കുറിച്ച് 4:30 പറയുന്നത്. ആ വീണ്ടെടുപ്പിൻ നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാണ്. അതുകൊണ്ട് നിത്യജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു ഏർപ്പാടിലും നമ്മൾ ഇടപെടാൻ പാടില്ലെന്ന് ദൈവസഭയ്ക്ക് കനത്ത ദൂതാണ് 4:30 വാക്യം. അടുത്ത ഫിലിപ്പിയ ലേഖനം 3:20 വാക്യം. കർത്താവ് സ്വർഗത്തിൽ നിറങ്ങി വരും. എങ്ങനെ വരും? സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തിയോടെ വരും. എന്തിനു വരും? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കാൻ വേണ്ടി വരും. പ്രത്യാശയുള്ളവർക്ക് സ്വതന്ത്രം പറയാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ഏറ്റവും വലിയ ആശയാണ്. അപ്പം ഫിലിപ്പിയ ലേഖനത്തിൽ യേശുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വാക്യം അതാണ് 4:20-21. അടുത്ത വാക്യം കൊലോസ്യ ലേഖനമാണ്. കൊലോസ്യ ലേഖനം 3:4 വാക്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും ക്രിസ്തുവിനോടൊപ്പം തേജസ്സിൽ വെളിപ്പെടും. കൊലോസ്യർ 3:4 വാക്യം.
അടുത്ത പുസ്തകം തെസ്സലോനിക്ക ലേഖനമല്ലേ, 4:16 പറയേണ്ടതില്ലല്ലോ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്ന്. ഇവിടെ അടക്കം ചെയ്ത യേശു, ഭൂമിയിൽ അടക്കം ചെയ്ത യേശു പാതാളത്തിൽ നിന്ന് കയറി വരുമെന്നല്ല, ഉദ്ധാനം ചെയ്ത യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്നാണ് പറയുന്നത്. അതാണ് 4:16. അടുത്ത 2 തെസ്സലോനിക്ക ലേഖനം 2:1 വാക്യം, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും. 2:1 വാക്യത്തിൽ യേശു പുനരാഗമിക്കുമെന്ന വസ്തുത വളരെ വ്യക്തമായി പ്രതിപാദിക്കുകയാണ്. അടുത്ത പുസ്തകം 1 തിമോഥെയോസിന്റെ ലേഖനമാണ്, 6:16 വാക്യം നോക്കണം. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. മുനിയറയ്ക്ക് സ്വോത്രം കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. യേശുവിൻ്റെ പുനരാഗമനത്തെ ഉറപ്പിക്കുന്ന വാക്യം കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നു. സ്തോത്രം. എപ്പോൾ വരുമെന്നാ പറഞ്ഞേ? 1900 എന്നോ 2000 എന്നൊന്നും പറഞ്ഞൊരു പദമല്ല പറയുക, തക്ക സമയത്ത്. യേശു എപ്പോൾ വരും? ഒരുപക്ഷെ മുനിയറ കൺവെൻഷൻ ഇന്ന് രാത്രി ആശീർവാദം പറയുന്നതിന് മുമ്പായിരിക്കും കാഹളം കേൾക്കാൻ പോകുന്നത്. അതിന് പ്രത്യാശയോടെ എത്ര പേരുണ്ട്? ചിലരുടെ മുഖം കണ്ടാൽ അറിയാം, കർത്താവേ ചതിക്കല്ലേ, ഇപ്പോഴെങ്ങും വരല്ലേ എന്ന് ഉള്ളിൽ ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ടാകാം. പക്ഷേ തക്ക സമയം എന്നുള്ള പദം പഠിച്ചാൽ നമ്മൾ അമ്പരന്ന് പോവും, ബോധം കെട്ടു പോവും. തക്ക സമയം നമ്മൾ പെന്തക്കോസ്തുകാർ ഉപയോഗിക്കുന്ന തക്ക സമയമൊന്നുമല്ല. നമ്മൾ പെന്തക്കോസ്തുകാർ തക്ക സമയം എന്നുള്ള പദം അർത്ഥവ്യത്യാസത്തിൽ ഉപയോഗിക്കുക. 10 മണിക്ക് സഭായം തുടങ്ങും, 11:45 വന്ന വിശ്വാസിയും പറയുന്നത് തക്ക സമയത്ത് വരുവാൻ ഇടയായതിന് തക്കതിൻ മണ്ണോ എന്നും പറഞ്ഞാൽ തുടങ്ങുന്നത്. നമുക്ക് നമ്മുടേതായ ഒരു ഭാഷാശൈലി ഉണ്ടല്ലോ അല്ലേ. അപ്പം നമ്മുടെ തക്ക സമയം, നമ്മൾ വരുന്നതാണ് നമ്മുടെ തക്ക സമയം. പക്ഷേ വേദപുസ്തകത്തിലെ തക്ക സമയം, ഇൻ ഡ്യൂ ടൈം, ഇൻ റൈറ്റ് ടൈം, കുറിക്കപ്പെട്ട നേരം എന്നൊക്കെ പറയുന്നത് വളരെ ഗംഭീരമായൊരു സമയ പദ്ധതിയാണ്. അത് പിതാവ് മാത്രം അറിയുന്നു. ആ തക്ക സമയം നാളെ പുലർവട്ടം ഇവിടെ വരുന്നതിന് മുൻപായിരിക്കാം, ഒരു പക്ഷേ ഫെബ്രുവരിയിലെ കലണ്ടർ മാറ്റി മാർച്ചിലേക്ക് തിരിച്ചിടുന്നതിന് മുൻപായിരിക്കാം, 2026 തീരുന്നതിന് മുൻപാകാം. എപ്പോഴായാലും ഞാൻ ഒരുക്കമാണെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അതാണ് 1 തിമോഥെയോസ് ലേഖനം. 2 തിമോഥെയോസ് ലേഖനം 4:8 വാക്യം, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും ആ നീതിയുടെ ന്യായാധിപതിയായ കർത്താവ് പ്രതിഫലം തരും. 4:8 വാക്യം പുനരാഗമനത്തിൻ്റെ ശക്തമായ സാക്ഷ്യമാണ്. ഓക്കെ, അടുത്ത പുസ്തകത്തിലേക്ക് നമ്മൾ വരണം. ഏതാ അടുത്ത പുസ്തകം? തീത്തോസിന്റെ ലേഖനം, തീത്തോസ് 2:12. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത. സുന്ദരമാണ് വാക്യം. പ്രസംഗകന് നിന്നും മേയാൻ കൊള്ളാവുന്ന അനുഗ്രഹിത മേച്ചിൽപ്പുറമാണ്. 2:12, 13, 14, 15 വരെയുള്ള വേദവാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് ഗംഭീരമായി പ്രതിപാദിക്കുന്ന വാക്യം. തീത്തോസ് 2:12, 13 വാക്യങ്ങൾ. ഓക്കെ, അടുത്ത പുസ്തകം ഫിലേമോനാണ്. ഫിലേമോന്റെ ലേഖനത്തിൽ പുനരാഗമനവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ വാക്യം പോലും നമുക്കില്ല. വേണമെങ്കിൽ ചില വാക്യങ്ങളെ യോജിപ്പിച്ച് വ്യാഖ്യാനിച്ചു കൊണ്ടുവരാം, പാടുപെടേണ്ട കാര്യമില്ല, ബാക്കി പുസ്തകങ്ങളിലൊക്കെ ഉണ്ടല്ലോ. അടുത്ത പുസ്തകം എബ്രായ ലേഖനമാണ്. എബ്രായ ലേഖനം 10:37 വാക്യം. ഓ, എന്ന ശ്രേഷ്ഠമായ വാക്യമാണെന്നറിയാമോ? ആ വാക്യത്തിൻ്റെ ഘടന 10:37. ഇനി എത്രയും, ബാക്കി പറ, അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ, യേശുവിന് വീണ്ടെടുപ്പുകാരൻ, രക്ഷാനായകൻ എന്നൊക്കെ ഒത്തിരി പേര് കൊടുത്തിട്ടുണ്ട്. ദൈവപുത്രൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കൊടുത്തിട്ടുണ്ട്. രാജാവാണ്, ദാസനാണ്, നല്ല മനുഷ്യനാണ്, മഹാദൈവമാണ്, സത്യദൈവമാണ്, വീണ്ടെടുപ്പുകാരൻ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. ആ പേരുകളിലൊക്കെ മികച്ച വ്യത്യസ്തമായൊരു പേര് 10:37 പറയുന്നു, വരാനുള്ളവൻ. യേശു ആരാ? പേടിക്കാതിരിക്കാമെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നമ്മളെല്ലാം പോകാനുള്ളവരാണ്. മനസ്സിലായോ? വരാനുള്ളവൻ ഒരുവനേ ഉള്ളൂ, അത് കർത്താവാണ്. രക്തസമ്മർദ്ദം കൂടിയോ? മുനിയറ കൺവെൻഷൻ കഴിഞ്ഞേ പോകത്തുള്ളൂ, എന്തായാലും ഇന്ന് രാത്രി ആരും പോവുകയില്ല. നമ്മുടെയൊക്കെ പേര് പോകാനുള്ളവരെന്നാ, മനസ്സിലായില്ലേ? പക്ഷെ വരാനുള്ള ഒരുവനേ ഉള്ളൂ. ആരാ അത്? നമ്മുടെ കർത്താവാണ്. വരിക തന്നെ ചെയ്യും. സ്തോത്രം. അതാണ് 10:37 വാക്യം. അത് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. യാക്കോബിന്റെ ലേഖനം 5:7 വാക്യം, കൃഷിക്കാരൻ തൻ്റെ കൃഷിയുടെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ പ്രത്യക്ഷത സമാഗതമായിരിക്കുന്നു എന്ന് യാക്കോബ് എന്ന പ്രവൃത്തിയുടെ അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്. അടുത്ത പുസ്തകം 1 പത്രോസ് ലേഖനമല്ലേ, 1 പത്രോസ് 1:13 വാക്യം, നിർമ്മതരായിരിപ്പീൻ. കണ്ടോ, നിർമ്മതരായിരിപ്പീൻ, നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കണം, ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത അടുത്തിരിക്കുന്നു. 1:13 വാക്യം. 2 പത്രോസ് ലേഖനം 3:9 വാക്യം, കർത്താവിൻ്റെ ദിവസമോ വളരെ പോലെ വരും എന്ന് പറയുന്നു. 3:9, 10 വാക്യങ്ങൾ. അടുത്ത പുസ്തകം 1 യോഹന്നാൻ ലേഖനമാണ്, 2:28 വാക്യം, ഇനിയും കുഞ്ഞുങ്ങളെ അവൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് എന്ന് പറയുന്നു. അവൻ്റെ പ്രത്യക്ഷതയിൽ നമ്മൾ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്, അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. യേശുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് യോഹന്നാൻ വ്യക്തമാക്കുന്നു. 2:28 വാക്യം. അടുത്ത ലേഖനങ്ങൾ
2 യോഹന്നാന്റെ ലേഖനം, 3 യോഹന്നാന്റെ ലേഖനം. ഈ 2 ലേഖനങ്ങളിലും പുനരാഗമനത്തിൻ്റെ പ്രതീക്ഷ നൽകുന്ന വാക്യങ്ങളില്ല എന്നറിയണം. അപ്പോൾ ഫിലോമോനിലുമില്ല, 2 യോഹന്നാനിലുമില്ല, 3 യോഹന്നാനിലുമില്ല. അടുത്ത ലേഖനം യൂദായുടെ ലേഖനമാണ്. 14-15 വാക്യത്തിൽ പറയുന്നു, ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് ഇതാവൻ 1000 വിശുദ്ധന്മാരുമായി വരുന്നു എന്നരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ യൂദായുടെ ലേഖനവും അത് തന്നെ പറയുന്നു. ഇനി അടുത്ത പുസ്തകം, അവസാന പുസ്തകം, വെളിപ്പാട് പുസ്തകമല്ലേ? അതിനകത്ത് മൊത്തം പുനരാഗമനമാണല്ലോ. 22-20 വാക്യം, ഇതാ ഞാൻ വേഗം വരുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കാം, കർത്താവിന് ഇങ്ങോട്ട് വരാനാണോ ഇത്ര ധൃതി, അതോ കർത്താവ് ഇങ്ങോട്ട് വരണമെന്ന് നമുക്കാണോ ധൃതി? നമുക്ക് വലിയ ധൃതി ഇല്ലെന്നാണ് ഈ മൗനം തെളിയിക്കുന്നത്. കർത്താവ് പറയുന്നത് എന്തോന്നറിയാമോ? ഇതാ ഞാൻ വരുന്നു എന്നല്ല, പിന്നെ വേഗം വരുന്നു. അപ്പോൾ സഭയുടെ പ്രതികരണം, കർത്താവേ വരണമേ എന്ന് പറഞ്ഞാൽ വന്നില്ലേലും വലിയ കുഴപ്പം ഇല്ല, ഞങ്ങൾ ഈ മുന്നേറയിലൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളാം. കർത്താവ് വന്നില്ലേലും കുഴപ്പമില്ല, പിന്നെ വരുന്നെങ്കിൽ പോരെ, ഞങ്ങളായിട്ട് തടസ്സപ്പെടുത്തുന്നില്ല. പക്ഷേ കർത്താവിന് വരണമെന്നല്ല, വേഗം വരണമെന്ന. അതുതന്നെയാണ് സഭായോഗം കഴിയുമ്പം ആശീർവാദം കഴിഞ്ഞ് ദൈവദാസൻ പറയുമോ, ആമേൻ കർത്താവായ യേശുവേ. വേഗം എന്നൊക്കെ അമ്മച്ചിമാരെ പറയത്തുള്ളൂ. ഒരുമാതിരിപ്പെട്ടവരൊക്കെ വരണമേ, ചിലർ മിണ്ടുന്ന പോലും ഇല്ല, അതിന് പ്രതികരണമേ പറയുന്നില്ല. 3 കൂട്ടം ആളുകളുണ്ട് ആശീർവാദത്തിൻ്റെ പ്രതികരണത്തിൽ. ഒന്നുകിൽ വേഗം വരണമേ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലേ, ചില പറയുന്നു വരണമേ. കർത്താവ് അഡ്മിഷനൊക്കെ കിട്ടിയതേ ഉള്ളൂ, അവിടെ ഇവിടേക്ക് ഒന്ന് പോയി പഠിച്ചിട്ട് കുറേ റിയാലും ദർഹവും ദറംസും ഒക്കെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ടൊക്കെ ചെയ്ത് ജീവിതമൊക്കെ ഒന്ന് പുഷ്ടിപ്പെട്ടിട്ടൊക്കെ വന്നാൽ മതി കർത്താവ്. അവിടെ വന്നിരുന്ന പാട്ടും പ്രാർത്ഥനയൊക്കെ എല്ലാം ഉള്ളൂ, കുഴിമന്തി ഒന്നും അവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വല്ലതൊക്കെ കഴിച്ചു കുടിച്ചൊക്കെ ഇങ്ങനെ പോയിട്ട് പതിയെ വന്നാൽ മതി എന്നൊക്കെ നിലയിലാണ് ചിലർ വരണമേ എന്ന് പറഞ്ഞു. ചിലർ വരണമേ എന്നല്ല, വേഗം വരണമേ. ചിലർ ആ ഭാഗത്ത് മിണ്ടുന്നതേയില്ല, വരുമോ വരാതിരിക്കുകയോ ചെയ്യും. അതെന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നുള്ളതാണ് ചിലരുടെ കാര്യം. പക്ഷേ അകത്ത് പ്രത്യാശ, ആശയുള്ളവൻ വിളിച്ചു പറയുന്നു, വേഗം വരണമേ കർത്താവേ. ആ പ്രത്യാശയുള്ളവരെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശു വരുമ്പോൾ കയറിപ്പോകാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? വേഗം പറയാമേ ചില നിമിഷങ്ങൾ കൊണ്ട്. ആ യോഗ്യതകൾ ഇല്ലാതെ ആരും പോകരുത്. മുനിയറ കൺവെൻഷൻ 25 വർഷം കൂടി. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അതിനകത്ത് 6, 7, 8, 10 ഒക്കെ കൂടിയവരുണ്ടാകാം. എല്ലാവരും അറിയണം, യേശു മടങ്ങി വരുമ്പോൾ ആശ പൂർത്തിയാക്കാൻ നമ്മുടെ ഭാഗത്തുള്ള യോഗ്യതകൾ എന്താ? ഒരു ക്രൈസ്തവ സഭയുള്ള പേരിനുടമയായതുകൊണ്ടായില്ല, സഭയിൽ അംഗമായതുകൊണ്ടായില്ല. 4 സങ്കീർത്തനം കാണാതറിയാം, സിയോൻ ഗീതാവിൻ്റെ പുസ്തകം തുറക്കാതെ പാട്ട് മൊത്തം കാണാതെ പാടാനറിയാം, പ്രസംഗിക്കാനറിയാം, പ്രബോധിപ്പിക്കാനറിയാം. നോ, അതൊന്നുമല്ല യോഗ്യതകൾ. എന്താണ് യോഗ്യതകൾ? 1, 2, 3 എന്ന് അക്കമിട്ട് പറയാൻ ഒത്തിരിയുണ്ട്. ചിലത് പ്രസക്തമായത് പറയാം. 1 കേട്ടോണം, ഇനി ഞാൻ വേഗം അതുകൊണ്ട് കുത്തി നിർത്തുവാനുള്ള തിരക്കിലാണ്, നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണം. യേശു വരുമ്പോൾ കയറിപ്പോകാനുള്ള 1ാമത്തെ യോഗ്യത, നാം യേശുവിൻ്റേതാകണം. യേശുവിൻ്റേതാകണം. മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുവിൻ്റേതാകണം. അതിൻ്റെ വാക്യം ശ്രദ്ധിച്ചോണം. 1 കൊരിന്ത്യർ ലേഖനം 15-23 വാക്യം. 1 കൊരിന്ത്യർ 15-23 വാക്യം. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. കണ്ടോ ആ പ്രയോഗം ശ്രദ്ധിക്കും, ക്രിസ്തുവിനുള്ളവർ. സമുദായത്തിനുള്ളവരല്ല, സഭയ്ക്കുള്ളവരല്ല, സംഘടനയ്ക്കുള്ളവരല്ല, ജനസംഘശക്തിക്കുള്ളവരല്ല, രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളവരല്ല, മതത്തിനുള്ളവരല്ല. കണ്ടോ, ഇസങ്ങൾക്കോ പ്രത്യയശാസ്ത്രങ്ങൾക്കോ ഉള്ളവരല്ല. എടുത്തു പറയുന്നു, ആർക്കുള്ളവരായിരിക്കണം? ക്രിസ്തുവിനുള്ളവർ ആകണം. ആ പ്രയോഗം 15-23 വാക്യത്തിൻ്റെ വിശകലനത്തിന് വേണ്ടി നേരെ പോകണം. യോഹന്നാൻ്റെ സുവിശേഷം 6-40 വാക്യം. യോഹന്നാൻ 6:40 ഇങ്ങനെ പറയുന്നു, പുത്രനെ നോക്കി വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുന്നവനെ ഒടുക്കത്തെ നാൾ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ആരാന്ന് പറ? പുത്രനെ നോക്കുന്നവൻ. നോക്കിയാൽ മാത്രം പോരാ, എന്തോ ചെയ്യണം? വിശ്വസിക്കണം. വിശ്വസിക്കുന്നതിൻ്റെ അനന്തരഫലമായി നിത്യജീവൻ പ്രാപിക്കണം. ആ നിത്യജീവൻ പ്രാപിച്ചവനാണ് കർത്താവിനുള്ളവർ. അവരെയാണ് കർത്താവ് ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുക. എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടണം, വിശ്വാസ ജീവിതത്തിനുടമയായി മാറണം. പുത്രനിൽ വിശ്വസിക്കുന്നവന് മാത്രമേ പാപമോചനമുള്ളൂ. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം, തിയോളജിയാണ്. പുത്രനിൽ വിശ്വസിക്കുന്നവന് പാപമോചനം. അപ്പോസ്തലപ്രവൃത്തി 10:43. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും എന്തുകൊണ്ട്? പാപമോചനമുണ്ട്. 2, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ. യോഹന്നാന്റെ സുവിശേഷം 3:15 വാക്യം. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ. 3:36 വാക്യം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. കണ്ടോ, അപ്പോൾ പാപമോചനം പ്രാപിച്ചവന് നിത്യജീവൻ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ്. കുന്നു കയറുന്നതിലൂടെ, മലയിറങ്ങുന്നതിലൂടെ, പുഴ താണ്ടുന്നതിലൂടെ, കടൽ നീന്തുന്നതിലൂടെ, പദയാത്ര നനഞ്ഞോ നനയാതെയോ, ചെരുപ്പിട്ടോ ചെരുപ്പിടാതെയോ, വിവിധ നിറത്തിലുള്ള തുണി അണിഞ്ഞോ അണിയാതെയോ നടക്കുന്നതിലൂടെ ഒന്നും ആർക്കും നിത്യജീവൻ പ്രാപിക്കാൻ പറ്റില്ല. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ യേശുവിനെ നോക്കി വിശ്വസിക്കണം. മനസ്സിലായോ? അടുത്തത്, യേശുവിൽ വിശ്വസിക്കുന്നവന് പുത്രത്വം.
ഗലാത്യലേഖനം 3:26 വാക്യം. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കപ്പെടുന്നതാണ് പുത്രത്വം. ക്രിസ്തുവിലെ വിശ്വാസത്താൽ നാം എല്ലാവരും ദൈവമക്കളായി തീർന്നു. അതാണ് പുത്രത്വം എന്ന് പറയുന്നത്. കണ്ടോ? അടുത്തത്, യേശുവിൽ വിശ്വസിക്കുന്നവന് നീതീകരണം. റോമാലേഖനം 5:1 വാക്യം. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നാം എല്ലാവരും നീതീകരിക്കപ്പെട്ട് ദൈവത്തോട് സമാധാനമുള്ളവരായി തീർന്നു. അടുത്തത്, യേശുവിൽ വിശ്വസിക്കുന്നവന് ദൈവപ്രസാദം. യോഹന്നാന്റെ സുവിശേഷം 6 അതിൻ്റെ 28-29 വാക്യം. പരീശന്മാർ ചോദിക്കുന്നു, ദൈവം പ്രസാദിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? വെടി വഴിപാട് നടത്തിയാൽ മതിയോ? ആടിനെ കണ്ടിച്ചാൽ മതിയോ? രക്താർപ്പണം നടത്തിയാൽ മതിയോ? കുന്നു കയറിയാൽ മതിയോ? യാഗം നടത്തിയാൽ മതിയോ? യോഗങ്ങൾ നടത്തിയാൽ മതിയോ? കഞ്ഞി വീഴ്ത്തിയാൽ മതിയോ? സ്കൂബി ഡേ ബാഗ് സാധുജനങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്താൽ മതിയോ? ആളുകളുടെ മേക്കൂര നനയുന്നതിനെ മാറ്റിക്കൊടുത്താൽ മതിയോ? പെമ്പിള്ളേരുടെ വിവാഹം നടത്തി കൊടുത്താൽ മതിയോ? എന്ത് ചെയ്താൽ ദൈവം പ്രസാദിക്കും? യേശു ആ ചോദ്യത്തിന് മറുപടി പറയുന്നു, പിതാവായ ദൈവം നിങ്ങൾ പ്രസാദിക്കണമെങ്കിൽ ദൈവം അയച്ച ഒരുവനുണ്ട്, അവനിൽ വിശ്വസിച്ചെങ്കിലേ പറ്റൂ. അവനിലാണ് ദൈവം പ്രസാദിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ പറയപ്പെട്ടതെല്ലാം ലഭിക്കപ്പെടണമെങ്കിൽ യേശുവിൽ വിശ്വസിച്ചെങ്കിലേ പറ്റുള്ളൂ. കനത്ത ഒരു വാക്യം കൂടെ കൂട്ടിച്ചേർക്കുക. യോഹന്നാന്റെ സുവിശേഷം 11:25. യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവനാണ് കർത്താവിൻ്റേതായി മാറുന്നത്. അവർ മാത്രമേ ഉയർത്തു വരികയുള്ളൂ. അല്ലാത്തവർ ഉയർത്തു വരില്ല. അല്ലാത്തവർ മരണത്തോടുകൂടെ ഈ മണ്ണിൽ ഉറങ്ങും. കർത്താവിൻ്റെ കാഹളം കഴിഞ്ഞ് 1007 വർഷം കഴിഞ്ഞ് അവരെ ഉണർത്തിക്കൊണ്ടുവരുന്ന നിത്യതയിലേക്ക്, നിത്യജീവൻ, നിത്യസന്തോഷം, നിത്യസൗഭാഗ്യം, നിത്യ ആനന്ദത്തിലേക്ക് കൊണ്ടുപോകാനല്ല, നിത്യദണ്ഡനത്തിലേക്ക്, നിത്യശിക്ഷാവധിയിലേക്ക് കൊണ്ടുപോകാൻ, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിലേക്ക്. അതുകൊണ്ട് മുനിയറയിൽ എന്നെ ഈ ശബ്ദത്തിൽ ശ്രവിക്കുന്ന മാന്യ സുഹൃത്തെ, താങ്കളോട് പറയാം, ഒരു കുഞ്ഞനുജനെ പോലെ, ജ്യേഷ്ഠ സഹോദരനെ പോലെ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരുവനെ പോലെ താങ്കളോട് ആത്മാർത്ഥമായി പറയുന്നു, ക്രിസ്തുരഹിതമായി ജീവിച്ചാൽ മരണാനന്തരം താങ്കൾ പോകുന്ന നിത്യശിക്ഷാവധിയിലേക്ക്, ക്രിസ്തു ഉള്ളവൻ പോകുന്ന നിത്യ സൗഭാഗ്യത്തിലേക്ക്. എവിടെ പോകണമെന്ന് താങ്കൾ തന്നെ തീരുമാനിച്ചു പോകണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം യേശുവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ ക്രിസ്തുവിൻ്റേതാകണം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. രണ്ടാമത്തേത് സംഗതി എന്ന് പറയുന്നത്, യേശു വരുമ്പോൾ കയറി പോകണമെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ചേരണം. ക്രിസ്തുവിൻ്റേതാണെന്ന് പറഞ്ഞ് ചുമ്മാ നടന്ന പോരാ, ബന്ധം പറഞ്ഞ് നടന്ന പോരാ, ക്രിസ്തുവിനോട് ചേരണം. 2 വാക്യങ്ങൾ തരാം. റോമാലേഖനം 6 വാക്യം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങൾ. ഗലാത്യലേഖനം 3:27 വാക്യം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. 2 വാക്യങ്ങളിൽ ചേരുക എന്ന് പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ചേരുന്നത്? സ്നാനത്താലാണ് ചേരുന്നത്. സ്വത്രം പറയാൻ പറ്റുമോ? സ്നാനത്താലാണ് ഒരുവൻ ക്രിസ്തുവിനോട് ചേരുന്നത്. അല്ലാതെ വെറുതെ വാക്കുകൾ കൊണ്ടല്ല, പ്രവർത്തികൾ കൊണ്ടല്ല, സഭാ രജിസ്റ്ററിൽ അംഗമായതുകൊണ്ട് ല്ല, പള്ളി പണിയാൻ സ്ഥലം കൊടുത്തതോ കാശ് കൊടുത്തതോ പട്ടക്കാരനെ ശുശ്രൂഷകനെ വേണ്ടുന്നതായിരിക്കുന്ന സൽക്കാരങ്ങൾ കൊടുത്ത് പോഷിപ്പിച്ചതോ ഒന്നുമല്ല ക്രിസ്തുവിനോട് ചേരുന്നത്. ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ ക്രിസ്തു കാണിച്ച മാതൃക പ്രകാരം സ്നാനമേൽക്കണം. ക്രിസ്തു കാണിച്ച മാതൃക പ്രകാരം തന്നെ സ്നാനമേൽക്കണം. ഈശോ മിശിഹ വെള്ളത്തിൽ നിന്ന് മുങ്ങിപ്പൊങ്ങിയപ്പോൾ കോനാട്ട് മാത്തൻ മൽപ്പാൻ എഴുതിയ പക്കാ സുറിയാനി ഭാഷാന്തരത്തിൽ അങ്ങനെയാണ് കുറിച്ച് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഉപയോഗിക്കുന്ന മലയാള ബൈബിളിൽ അത്രയും ഗംഭീരമായി വിവരണമില്ല. കോനാട്ട് മാത്തൻ മൽപ്പാൻ എഴുതിയ അനുഗ്രഹിതമായ പുതിയ നിയമ ഭാഷാന്തരത്തിൽ മിശിഹ വെള്ളത്തിൽ നിന്ന് മുങ്ങിപ്പൊങ്ങി വന്നപ്പോൾ പരിശുദ്ധ റൂഹ പ്രാവെന്ന പോലെ ഇറങ്ങിയെന്നാണ്. അപ്പം മുങ്ങുകയും ചെയ്തു, പൊങ്ങുകയും ചെയ്തു. എന്തിനാണ് മുക്കുന്നത് എന്ന് ചിലർക്ക് പരിഹാസമാണ്. മുക്കുന്ന എന്തിന്? വെള്ളം തളിച്ചാൽ പോരാ. യേശു കാണിച്ച മാതൃക മുങ്ങി തന്നെയാണ്. എന്തിനാണ് മുങ്ങുന്നതെന്നറിയാമോ? റോമാലേഖനം 6 പഠിക്കണം. അവൻ്റെ മരണയടക്ക പുനരുദ്ധാനത്തോടെ ഏകീഭവിക്കുന്നതാണ് സ്നാനമെന്ന കർമ്മം. യേശു മരിച്ചു, അടക്കപ്പെടുന്നത് എങ്ങനെയാണ്? കൊണ്ടുവച്ച മൃതശരീരത്തിലേക്ക് 5-6 പിടി മണ്ണ് വാരിയിട്ടിട്ട് നമ്മൾ വീട്ടിൽ പോരുമായിരിക്കാം. പക്ഷേ അതിൻ്റെ വേണ്ടപ്പെട്ടവർ വീട്ടിൽ പോരില്ല. ആ കുഴിക്കകത്തേക്ക് ഇറക്കി വെച്ച പെട്ടി പുറത്ത് കാണാത്ത പരുവത്തിൽ, ഗിൽറ്റിട്ട പെട്ടി കാണാത്ത പരുവത്തിൽ, അടക്കം ചെയ്ത വ്യക്തിയെ കാണാത്ത പരുവത്തിൽ മണ്ണ് കൊണ്ട് മൂടുന്നു. ആ മൂടുന്ന അടക്ക പ്രക്രിയയോട് ഏകീഭവിക്കാനാണ് സ്നാനാർത്ഥിയെ സ്നാപകൻ വെള്ളത്തിൽ മുക്കി താഴ്ത്തുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അണിവരൽ പോലും പുറത്ത് കാണാത്ത പരുവത്തിൽ, മുടിനാരയുടെ പോലും ജലപ്പരപ്പിൽ പൊന്തിക്കിടക്കാത്ത പരുവത്തിൽ പേടിച്ചങ്ങോട്ട് താക്കും ഞങ്ങൾ. അനി താക്കുന്നത് വാശി തീർക്കാനല്ല കേട്ടോ. വാശി തീർക്കാനാണെങ്കിൽ താത്ത് വെച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ, പോക്കണ്ടല്ലോ. 25 കൊല്ലം മുനിയറ കൺവെൻഷൻ നടത്തിയിട്ട് നീ സ്നാനപ്പെട്ടില്ല, ഇങ്ങോട്ട് ഇറങ്ങി വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പിടിച്ച് താക്കുന്നത് വാശി തീർക്കാനല്ല, അടക്കത്തിൻ്റെ രൂപത്തോടെ ഏകീഭവിക്കാനാണ്. പക്ഷേ യേശു അടക്കപ്പെടുക മാത്രമല്ല, ഉയർക്കുകയും കൂടെ ചെയ്തു. അതുകൊണ്ടാണ് പിടിച്ച് പോക്കുന്നേ. അപ്പം അടക്കത്തോടും ഉയർപ്പിനോടും ഏകീഭവിക്കുന്ന രീതിയിൽ വേണം സ്നാനം. അങ്ങനെ സ്നാനപ്പെടുന്നവനാണ് ക്രിസ്തുവിനോട് ചേരുന്നത്.
മനസ്സിലാകുന്നു? ഇനി അതിൻ്റെ ദൈവശാസ്ത്രം പറയാം. റോമർ 6:3 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങൾ. ഗലാത്യർ 3:27 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങൾ. അപ്പോൾ സ്നാനത്താലാണ് ക്രിസ്തുവിനോട് ചേരുന്നത്. ഇനി ശ്രദ്ധിച്ച്, അതിനകത്ത് തീക്ഷ്ണമായൊരു ദൈവശാസ്ത്രമുണ്ട്. അങ്ങനെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ ഒരാൾ ക്രിസ്തുവിനോട് ചേർന്നു. ക്രിസ്തുവിനോട് ചേർന്ന് കഴിഞ്ഞാൽ എന്തോ ആകുമെന്ന് പറ. ക്രിസ്തുവിനോട് ചേർന്നാൽ എന്തോ ആകും? 1 കൊരിന്ത്യർ ലേഖനം 6:17 1 കൊരിന്ത്യർ 6:17 പറയുന്നു, ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏക ശരീരമല്ല, ഏക ആത്മാവാകുന്നു. 1 കൊരിന്ത്യർ 6:17 തെറ്റുവരരുത്, പദങ്ങൾക്ക് മാറ്റം വരരുത്. ക്രിസ്തുവിനോട് ചേരുന്നവൻ അവനുമായി ഏക ആത്മാവാകുന്നു. അപ്പൊ സ്നാനത്താൽ നാം ക്രിസ്തു എന്ന ആത്മാവിനോട് ചേരുന്നു. കണ്ടോ, ആത്മാവിനോട് നമ്മൾ പറ്റിച്ചേരുന്നു. നാം ക്രിസ്തു ഒരേ ആത്മാവായി മാറുന്നു. അതുകൊണ്ടുള്ള പുണ്യം എന്താണെന്നറിയാമോ? ആത്മമണ്ഡലത്തിലേക്ക് പ്രവേശനം ആത്മാവിന് മാത്രമേ ഉള്ളൂ, ജഡരക്തങ്ങൾക്കില്ല. മനസ്സിലായില്ലേ? 1 കൊരിന്ത്യർ 6:17 ദൈവശാസ്ത്രം അറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 2:24 പഠിക്കണം. ഉൽപ്പത്തി 2:24 എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് എന്തോ ചെയ്യും? പറ്റിച്ചേരും. ഇരുവരും, ബാക്കി കേൾക്കണം, ഇരുവരും ഒരു ദേഹമായി മാറും. കണ്ടോ, ഭാര്യയോട് പറ്റിച്ചേരുന്ന ഭർത്താവും ഭർത്താവിനോട് പറ്റിച്ചേരുന്ന ഭാര്യയും ഇരുവരും ഒരു ദേഹമേ ആകുന്നുള്ളൂ, ആത്മാവാകത്തില്ല. അതുകൊണ്ടാണ് ശുശ്രൂഷ നടന്ന ദൈവദാസന്മാർ കാർമികൻ പറഞ്ഞു കൊടുക്കുന്നത്, മരണം നിങ്ങളെ വേർപിരിക്കുന്നാൾ വരെ. കണ്ടോ, മരണം വേർപിരിക്കുന്നാൾ വരെ മാത്രമേ ഒന്നായി ജീവിക്കാൻ പറ്റുള്ളൂ. മരണം ഒരാളെ അടിച്ചു പിടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് ഒന്നല്ല, പുനർവിവാഹമാകാം, അതല്ലെങ്കിൽ വൈധവ്യം, അല്ലെങ്കിൽ വിഭാര്യത്വം ആചരിക്കാം. താല്പര്യമെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, അവസരമുണ്ടെങ്കിൽ പുനർവിവാഹം മാന്യമായി നടത്താൻ കുഴപ്പമില്ല. പക്ഷേ മരണം വരെ മാത്രമേ ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി ഒന്നിച്ച് ജീവിക്കാൻ, ഏക ശരീരമായി ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഒരാളിനെ മരണം കൊണ്ടുപോയെന്നിരിക്കട്ടെ, കരഞ്ഞു വിളിച്ച് ആകപ്പാടെ വല്ലാതിരിക്കുന്ന വീട്ടിലെ ശുശ്രൂഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പ്രധാന കാർമ്മികൻ പറയുന്നു, ഇനി ഭൗതിക ശരീരം നമ്മൾ സെമിത്തേരിയിലേക്ക് എടുക്കുകയാണ്. അന്നേരം ഒരു നിലവിളി ബഹളവും കൂടെ. അയ്യോ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് അമ്മാമ്മ വീണ് കിടന്നൊരു കരച്ചിൽ. എന്നാൽ കൊണ്ടുപോകുന്നില്ല, ഇവിടെ വെച്ചേക്കാന്ന് പറഞ്ഞ് നമ്മളങ്ങ് തിരിഞ്ഞു നടന്നേ. അമ്മ പറയും, അയ്യോ ഞാനങ്ങനെ ഒരു നാട്ടു നടപ്പ് പറഞ്ഞെന്നുള്ളത്, കൊണ്ടുപോകണേ, ഇവിടെ വെച്ചേക്കല്ലേ എന്ന് പറയും. കാരണം എന്താണെന്നറിയാം, ഞങ്ങൾ തമ്മിലുള്ള ഇടപാട് എന്തോ ചെയ്തു, ഇന്നലെ രാത്രി കൊണ്ട് തീർന്നു, പുള്ളി പോയതാ. ഇനി ഞങ്ങളൊന്നല്ല, രണ്ടായി. ഇത് ശവമാണ്. ഞാൻ സ്നേഹിച്ച്, എന്നെ സ്നേഹിച്ച്, ഞാൻ പ്രണയിച്ച്, എന്നെ പ്രണയിച്ച്, എന്നെ കരുതി, എന്നെ പുലർത്തിയ, എന്നോടൊന്നായി നിന്ന് അദ്ദേഹം യാത്രയായി. ഇനി ഞങ്ങൾ തമ്മിൽ ഒന്നല്ല. അദ്ദേഹം പോയി, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമാ, കൊണ്ടുപോക്കോ എവിടെയാണെന്ന് വെച്ചാൽ എന്ന് അവർ തന്നെ പറയും. കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. പിന്നെ കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറയുന്നൊരു നാട്ടു നടപ്പിൻ്റെ രീതി എന്നുള്ളതേ ഉള്ളൂ. അവരൊന്നല്ല. പക്ഷേ സ്നാനത്താൽ ക്രിസ്തുവിനോട് ചേർന്നവൻ ഏക ശരീരമല്ല, ഏക ആത്മാവാണ്. ആത്മാവിന് മാത്രമേ ആത്മമണ്ഡലത്തിൽ പ്രവേശനമുള്ളൂ. ദൈവശാസ്ത്രം മനസ്സിലായവർക്ക് സ്വത്രം പറയാൻ പറ്റത്തുള്ളൂ. മാംസരക്തങ്ങൾ സ്വർഗ്ഗരാജ്യം അവകാശമാക്കത്തില്ല. അതുകൊണ്ട് പണ്ട് ഇള്ള പരുവത്തിൽ എൻ്റെ അമ്മാച്ചൻ എടുത്തു പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ദേഹത്ത് വെള്ളം വീണതാണെന്നും പറഞ്ഞ്, സ്നാനപ്പെട്ടെന്നും പറഞ്ഞ് ആകപ്പാടെ മുടിക്ക് നടക്കരുത്. കർത്താവിനോട് ചേരാനുള്ള സ്നാനം ഈ ജ്ഞാനസ്നാനമാണ്, വിശ്വാസ സ്നാനമാണ്. വിശ്വസിക്കാൻ സ്നാനമേൽക്കുകയും ചെയ്യുന്നവില്ലെങ്കിൽ നീ നാശത്തിലേക്ക് പോകും. വിശ്വസിക്കാൻ സ്നാനപ്പെടുകയും ചെയ്താൽ നിരീക്ഷിക്കപ്പെടും. പ്രൈസ് ദ ലോർഡ്. അത് തീർച്ചയായിട്ടും തിരിച്ചറിയണം. ക്രിസ്തു എന്ന ആത്മാവിനോട് ഏകാത്മാവാകുന്ന കർമ്മമാണ് സ്നാനം. അല്ലാതെ പെന്തക്കോസ്ത് ഉപദേശിമാർ തട്ടിക്കൂട്ടിയ ഏർപ്പാടല്ല സ്നാനം. കർത്താവ് കാണിച്ച മാതൃക പ്രകാരം അത് ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് സ്നാനം എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ കാര്യം നിർവഹിക്കുന്നവരാണ് ക്രിസ്തുവിൽ ആയത്. സ്തോത്രം. സ്നാനത്തെക്കുറിച്ചൊക്കെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടു പാസ്റ്റേ. എനിക്ക് SMS അയക്കുന്നുണ്ട് ഒത്തിരി പേര്. സന്തോഷം പാസ്റ്റേ, ഞങ്ങളുടെ ദേശത്ത് സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു. അതെൻ്റെ ഉത്തരവാദിത്വമായിട്ടുണ്ട്, പറഞ്ഞു. ഇനി സ്നാനപ്പെട്ടവരോടാണ് പറയാൻ പോകുന്നത്. സ്നാനപ്പെട്ടത് കൊണ്ട് കയറി പോകണമെന്നൊന്നുമില്ല. സ്നാനപ്പെട്ടതിന് ശേഷം സ്നാനാനന്തര ജീവിതം പവിത്രവും പരിപാവനവുമായി കാക്കണം. മനസ്സിലായോ? റോമാലേഖനം 6 എടുത്ത് അതിൽ 3 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. നമുക്ക് ഈ സ്നാനത്തിന് മുമ്പൊരു ക്ലാസ് ഉണ്ട്. സ്നാനം കഴിഞ്ഞ് ക്ലാസ് ഉണ്ടോ? സ്നാനത്തിന് മുമ്പ് നമ്മൾ നാളെ സ്നാനം 10 മണിക്കാണ് ക്രമീകരിച്ചിരിക്കുന്നതുകൊണ്ട് സ്നാനത്തിന് പേര് തന്നവരല്ല 8 മണിക്ക് വരണമെന്നൊരു അനൗൺസ്മെൻറ്റ് കേട്ടിട്ടില്ലേ? എല്ലാവരും 8 മണിക്ക് തന്നെ വരുന്നു. ക്ലാസ്, ഗംഭീര ക്ലാസ്. സ്നാനം എന്താണ്, എങ്ങനെയാണ്, ആർക്കാണ്, എപ്പോഴാണ്, എവിടെയാണ്, അതിനകത്ത് ദൈവശാസ്ത്രം എന്താ, ഗംഭീരമായി പഠിപ്പിക്കും. പക്ഷേ സ്നാനക്കടവിൽ സ്നാനപ്പെടുത്തിയ ദൈവദാസനും കാർമ്മികത്വം വഹിച്ച ദൈവദാസന്മാരോ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ, സ്നാനപ്പെട്ടവരാരും ഇനി അങ്ങും ഇങ്ങും ചെതറിപ്പോകരുത്, നിങ്ങൾക്കൊരു ക്ലാസ് കൂടെയുണ്ട്? അങ്ങനെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള ആരുണ്ട്? ആരുമില്ല. അതിൻ്റെ കുഴപ്പം ദൈവസഭയ്ക്കുണ്ട്.
സ്നാനപ്പെട്ടതിന് ശേഷം ക്ലാസ് കൊടുക്കണം. മനസ്സിലായി? പുത്തൻ പുടവകളൊക്കെ ധരിച്ചുകൊണ്ട് ഗംഭീരമായിട്ട് സഭയ്ക്കകത്ത് വന്നിരുന്നവരുടെ വായിലോട്ട് നമ്മൾ അപ്പം വീഞ്ഞും കൊടുത്തിട്ട് അവരെ സഭയോട് സ്വീകരിക്കുക. പാസ്റ്റർ ആൻറ്റി പെൺകുഞ്ഞുങ്ങളെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നു, സെക്രട്ടറി ആൻറ്റി വരുന്നു, സെക്രട്ടറി വന്ന് സഹോദരന്മാരെ സ്വീകരിക്കുന്നു, പാസ്റ്റർ വന്ന സഹോദരന്മാരെ. പക്ഷേ ഈ സ്വീകരണവും അപ്പം വീഞ്ഞും ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഒരു ക്ലാസ് കൂടെ കൊടുക്കണം. ആ ക്ലാസ്സാണ് റോമാലേഖനം 6-ാം അധ്യായം, റോമാലേഖനം 6-ാം അധ്യായം, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം. ഈ 2 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കൊലോസ്യ ലേഖനം 3, കൊലോസ്യ ലേഖനം 4, ഈ 3 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന വേദപ്രമാണങ്ങൾ സ്നാനപ്പെട്ടവർക്ക് ചൂടോടെ കൊടുക്കണം. അതിലൊരു സാമ്പിൾ ഞാൻ തരാം. ഈ റോമാലേഖനം 6-ാം അധ്യായത്തിൽ 3 വാക്യങ്ങൾ. 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, ഇനി പാപത്തിൽ ജീവിക്കരുത്. 6:2 അവിടെ ഇനി എന്ന് പറഞ്ഞിരിക്കുന്ന സ്നാനപ്പെട്ടു, ഇനി പാപത്തിൽ ജീവിക്കരുത്. ഇതുവരെ നിങ്ങൾ പാപത്തിലായിരുന്നു, ഇപ്പോൾ മുങ്ങി ജീവന്റെ പുതുക്കത്തിലേക്ക് പൊങ്ങി, ഇനി പാപത്തിൽ എന്തോ ചെയ്യരുത്, ജീവിക്കരുത്. ഇത് സ്നാനപ്പെട്ടവൻ അറിയണം. അടുത്തത് 6:6 വാക്യം, ഇനി പാപത്തിന് അടിമപ്പെടരുത്. ഇതുവരെ പാപത്തിന് അടിമയായിരുന്നു, വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി ക്രിസ്തുവിനോട് ചേർന്നു. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായിട്ടല്ല, ക്രിസ്തുവിൻ്റെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിച്ചിരിക്കുന്നു. ഇനി പാപത്തിന് അടിമയാകരുത്. മനസ്സും മനസ്സാക്ഷിയും അവയവ അവസ്ഥകളും പാപം വ്യാപരിച്ച് നിങ്ങളെ അടിമയാക്കരുത്. പാപത്തോട് തൻ്റെ അടുത്തോട് നോ എന്ന് പറയാനുള്ള ആർജവത്വം കിട്ടണം. അതവരെ പഠിപ്പിക്കണം. അടുത്ത 12-ാം വാക്യം നോക്കിക്കേ, 6:12, ഇനി പാപം നിങ്ങളുടെ മർത്യ ശരീരങ്ങൾ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. ഈ 3 വാക്യങ്ങളും ഇനി 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 എന്നുണ്ട്. അത് സ്നാനാനന്തരം എന്നർത്ഥമാണ്, ആഫ്റ്റർ ദ ബാപ്റ്റിസം. അതാണ് ഈ 3 വാക്യങ്ങളുടെ ആഴമേറിയ ദൈവശാസ്ത്രം. സ്നാനപ്പെട്ട ഉടനെ കൊടുക്കണം. പാസ്റ്റേഴ്സിനോട് ഞാൻ ശുപാർശ ചെയ്യുന്നു. വിവിധ പെന്തക്കോ സംഘടനകളുടെ സംയുക്തമായ യോഗമായതുകൊണ്ട്, 25-ാം വാർഷികയോഗമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, 3 മാസം കൂടി ഇരിക്കുമ്പോഴെങ്കിലും സഭയിലെ വിശ്വാസികളെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് സ്നാനാനന്തര ജീവിതത്തിൻ്റെ ഒരു വർക്ക്ഷോപ്പ് പ്രോഗ്രാം നടത്തണം. അങ്ങുമിങ്ങും മുട്ടിത്തട്ടി ലോകത്തോട് ഒരുമാതിരി ഒരുമി ഒരഞ്ഞ് കയറിപ്പോകുന്നവർ സ്നാനത്തിൻ്റെ ആധികാരികത കളഞ്ഞു കുളിക്കാറുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? കൂട്ടുകാരുമായിട്ട് ഒരുമിച്ച് ചേരുമ്പോൾ സ്നാനപ്പെട്ട ആളാണ് ഞാൻ എന്നുള്ള കാര്യം മറന്നിട്ട് പാപത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ, പാപത്തിന് അടിമപ്പെടാൻ, പാപത്തിൻ്റെ നിയോഗങ്ങളെ ശരീരത്തിൽ ഏറ്റെടുക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്നാനപ്പെടണം എന്നുള്ളത് പ്രധാനമാണ്. സ്നാനാനന്തര ജീവിതം സംരക്ഷിക്കണമെന്നുള്ളത് അതുപോലെ പ്രധാനമാണ്. അങ്ങനെയുള്ളവർക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ. സ്വതന്ത്രം ചെയ്താട്ട് കരങ്ങൾ ഉയർത്തി പ്രൈസ് ദി ലോർഡ്. അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. ശരീരത്തെ വിശുദ്ധിയിൽ കാക്കണം, വിശുദ്ധിയിൽ കാക്കണം. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യം. 1 കൊരിന്ത്യർ 6:13 ഇങ്ങനെ വായിക്കുന്നു, ഭോജ്യങ്ങൾ വയറിനും വയർ ഭോജ്യങ്ങൾക്കുമുള്ളത് ദൈവം ഇതിനെ രണ്ടിനെയും വിധിക്കുമെന്ന് പറഞ്ഞിട്ട് 13-ാം വാക്യത്തിനകത്തൊരു വേറെ സാധനം പറയുന്നുണ്ടോ. അതെല്ലാ ദൈവമക്കളും കേൾക്കണം, എൻ്റെ ശ്രോതാക്കൾ എല്ലാവരും കേൾക്കണം. ശരീരം ദുർനടപ്പിനല്ല. 6:13 വാക്യം കണ്ടോ? ശരീരം ദുർനടപ്പിനല്ല, ശരീരം കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. ഓ, പൗലോസിന്റെ തിയോളജി എന്നാ ഗംഭീരമാണെന്നറിയാമോ? നമ്മുടെ ഈ ശരീരം ദുർനടപ്പിനല്ല, ഈ ശരീരം കർത്താവിനാണ്, കർത്താവ് ശരീരത്തിനും എന്ന് പറഞ്ഞിട്ട് പറയുക. എന്നാൽ 14-ാം വാക്യം തുടങ്ങുന്ന അങ്ങനെ, എന്നാൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും. അപ്പോൾ ഉയർപ്പിക്കണമെങ്കിൽ എന്തോ ചെയ്യണം? ഈ ശരീരം എന്തിനു കൊടുക്കരുത്? കമോൺ പറഞ്ഞേ, മുനിയറ പറ. എന്തിനു കൊടുക്കരുതെന്ന്? ദുർനടപ്പിന് കൊടുക്കരുത്. വാട്ട് ഈസ് ദ മീനിങ് ദുർനടപ്പ്? എന്താണ് ദുർനടപ്പ് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം? ദുർനടപ്പെന്നൊരു പദം പഠിക്കണം. ദുർനടപ്പിന് 2 അർത്ഥമാണുള്ളത്. ഒന്നാമത്തെ അർത്ഥം എന്താണെന്നറിയാമോ? ദുർനടപ്പെന്ന പദത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം പരസംഗം. ദുർനടപ്പെന്ന പദത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന 2ാമത്തെ അർത്ഥം വ്യഭിചാരമാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്ന് പറയുന്ന മലയാള സാഹിത്യത്തിൽ ഒരൊറ്റപ്പദമാണ് ദുർനടപ്പ്. പരസംഗം, വ്യഭിചാരം, ഇത് രണ്ടും കൂടാണ് ദുർനടപ്പെന്ന് പറഞ്ഞത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ശരീരത്തെ പരസംഗത്തിന് വിട്ടുകൊടുക്കരുത്, വ്യഭിചാരത്തിന് വിട്ടുകൊടുക്കരുത്. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. പുനരാഗമിക്കുന്ന കർത്താവിനോടൊപ്പം സമാഗമിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അന്യഭാഷയല്ല പ്രധാനം. മനസ്സിലായോ? പള്ളിയിലെ അംഗത്വമല്ല പ്രധാനം, വെള്ളയും അല്ല പ്രധാനം. പിന്നെന്താണ്? ശരീരത്തിൻ്റെ വിശുദ്ധിയുടെ തികവാണ് പ്രധാനം. അതിൽ പരസംഗം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടണം, യൂത്ത് ശ്രദ്ധിച്ചോണം, വിവാഹപൂർവ്വ ലൈംഗികതയാണ്. വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് താങ്കളുടെ ശരീരത്തെ സെക്സിന് വിട്ടുകൊടുത്താൽ അതാണ് പരസംഗം. ഭോഗാലസ ജീവിതമാണ്. കാണുന്നതും കേൾക്കുന്നതും എല്ലാം നമ്മുടെ സെക്സ്വൽ ഇമോഷനെ വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുള്ള ചിത്രങ്ങളും ചിന്തകളും ആലോചനകളും കോമഡികളുമാണ് നമ്മൾ കേൾക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ജഡത്തെ ലൈംഗികതയ്ക്ക് വിട്ടുകൊടുക്കാൻ ചേതന ഉണ്ടാകും. അത് മഹാപാപം.
പാതകമാണ്. വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോടുള്ള അവിശ്വസ്തത, താങ്കൾക്ക് ദൈവം നാളെ തരാനിരിക്കുന്ന ജീവിത പങ്കാളിയോടുള്ള അവിശ്വസ്തത, ജീവിത പങ്കാളിക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട ഗിഫ്റ്റ് എന്ന് പറയുന്നത് BMW കാറും ഒരു ഐഫോണും ഒന്നുമല്ല. ഏറ്റവും വിലപ്പെട്ട ഗിഫ്റ്റ് എന്ന് പറയുന്നത് താങ്കളുടെ ഈ അവിഹിതത്തിന് വിട്ടുകൊടുക്കാത്ത നിർമ്മലമായ നിഷ്കളങ്കമായ ശരീരമായിരിക്കണം കൊടുക്കേണ്ടത്. അത് പറ്റാതെ പോയാൽ അതാണ് പരസംഗത്തിൻ്റെ പ്രതി, പരസംഗം ചെയ്തു എന്നുള്ളത്. ഇനി വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ലൈംഗിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചനന്തരം നിയമവിരുദ്ധ ലൈംഗികതയ്ക്ക് വിവാഹ ജീവിതത്തിലേക്ക്, അതായത് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചനന്തരം നിയമവിരുദ്ധ ലൈംഗികതയിലേക്ക് പോയാൽ അതിനെയാണ് വ്യഭിചാരം എന്ന് പറയുക. ഭർത്താവ് അറിയാതെ ഭാര്യ, ഭാര്യ അറിയാതെ ഭർത്താവ് അബദ്ധ സഞ്ചാരം ചെയ്ത് ഒറ്റ എണ്ണം മുകളിലോട്ട് പൊങ്ങത്തില്ല. അവർക്ക് സ്വതന്ത്രം പറയാൻ പറ്റും ഉപദേശത്തിന് മുമ്പേ. ഒരു വേള കാലിടറിപ്പോയി ഭർത്താവിനോടല്ലാതെ ഭാര്യയോടല്ലാതെ ശരീരത്തിന് തോന്നിയ ചില വിചാര വിക്ഷോഭങ്ങളുടെ മുമ്പിൽ അടിപതറിപ്പോയി എങ്കിൽ പുനരാഗമനത്തിൽ എടുത്തുകൊള്ളപ്പെടാനുള്ള യോഗ്യതയിൽ നമ്മൾ അകന്നുപോയി. സുവിശേഷം കരുണയുടേതല്ലേ? കനത്ത തിട്ടൂരത്തിൻ്റെ ന്യായപ്രമാണം പോലെയല്ല സുവിശേഷം. അതുകൊണ്ട് അതിനകത്തൊരു വിശേഷപ്പെട്ട ചിന്ത കൂടെ ഞാൻ കൂട്ടിച്ചേർക്കാം. ഒരു വേള കർത്താവേ, ഞാനൊന്ന് പതറിപ്പോയി. എൻ്റെ അവിവാഹിത ജീവിതത്തിൽ, എൻ്റെ വിവാഹ ജീവിതത്തിൽ ഒരു വേള എൻ്റെ കാലിടറിപ്പോയി. ഇനി ആവർത്തിക്കത്തില്ല എന്ന് കരുണയുള്ള കർത്താവിൻ്റെ മുമ്പിൽ തരണേ തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന വാചകം, സ്ഥിരം വാചകം മാറ്റിവെച്ചിട്ട് കഴുകണമേ എന്ന് കരയാൻ കഴിഞ്ഞാൽ കർത്താവ് തന്നെ കരുണ കൊണ്ട് കഴുകും. ദാവീദടക്കമുള്ളവർ ദൈവത്തോട് ക്ഷമാപണം നടത്തി പ്രാപിച്ച്, ഞാൻ എൻ്റെ പാപത്തിൻ്റെ കുറ്റം നിന്നോട് അറിയിച്ചപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. സ്തോത്രം. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ തകർന്നുപോയി. പാപദോഷം ചെയ്തിട്ട്, വ്യഭിചാരം ചെയ്തിട്ട്, പരസംഗം ചെയ്തിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മീയത ഞരങ്ങിത്തീർന്നു പോകും. കർത്താവിൻ്റെ വരവിൽ നിഷ്കരണം കൈവിടപ്പെട്ടു പോകും. സ്തോത്രം. കൺവെൻഷൻ വേദികളിൽ നിന്നും പുനരാഗമനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന പലരും നാസയുടെ കണ്ടുപിടുത്തം കൊണ്ടാണ് സമയം തീർക്കുക. ഉക്രൈൻ റഷ്യ യുദ്ധം പറഞ്ഞാണ് സമയം തീർക്കുക. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ കെടുതികളൊക്കെ പറഞ്ഞാണ് സമയം കളയുന്നത്. പക്ഷേ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാൻ അറിയാത്തത് കൊണ്ടല്ല, ഞാനതിന് സമയമെടുക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് കർത്താവ് ഇന്ന് രാത്രി വന്ന് കയറിപ്പോകാനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ വന്നേ പറ്റൂ. ഉക്രൈൻ റഷ്യ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനോട് അയൽ രാജ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. ദൈവത്തിൻ്റെ ജനമല്ലേ ഇസ്രായേൽ. നമ്മളെന്തിനാ ചങ്ക് വഴയ്ക്കുന്നത്? നമ്മളെന്തിനാ നാസയുടെ സൂക്ഷ്മദർശിനിക്ക് അകത്തോട്ട് കയറിപ്പോയി എന്ന് നോക്കുന്നത്? നമ്മുടെയൊന്നും ആവശ്യം അതല്ല. നമ്മുടെ ആവശ്യം ഈ ഭോഗാലസ ജീവിതത്തിൽ എൻ്റെ കർത്താവ് വന്നാൽ എനിക്ക് എടുത്തുകൊള്ളപ്പെടാൻ പറ്റുമോ? എൻ്റെ ദാമ്പത്യ ജീവിതത്തിന് സുതാര്യതയുണ്ടോ, സുദൃഢതയുണ്ടോ? എൻ്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നുവോ? അവർ പഠിക്കാൻ പോയെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ? ആരാധനയ്ക്ക് പോകുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിനുവേണ്ടി കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിനോടൊപ്പം കയറിപ്പോകാനുള്ള യോഗ്യതയോടെ നിൽക്കാനിടയാകണം. അതുകൊണ്ട് 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന് 13-14 വാക്യം എല്ലാവരും നന്നായി പഠിക്കുകയും ആ വാക്യത്തിനനുസരിച്ച് ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കാൻ കഴിയുകയും ചെയ്യണം. പുനരാഗമനത്തിൻ്റെ യോഗ്യതകൾ ഇവിടെ തീരുന്നില്ല. സമയം തീരുന്നത് കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. കൊയർ മുൻപോട്ട് വരും. പ്രത്യാശയുടെ അനുഗ്രഹീതമായ ചില വരികൾ ചേർന്ന് പാടുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പാടി കർത്താവിനെ ആരാധിച്ച് സന്തോഷത്തോടെ മടങ്ങാൻ നമുക്കിടയാകണം. അപ്പോൾ തന്നെ പശ്ചാത്താപ ഹൃദയത്തോടെ പറ്റിപ്പോയിട്ടുള്ള വാക്കുകളിലെ, ചിന്തകളിലെ, പ്രവൃത്തികളിലെ ദോഷങ്ങളെ എല്ലാം കർത്താവിനോട് ഏറ്റുപറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ക്ഷമാപണം നടത്തുവാനിടയാകണം. എല്ലാ കണ്ണുകളും അടയട്ടെ. അല്പസമയം കൊയർന്ന് സജ്ജമാകട്ടെ. അതുവരെ നമ്മുടെ കണ്ണുകളൊന്ന് അടച്ചിട്ട് ഹൃദയങ്ങളൊന്ന് ഏകാഗ്രമാക്കി കേട്ട വചനത്തിന് മുൻപാകെ യോഗ്യതകൾ നമുക്കുണ്ടോ എന്നുള്ളതിന്. സ്നാനപ്പെട്ടു എന്നെനിക്കറിയാം താങ്കൾ. പക്ഷേ സ്നാനപ്പെട്ടതിന് ശേഷം സ്നാനാനന്തര ജീവിതത്തിൻ്റെ ധർമ്മകർമ്മങ്ങൾ നന്നായി പാലിക്കാൻ താങ്കൾ കഴിയുന്നുണ്ടോ? പോകുന്ന ഇടങ്ങളിൽ, വരുന്ന ഇടങ്ങളിൽ, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകളിൽ അനുഗ്രഹീതമായിരിക്കുന്ന വിശുദ്ധിയും വിശ്വസ്തതയും നൈർമല്യതയും നിഷ്കളങ്കതയും സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? ഇത് കേൾക്കണം. 33.5 വർഷം പാർത്തലത്തിൽ ജീവിച്ചിട്ട് പാപം ചെയ്യാത്ത, പാപമറിയാത്ത, പാപിയല്ലാത്ത ഒരു കർത്താവാണ് നമുക്കുള്ളത്. അറിയാമോ? നിയമത്തിൻ്റെ അവസാന വാക്കായി പീലാത്തോസ് പറയുന്നു, ഞാൻ ഇവരൊരു കുറ്റവും കാണുന്നില്ല. അവനെ 30 വെള്ളിക്കാശിന് വിറ്റ യൂദാ പറയുന്നു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെയാണ് കാണിച്ചു കൊടുത്തത്. പീലാത്തോസിൻ്റെ ഭാര്യ പറയുന്നു, ആ നീതിമാനാണ് അവൻ, അവൻ്റെ രക്തത്തിൽ പങ്കാളിയാകല്ലേ. അന്നത്തെ ശതാധിപൻ പറയുന്നു, അവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. യേശു തന്നെ പറയുന്നു, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം. ആ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട നമ്മൾ കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ പ്രിയരെ, വെറുതെ നടന്ന പോരാ. വിശുദ്ധ ജീവിതത്തിൻ്റെ തികവുള്ളവർ
ഉള്ളവരായി മാറണം. അത് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ അല്പസമയം ഒരുമിച്ച് കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് തുടങ്ങിക്കേ. ആത്മാവിൽ ദൈവത്തെ ഒന്നും പ്രാർത്ഥിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി മുമ്പേ കൊയർവിടെ പാടിയ മഹത്വമേ മഹത്വമേ മഹത്വം നാമത്തിന് കൺവെൻഷൻ വേദികളിൽ നിന്ന് കാലഹരണപ്പെട്ടു പോയൊരു പാട്ട്, പഴയൊരു ഗാനം ഇന്ന് രാത്രിയിൽ നമുക്കിവിടെ പാടി ആരാധിക്കാൻ അവസരം തന്നല്ലോ എന്ന് പറഞ്ഞതുപോലെ മഹത്വം കർത്താവിന് കൊടുക്ക്, ശക്തമായി മഹത്വം കർത്താവിന് കൊടുക്ക്. എല്ലാവരും തൽസ്ഥാനങ്ങൾ ആരാധനയോടെ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രി പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പുനരാഗമനത്തിന് പ്രതീക്ഷ നൽകുന്ന വരികൾ അവരെ ചേർന്ന് പാടുമ്പോൾ കരങ്ങളടിച്ച് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാമല്ലോ. നമ്മുടെ കർത്താവ് വരാറായി. ഓ എത്രയും വേഗം, കാലം ഇനി അധികമില്ല. ആ നാളും നാഴിക നമുക്കറിയാത്തത് കൊണ്ട് ഒരുങ്ങാനും ഉണരാനും നമുക്ക് കഴിയണം. കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാത്ത എല്ലാവരും ചേർന്ന് കാഴ്ച കാണാനൊന്നുമില്ല. നമ്മുടെ കർത്താവ് എങ്ങനെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ആഴത്തിലൊന്ന് ചിന്തിപ്പാനിടയാകട്ടെ. യേശുവിനെ കാണണം ഇന്ന് രാത്രി കേട്ടാൽ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചു നിത്യനിത്യങ്ങൾ വാഴും സ്വർഗ്ഗസിയോനിൽ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചു നിത്യനിത്യങ്ങൾ വാഴും സ്വർഗ്ഗസിയോനിൽ. ഈ പാർത്തലം വിട്ട് പ്രത്യാശയെന്നിൽ വർദ്ധിച്ചിടുന്നു അങ്ങു ചെന്നു കാണുവാനും പ്രിയൻ പൊന്മുഖം. പ്രത്യാശയെന്നിൽ വർദ്ധിച്ചിടുന്നു അങ്ങു ചെന്നു കാണുവാനും പ്രിയൻ പൊന്മുഖം. കേൾക്കാറായി തൽക്കാലത്തോടി